Hi, hello everyone. It's me, CS Sanjay. So welcome back to my YouTube channel. So today we are going to have a quick revision of chapter number 10, Bank Audit. Okay. So ഈ ഒരു ചാപ്റ്റർ ഒരുപാട് കുട്ടികൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്ററിന് വേണ്ടി ഒരുപാട് ടൈം നിങ്ങൾ റിവിഷന് വേണ്ടി എടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു വീഡിയോ മതി നിങ്ങൾക്ക്. നിങ്ങളുടെ റിവിഷൻ വിൽ ബി സൂപ്പർ കംഫർട്ടബിൾ ഫോർ യു. ഓക്കെ. സോ എനിവേ ലെറ്റ് സ്റ്റാർട്ട് ദിസ് ടോപ്പിക് വിതൗട്ട് വേസ്റ്റിംഗ് മച്ച് ടൈം. ഓക്കെ. യെസ്. സോ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ റിവൈസ് ചെയ്യൂ കേട്ടോ. ആൻഡ് ദിസ് വീഡിയോ ഇസ് നോട്ട് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ യുവർ റെഗുലർ ക്ലാസ്. ഓക്കെ, റെഗുലർ ക്ലാസ് കണ്ട ശേഷം ഈ വീഡിയോ കണ്ടാൽ മതി. ഓക്കെ ആണോടാ? യെസ്. സോ ദ വെരി ഫസ്റ്റ് ക്വസ്റ്റൻ ദാറ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് റൈറ്റ് നൗ ഈസ് വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബാങ്ക്. എത്ര ടൈപ്സ് ഓഫ് ബാങ്ക് ഉണ്ട്? സി മക്കളെ, ആകെ കൂടി 6 ടൈപ്സ് ഓഫ് ബാങ്ക് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ ഇസ് കൊമേഴ്ഷ്യൽ ബാങ്ക്. ഫസ്റ്റ് വൺ എന്താണ്? കൊമേഴ്ഷ്യൽ ബാങ്ക്. സോ കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പേര് എഴുതുക. 2 പോയിന്റ് എഴുതുക. എന്താ 2 പോയിന്റ് എഴുതുക? ഒന്ന് മോസ്റ്റ് വൈഡ് സ്പ്രെഡ് ബാങ്ക് ആണ്. രണ്ട്, അവിടെ മേജർ ഫംഗ്ഷൻ എന്താണ്? ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്, ഗ്രാന്റിംഗ് ലോൺ. സോ ഈ 2 പോയിന്റ് എഴുതിയാൽ മതി. ഒന്ന് മോസ്റ്റ് വൈഡ് സ്പ്രെഡ് ബാങ്ക്, രണ്ട് അവിടെ മേജർ 2 ഫംഗ്ഷൻ എന്താണ്? ഒന്ന് ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്, ഗ്രാന്റിംഗ് ലോൺ. ദാറ്റ്സ് ഇറ്റ്, ഡൺ. നെക്സ്റ്റ്, റീജിയണൽ റൂറൽ ബാങ്ക്. എന്താണ് റീജിയണൽ റൂറൽ ബാങ്ക്? കേരള ഗ്രാമീൺ ബാങ്കിലെ സെയിം സാധനം, റീജിയണൽ റൂറൽ ബാങ്ക്. എന്താ അവിടെ 2 പോയിന്റ് എഴുതണം. ഒന്ന്, സെറ്റപ്പ് ഇൻ റൂറൽ ഏരിയ. ഇത് എവിടെയാണ് സെറ്റപ്പ് ചെയ്യുക? റൂറൽ ഏരിയാസ്. എന്തിനു വേണ്ടി? റൂറൽ ഏരിയാസിലുള്ള ആളുകളുടെ ഫിനാൻഷ്യൽ നീഡ്സ് മീറ്റ് ചെയ്യാൻ, ടു കേറ്റർ ദ ബേസിക് ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ നീഡ്സ് ഓഫ് ദ റൂറൽ കമ്മ്യൂണിറ്റി. സോ 2 പോയിന്റ്. ഒന്ന്, സെറ്റപ്പ് ഇൻ റൂറൽ ഏരിയാസ് ടു മീറ്റ് ദ ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ നീഡ്സ് ഓഫ് ദ റൂറൽ കമ്മ്യൂണിറ്റി. ദാറ്റ്സ് ഇറ്റ്, ഡൺ. നെക്സ്റ്റ്, കോപ്പറേറ്റീവ് ബാങ്ക്, സഹകരണ ബാങ്ക്. 2 പോയിന്റ്. എന്തൊക്കെയാണ്? ഒന്ന്, സെറ്റപ്പ് അണ്ടർ ദ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് രജിസ്റ്റേർഡ് അണ്ടർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. ദാറ്റ്സ് ഇറ്റ്, ഡൺ. ഒന്ന്, സെറ്റപ്പ് ഓൺ ദ ബേസ് ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. രണ്ട്, കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഓഫ് ദ റെസ്പെക്റ്റീവ് ആക്ട് ഓർ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. ഓക്കെ ആണോ? യെസ്. ടു കേറ്റർ ടു നീഡ്സ് ഓഫ് ദ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ സെക്ടേഴ്സ്. ഓക്കെ ആണോ? യെസ്. നെക്സ്റ്റ് കംസ് പേയ്മെന്റ് ബാങ്ക്. എന്താണ് അടുത്ത ബാങ്ക്? പേയ്മെന്റ് ബാങ്ക്. ഇതൊരു ന്യൂ ബാങ്ക് ആണ്, ന്യൂ ടൈപ്പ് ഓഫ് ബാങ്ക് ആണ്. 2017 ശേഷം സ്റ്റാർട്ട് ചെയ്ത ബാങ്ക് ആണ്. ഓക്കെ. ഇവിടെ 2 പോയിന്റ് നിങ്ങൾ ആലോചിക്കേണ്ട ആവശ്യമുള്ളൂ. ഒന്ന്, ദേ അലൗ ടു ആക്സെപ്റ്റ് റിസ്ട്രിക്റ്റഡ് ഡെപ്പോസിറ്റ്. അവർക്ക് ഇഷ്ടംപോലെ ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. വെറും 2 ലക്ഷം രൂപ മാത്രമേ അവർക്ക് ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂ. സോ ദേ ആർ അലൗ ടു ആക്സെപ്റ്റ് റിസ്ട്രിക്റ്റഡ് ഡെപ്പോസിറ്റ്. ആൻഡ് സെക്കൻഡ് വൺ, they cannot issue loan and credit cards. So first point, accept restricted deposit, cannot issue loan or credit cards. And the fifth one is development banks. 2 point. On the infrastructural development and the economic growth of the country. So these development banks like IDBI, SIDBI, they provide long-term loans for the infrastructure development of the countries, for the economic growth of the countries. Okay ആണോ? ഈ 2 പോയിന്റ് കൊടുത്തു വെച്ചാൽ മതി. And the last one is small finance bank. ചെറിയ ബാങ്ക് ഉണ്ടാവില്ലേ, ഒറ്റ കമ്പ്യൂട്ടർ മാത്രമുള്ള കുഞ്ഞു ബാങ്കിൽ, അതിനാണ് സ്മോൾ ഫിനാൻസ് ബാങ്ക് എന്ന് പറയാം. ഓക്കെ, വിശ്വസിച്ചോ? എടാ മണ്ടന്മാർ, അതൊന്നല്ല സ്മോൾ ഫിനാൻസ് ബാങ്ക് ഈസ് വെരി സിമിലർ ടു നിങ്ങളുടെ കൊമേഴ്ഷ്യൽ ബാങ്ക്. പക്ഷേ ഒറ്റ ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി. ദേ മീറ്റ് ദ ബേസിക് ഫിനാൻഷ്യൽ നീഡ്സ് ഓഫ് അൺസർവ്ഡ് ആൻഡ് അൺഓർഗനൈസ്ഡ് സെക്ടർ. ഈ ഒരു കീവേഡ് ആലോചിച്ച് നോക്കുക, അൺസർവ്ഡ് ആൻഡ് അൺഓർഗനൈസ്ഡ് സെക്ടർ. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദ ക്വസ്റ്റ്യൻ നമ്പർ 1. വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബാങ്ക്? എന്തൊക്കെയാ പറഞ്ഞത്? കോപ്പറേറ്റീവ് ബാങ്ക്സ്, കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, റീജിയണൽ റൂറൽ ബാങ്ക്സ്, പേയ്മെന്റ് ബാങ്ക്സ്, സ്മോൾ ഫിനാൻസ് ബാങ്ക്, ഡെവലപ്മെന്റ് ബാങ്ക്. ആം ഐ ക്ലിയർ ടു യു? സോ കൊമേഴ്ഷ്യൽ ബാങ്ക് 2 പോയിന്റ് എന്തൊക്കെയാണ്? ഒന്ന്, മോസ്റ്റ് വൈഡ് സ്പ്രെഡ്. രണ്ട്, ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്, ഗ്രാന്റിംഗ് ലോൺ. കോപ്പറേറ്റീവ് ബാങ്ക്സ് 2 പോയിന്റ്, കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്, കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആൻഡ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. ഡെവലപ്മെന്റ് ബാങ്ക് 2 പോയിന്റ്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, ഇക്കണോമിക് ഗ്രോത്ത് ഓഫ് ദ കൺട്രി. RRB, റീജിയണൽ റൂറൽ ബാങ്ക്, സെറ്റപ്പ് ഇൻ റൂറൽ ഏരിയ ടു മീറ്റ് ദ ഫിനാൻഷ്യൽ ആൻഡ് ബാങ്കിങ് നീഡ്സ് ഓഫ് റൂറൽ കമ്മ്യൂണിറ്റി. പേയ്മെന്റ് ബാങ്ക് 2 പോയിന്റ്. ഒന്ന്, ന്യൂ ടൈപ്പ് ഓഫ് ബാങ്ക്, കനോട്ട് ഇഷ്യൂ ലോൺ ബട്ട് ആക്സെപ്റ്റ് റിസ്ട്രിക്റ്റഡ് ഡെപ്പോസിറ്റ്. 2 ലക്ഷം രൂപ വരെ മാത്രമേ അവർക്ക് ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. സ്മോൾ ഫിനാൻസ് ബാങ്ക്, അൺസർവ്ഡ് ആൻഡ് അൺഓർഗനൈസ്ഡ് സെക്ടർ. ദാറ്റ്സ് ഇറ്റ്, ഡൺ. Question number 1 is done, മക്കളെ. സോ മൂവിങ് ഓൺ ടു question number 2, RBI എന്ന് പറയുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് പഠിക്കുന്ന RBIയുടെ റെസ്പോൺസിബിലിറ്റീസ് എന്താണ്? നമ്മുടെ നാട്ടിൽ ഏതൊരു ബാങ്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിലും RBIയുടെ ലൈസൻസ് വേണം. സോ ഫസ്റ്റ് പോയിന്റ് ഇസ് ഡെവലപ്മെന്റ്. സോ ഏതൊരു ബാങ്ക് ഡെവലപ്പ് ചെയ്യാനാണെങ്കിലും RBIയുടെ ലൈസൻസ് വേണം. ഡെവലപ്മെന്റ് ആൻഡ് സൂപ്പർവിഷൻ ഓഫ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം, അതായത് ബാങ്ക് ആൻഡ് NBFC. സോ നമ്മുടെ രാജ്യത്ത് ഏതൊരു ബാങ്ക് ഡെവലപ്പ് ചെയ്യാനാണെങ്കിലും ആ ഡെവലപ്മെന്റ് ചെയ്താൽ മാത്രം അവരുടെ കാര്യം സൂപ്പർവൈസ് ചെയ്യുന്നതുമാരാണ് RBI ആണ്. ബാങ്ക് ഡെവലപ്പ് ചെയ്താൽ മാത്രം റെഗുലേറ്റിംഗ് ദ ആക്ടിവിറ്റീസ് ഓഫ് ദ ബാങ്ക്. സോ പോയിന്റ് നമ്പർ 1, ബാങ്ക്സിന്റെ ഡെവലപ്മെന്റ് അല്ല, നമ്മുടെ രാജ്യത്തുള്ള ബാങ്ക്, NBFC, ഇതിന്റെയൊക്കെ ഡെവലപ്മെന്റ് ആൻഡ് സൂപ്പർവിഷൻ ഇസ് ഡൺ ബൈ RBI. ഈ ബാങ്ക്സിന്റെ ഒക്കെ ആക്ടിവിറ്റീസ് റെഗുലേറ്റ് ചെയ്യുന്നതും RBI. ഓക്കെ ആണോടാ? മൂന്നാമത്തെ പോയിന്റ്, ഈ RBI ആണ് സെൻട്രൽ ഗവൺമെന്റുമായിട്ട് കൺജക്ഷൻ ചെയ്ത് രാജ്യത്തിന്റെ സാമ്പത്തിക നയങ്ങളൊക്കെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. വൺസ് അഗൈൻ RBI ആണ് സെൻട്രൽ ഗവൺമെന്റുമായിട്ട് കൺജക്ഷൻ ചെയ്തിട്ട് രാജ്യത്തിന്റെ സാമ്പത്തിക നയങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യുന്നത്. സോ ഡിറ്റർമൈൻ ഇൻ കൺജക്ഷൻ വിത്ത് സെൻട്രൽ ഗവൺമെന്റ് മോണിറ്ററി ആൻഡ് ക്രെഡിറ്റ് പോളിസീസ്.
ഓക്കെ ആണോ? സോ 3 പോയിന്റ് എന്തൊക്കെയാണ്? RBI എന്തൊക്കെയാണ് റെസ്പോൺസിബിൾ? RBI എന്തിനൊക്കെയാണ് റെസ്പോൺസിബിൾ? ഫസ്റ്റ് വൺ, ഡെവലപ്മെന്റ് ആൻഡ് സൂപ്പർവിഷൻ ഓഫ് ബാങ്ക്സ്. 2, റെഗുലേറ്റിംഗ് ദ ആക്ടിവിറ്റീസ് ഓഫ് ബാങ്ക്. അപ്പൊ ബാങ്കിനെ ഡെവലപ്പ് ചെയ്താൽ മാത്രം പോരാ, അവിടെ ആക്ടിവിറ്റീസ് റെഗുലേറ്റ് ചെയ്യണം. 3ാമത്തെ പോയിന്റ് എന്തായിരുന്നു? RBI സെൻട്രൽ ഗവൺമെന്റുമായി കൂടി ചേർന്ന് വിൽ ഡിറ്റർമൈൻ ദ മോണിറ്ററി ആൻഡ് ക്രെഡിറ്റ് പോളിസീസ്. മോണിറ്ററി ആൻഡ് സാമ്പത്തിക നയങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് RBIയും സെൻട്രൽ ഗവൺമെന്റ് കൂടിയാണ്. നെക്സ്റ്റ്, എന്താണ് RBIയുടെ മെയിൻ ഫംഗ്ഷൻ? കറൻസി വെച്ച് 2 പോയിന്റ്, ബാങ്ക് വെച്ച് 2 പോയിന്റ്. കറൻസി, ഇഷ്യൂ ഓഫ് കറൻസി, റെഗുലേഷൻ ഓഫ് കറൻസി. ഇഷ്യൂ ഓഫ് കറൻസി, റെഗുലേഷൻ ഓഫ് കറൻസി. പിന്നെ ബാങ്കർ ടു ബാങ്ക്, ബാങ്കർ ടു ഗവൺമെന്റ്. സംതിങ് വിച്ച് യു ഹാവ് already learned in your childhood. Am I correct to you? Am I correct? Yes, sir. സോ എന്തൊക്കെയാണ് 2 പോയിന്റ്? ഒന്ന് കറൻസി വെച്ച് 2 പോയിന്റ്, ഇഷ്യൂവൻസ് ഓഫ് കറൻസി, റെഗുലേഷൻ ഓഫ് കറൻസി, ആക്ടിങ് ആസ് എ ബാങ്കർ ടു ബാങ്ക് ആൻഡ് ബാങ്കർ ടു ഗവൺമെന്റ്. ആം ഐ ക്ലിയർ ടു യു? യെസ് സർ. നെക്സ്റ്റ്, ബാങ്കിങ് റെഗുലേഷൻസ്. ഒരു ബാങ്കിന് കംപ്ലൈ ചെയ്ത പല പല നിയമങ്ങളുണ്ട്, റെഗുലേറ്ററി ഫ്രെയിംവർക്സ് ഉണ്ട്. ഏതൊക്കെയാണ് ആ ബാങ്കിന്റെ റെഗുലേറ്ററി ഫ്രെയിംവർക്സ്? ഏതെങ്കിലും ഒരു 6 7 എണ്ണം പഠിച്ചാൽ മതി. ഓക്കെ, ഈ സൈറ്റിൽ കുറെ സംഭവം. 1949 1949 എന്തായിരുന്നു? ബാങ്കിങ് റെഗുലേഷൻസ് ആക്ട്. 1955 ഏതായിരുന്നു? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട്. പിന്നെ 1970 80 ബാങ്കിങ് കമ്പനീസ് ആക്ട്. അതിന് നടുക്ക് എന്തുള്ളത്? അക്വിസിഷൻ ആൻഡ് ട്രാൻസ്ഫർ ഓഫ് അണ്ടർടേക്കിംഗ്സ്. അക്വിസിഷൻ ആൻഡ് ട്രാൻസ്ഫർ ഓഫ് അണ്ടർടേക്കിംഗ്സ്. പിന്നെ 2000 IT ആക്ട്. 2013 കമ്പനീസ് ആക്ട്. 2005 കിക്ര. ഓർക്കുന്നുണ്ടോ കിക്ര? എന്താ കിക്ര? ക്രെഡിറ്റ് ഇൻഫോർമേഷൻ കമ്പനീസ് റെഗുലേഷൻ ആക്ട്. ഓക്കെ, സോ നമ്മൾ ഇയേഴ്സ് വെച്ചിട്ടാണ് പഠിച്ചത്. ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ഇയേഴ്സ് വെച്ചിട്ടാണ് പഠിച്ചത്. 1949 എന്തായിരുന്നു? ബാങ്കിങ് റെഗുലേഷൻസ് ആക്ട്. ബാങ്കിങ് റെഗുലേഷൻസ് ആക്ട്. പിന്നെന്താ പറഞ്ഞത്? 1955 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട്. 1970 80 ബാങ്കിങ് കമ്പനീസ് ആക്ട്. അതിന് നടുക്ക് എന്താണുള്ളത്? അക്വിസിഷൻ ആൻഡ് ട്രാൻസ്ഫർ ഓഫ് അണ്ടർടേക്കിംഗ്സ്. 2000 ഇൻകം ടാക്സ് ആക്ട്. സോറി, ഇൻകം ടാക്സ് ആക്ട് IT ആക്ട്. ഓക്കെ, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട്. പിന്നെ 2002 2 ആക്ട് ഉണ്ട്. ഒന്ന് PMLA ആക്ട്, പിന്നെ സർഫേസി ആക്ട് അല്ലെ, പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ടും അതേപോലെ തന്നെ സർഫേസി ആക്ട്. അത് വേണമെങ്കിൽ ഓർത്ത് വെച്ചാൽ മതി. പിന്നെ 2005 കിക്ര ആക്ട്. കിക്ര. 2013 ഏതായിരുന്നു മക്കളെ? നമ്മുടെ കമ്പനീസ് ആക്ട്. ഓക്കെ ആണോ? ഏതെങ്കിലും ഒരു 7 8 ഓർത്ത് വെച്ചാൽ മതി. ഇതാണ് ഈസി. 1 2 3 4 5 6 7 ഏതെങ്കിലും ഒരു 7 ഓർത്ത് വെക്കാം. സിമ്പിൾ സർ. നെക്സ്റ്റ്, ഒരു ബാങ്കിന്റെ പെക്യുലാരിറ്റീസ് എന്തൊക്കെയാണ്? എല്ലാം ഒന്ന് എക്സാജറേറ്റ് ചെയ്ത് പറഞ്ഞത്. ഹ്യൂജ് വോളിയം ഓഫ് ട്രാൻസാക്ഷൻ, വൈഡ് ജോഗ്രഫിക്കൽ സ്പ്രെഡ്, ലാർജ് റേഞ്ച് ഓഫ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസ്, എക്സ്റ്റെൻസീവ് യൂസ് ഓഫ് ടെക്നോളജി ആൻഡ് സ്ട്രിക്ട് വിജിലൻസ് ഓഫ് ബാങ്കിങ് റെഗുലേറ്റേഴ്സ്. എല്ലാം ഒന്ന് എക്സാജറേറ്റ് ചെയ്ത് പറഞ്ഞാൽ കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ട് മുന്നോട്ട് പോകും. ഓക്കെ ആണോടാ? ഫൈൻ ആണോ? യെസ് സർ. നെക്സ്റ്റ്, ടൈപ്സ് ഓഫ് ബാങ്ക് ഓഡിറ്റ് റിപ്പോർട്ട്. എന്താണ് നമ്മുടെ നെമോണിക്സ്? സർ ഇറ്റാലിക്സ്. എവിടെയാണ് ഇറ്റാലിക്സ് ഉള്ളത്? ദേ കിടക്കുന്നു ഇറ്റാലിക്സ്. എന്തായിരുന്നു ഇറ്റാലിക്സ്? ഫസ്റ്റ് വൺ, you have to report on income recognition, asset classification and provisioning. Second one, you have to report on treasury. Then you have to report on adverse credit deposit ratio in the rural area. Then you have to report on LFAR. Then you have to report on internal control over financial reporting. Then you have to report on committee. എന്ത് കമ്മിറ്റി? 2 കമ്മിറ്റി ഉണ്ട്. ഏതൊക്കെ 2 കമ്മിറ്റി? ഘോഷ് കമ്മിറ്റിയും ജിലാനി കമ്മിറ്റിയും. ഘോഷ് കമ്മിറ്റി ഓൺ ഫ്രോഡ് ആൻഡ് മാൽ പ്രാക്ടീസസ് ആൻഡ് ജിലാനി കമ്മിറ്റി ഓൺ ഇന്റർണൽ കൺട്രോൾസ്. ദെൻ എസ് വെച്ച് SLRും അതേപോലെ തന്നെ ഇതെന്തായിരുന്നു? സീരിയസ് ഇറഗുലാരിറ്റീസ് ഓൺ ദ വർക്കിംഗ് ഓഫ് ദ ബാങ്ക്. നോക്കിയിട്ട് എന്തൊക്കെയാ നോക്കി. ഫസ്റ്റ് വൺ എന്താണ്? ഐ വെച്ച് എന്തായിരുന്നു? ഇൻകം റെക്കഗ്നീഷൻ, അസറ്റ് ക്ലാസിഫിക്കേഷൻ, പ്രൊവിഷനിങ്. ഫസ്റ്റ് ഇറ്റാലിക്സ്. ടി എന്തായിരുന്നു? ട്രഷറി ഓപ്പറേഷൻ. നോക്കിയേ, റിപ്പോർട്ടിംഗ് ഓൺ ദ ട്രഷറി ഓപ്പറേഷൻ വെദർ ഇറ്റ് ഈസ് ആസ് പെർ ദ ഇൻസ്ട്രക്ഷൻ ഗിവൺ ബൈ ദ RBI. എ എന്തായിരുന്നു? എ ഫോർ ആപ്പിൾ അല്ല, എ ഫോർ എന്തായിരുന്നു? അഡ്വേഴ്സ് ക്രെഡിറ്റ് ഡെപ്പോസിറ്റ് റേഷ്യോ ഇൻ ദ റൂറൽ ഏരിയാസ്. എൽ എന്തായിരുന്നു? LFAR. Italics. I എന്തായിരുന്നു? ICFR, internal controls over the financial reporting. We have to report on the adequacy and operating effectiveness. Of internal controls over financial reporting. ലിക്സ് LI കഴിഞ്ഞു. അടുത്ത സി എന്തായിരുന്നു? സി നമ്മുടെ കമ്മിറ്റി. 2 കമ്മിറ്റി ഉണ്ടല്ലോ. ഒന്ന് ഘോഷ് കമ്മിറ്റി, ഒന്ന് ജിലാനി കമ്മിറ്റി. ഘോഷ് കമ്മിറ്റി എന്തിനെ കുറിച്ച് റെക്കമെൻഡ് ചെയ്തത്? ഫ്രോഡ് ആൻഡ് മാൽ പ്രാക്ടീസസ്. ജിലാനി കമ്മിറ്റി എന്തിനെ കുറിച്ച് റെക്കമെൻഡ് ചെയ്തത്? ഇന്റേണൽ കൺട്രോൾസ്. ഓക്കെ ആണോ? ആ റെക്കമെൻഡേഷൻസ് ഒക്കെ കംപ്ലൈ ചെയ്തിട്ടുണ്ടോ, ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ഓഡിറ്റർ റിപ്പോർട്ട് ചെയ്യണം. ആൻഡ് ലാസ്റ്റ് വൺ SS വെച്ച് 2 പോയിന്റ്. ഒന്ന് SLR റിക്വയർമെന്റ്, അതേപോലെ തന്നെ ഒന്ന് സീരിയസ് ഇറഗുലാരിറ്റീസ്. ഓക്കെ ആണോടാ? ഫൈൻ ആണോ? നോക്കിയേ. ഘോഷ് കമ്മിറ്റി ഓൺ ഫ്രോഡ് ആൻഡ് മാൽ പ്രാക്ടീസസ്, ജിലാനി കമ്മിറ്റി ഓൺ ഇന്റേണൽ കൺട്രോൾസ്. അവർ ഒരുപാട് റെക്കമെൻഡേഷൻ നൽകിയിട്ടുണ്ട്. ഈ റെക്കമെൻഡേഷൻസ് ഒക്കെ ബാങ്ക് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടോ, കംപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്ന് ഓഡിറ്റർ റിപ്പോർട്ട് ചെയ്യും. സോ ഓഡിറ്റർ ഹാസ് ടു റിപ്പോർട്ട് ഓൺ ദ കംപ്ലയൻസ് ഓഫ് ഇംപ്ലിമെന്റേഷൻ ഓഫ് റെക്കമെൻഡേഷൻസ് ഓഫ് ഘോഷ് കമ്മിറ്റി ഓൺ ദ ഫ്രോഡ് ആൻഡ് മാൽ പ്രാക്ടീസസ് ആൻഡ് ജിലാനി കമ്മിറ്റി ഓൺ ദ ഇന്റേണൽ കൺട്രോൾസ്. ദാറ്റ്സ് ഇറ്റ്. ഡൺ. ഓക്കെ ആണോടാ?
യെസ്. നെക്സ്റ്റ് എന്താ വന്നിട്ടുള്ളത് നെക്സ്റ്റ് ബാങ്ക് ഓഡിറ്റ് അപ്രോച്ച്. നമ്മൾ ബാങ്ക് ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പ്ലാൻ വേണ്ട ബാങ്ക് ഓഡിറ്റിന് പോകുമ്പോൾ. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് ആ പ്ലാനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത്? ഒന്ന്, ബാങ്കിന്റെ എന്തൊക്കെ നേച്ചർ ഓഫ് ഓപ്പറേഷൻസ് ആണ്, അവിടെ ലെവൽ ഓഫ് ഓപ്പറേഷൻസ്, പിന്നെ അവിടെ എന്തൊക്കെ അഡ്വേഴ്സ് ഫീച്ചേഴ്സ് ഉണ്ടാവും, പിന്നെ അവരുടെ കംപ്ലയൻസുമായി ബന്ധപ്പെട്ട പോയിന്റ്, ആൻഡ് ലാസ്റ്റ് വൺ ഓഡിറ്റ് റിസ്ക്. ജസ്റ്റ് റീഡ് ഇറ്റ്. ഓക്കെ, നോട്ട് മച്ച് ഇമ്പോർട്ടൻറ്റ്, ജസ്റ്റ് റീഡ് ട്വൈസ്, ദാറ്റ്സ് ഇറ്റ്, ഡൺ. ഓക്കെ, അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നല്ല കേട്ടോ അത്. പിന്നെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എൻഗേജ്മെന്റ് ടീമുമായിട്ട് എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യേണ്ടത്, അതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? എൻഗേജ്മെന്റ് ടീമുമായിട്ട് എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യേണ്ടത്, അതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? എൻഗേജ്മെന്റ് ടീമുമായിട്ട് എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യേണ്ടത്? ഒന്ന് ഫ്യൂച്ചർ എറർ, ഒന്ന് പാസ്റ്റ് എറർ. സർ, ഫ്യൂച്ചർ എറർ എന്ന് വെച്ചാൽ എറർസ് മോർ ലൈക്ലി ടു ഒക്കർ. ഒന്ന് പാസ്റ്റ് എറർ, ഒന്ന് എറർസ് ഐഡന്റിഫൈഡ് ഇൻ ദ പ്രയർ ഇയേഴ്സ്. സോ ഒന്ന് ഫ്യൂച്ചർ എറർ, ഒന്ന് പാസ്റ്റ് എറർ. പിന്നെ ബാങ്കിന്റെ എംപ്ലോയീസ് എങ്ങനെയൊക്കെ ഫ്രോഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്, ദ മെത്തേഡ്സ് ബൈ വിച്ച് ഫ്രോഡ് മൈറ്റ് ബി പെർപെട്രേറ്റഡ് ബൈ ദ ബാങ്ക്സ് എംപ്ലോയീസ്. ഇനി ഓഡിറ്ററിന്റെ റെസ്പോൺസ്, ഇനി ഒരു ഫ്രോഡ് നടത്തി, അപ്പോൾ നമ്മൾ അതിനോട് എങ്ങനെ റെസ്പോണ്ട്? ഓഡിറ്റേഴ്സ് റെസ്പോൺസ് ടു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിസ്ക്, എൻഗേജ്മെന്റ് റിസ്ക്, പെർവേസീവ് റിസ്ക്, സ്പെസിഫിക് റിസ്ക്. ഓക്കെ ആണ്, EPS അല്ലെ, എൻഗേജ്മെന്റ് റിസ്ക്, പെർവേസീവ് റിസ്ക് ആൻഡ് സ്പെസിഫിക് റിസ്ക്. ആൻഡ് നെക്സ്റ്റ് പ്രൊഫഷണൽ സ്കെപ്റ്റിസിസത്തിന് ഡെഫിനിഷൻ പഠിച്ചിട്ടില്ല ചാപ്റ്റർ നമ്പർ 11. ആ ഡെഫിനിഷൻ അങ്ങനെ പറയാം. എന്താണ്? നീഡ് ടു മെയിൻറ്റെയിൻ പ്രൊഫഷണൽ സ്കെപ്റ്റിസിസം ത്രൂ ഔട്ട് ദ ഓഡിറ്റ്. അതിനകത്തുള്ള രണ്ടാമത്തെ പോയിന്റ് എന്തായിരുന്നു? ബീങ് അലർട്ട് ടു കണ്ടീഷൻ വിച്ച് ഇൻഡിക്കേറ്റ് പോസിബിൾ മിസ്റ്റേക്ക് എന്നൊരു പോയിന്റിലെ ആ പോയിന്റ് കൂടി പറയാം. എന്താണ്? നീഡ് ടു റിമെയിൻ അലർട്ട് ഫോർ ഇൻഫോർമേഷൻസ് ആൻഡ് അതർ കണ്ടീഷൻസ് വിച്ച് ഇൻഡിക്കേറ്റ് പോസിബിൾ മിസ്റ്റേക്സ്. സോ എന്തൊക്കെയാണ് ആസ് എൻ ഓഡിറ്റർ ഞാൻ ടീമിനോട് ഡിസ്കസ് ചെയ്യുന്നത്? ഒന്ന് ഫ്യൂച്ചർ എറർസ്, ഒന്ന് പാസ്റ്റ് എറർ. എറർസ് മോർ ലൈക്ലി ടു ഒക്കർ, എറർസ് ഐഡന്റിഫൈഡ് ഇൻ ദ പ്രയർ ഇയേഴ്സ്. നെക്സ്റ്റ്, മെത്തേഡ്സ് ബൈ വിച്ച് ബാങ്ക്സ് പേഴ്സൺ may conduct fraud. പിന്നെന്താണ്? ഓഡിറ്റേഴ്സ് റെസ്പോൺസ് ടു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിസ്ക്. പിന്നെ 2 പോയിന്റ് പ്രൊഫഷണൽ സ്കെപ്റ്റിസിസം. ആം ഐ ക്ലിയർ ടു യു? യെസ് സർ. ഇതെങ്ങനെ സർ ഓർത്ത് നോക്കുക? ഒന്ന് ഫ്യൂച്ചർ എറർ, പാസ്റ്റ് എറർ, പിന്നെ 2 പോയിന്റ് പ്രൊഫഷണൽ സ്കെപ്റ്റിസിസമായി ബന്ധപ്പെട്ട്, പിന്നെ ബാങ്കിന്റെ എംപ്ലോയീസ് എങ്ങനെ ഫ്രോഡ് ചെയ്യും, അതിനോടുള്ള നമ്മുടെ റെസ്പോൺസ്. ഡൺ. ഓക്കെ ആണോടാ? യെസ്. ഇനി ഇങ്ങനെ ഡിസ്കസ് ചെയ്താൽ അത് കാരണം ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്, അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഇത്തരം ഒരു ഡിസ്കഷൻ നടന്നു കഴിഞ്ഞാൽ മൈ എൻഗേജ്മെന്റ് ടീം വിൽ ബി ഹാവിംഗ് ആൻ ഐഡിയ that there is a possibility, there is a susceptibility that bank's financial statement can become materially misstated due to fraud, and how they are supposed to respond. Just because I had a discussion with my team member, now they are aware that there is a possibility that bank's financial statement could be materially misstated due to fraud, and how they are supposed to respond. Second, ഞാൻ ഇത് ഡിസ്കസ് ചെയ്തുകൊണ്ട് എനിക്ക് അറിയാൻ പറ്റും ഇത് ഇവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പണിയാണോ, ഞാൻ പുറത്തുനിന്ന് സ്പെഷ്യലിസ്റ്റിനെ കൊണ്ടുവരണോ, the need to involve specialists. And third one, I can delegate my work. If I had a discussion with my team members, accordingly I can understand who is the experienced team member, what is his capability. Accordingly I can delegate the work. Am I clear to you? Yes sir. So എന്തൊക്കെയാണ് 3 disadvantages ഒന്നുകൂടി just ഒന്ന് പറയാം. Just because I had a discussion with my team member, now they are aware that there is a possibility that the financial statement could become materially misstated due to fraud, and they know how they are supposed to respond. Second one, we will be able to understand how to delegate the work. And third one, we can also think whether there's a need to involve the specialist. SA 600 അല്ലേ അതെ, whether the involvement of other experts പറഞ്ഞില്ലേ? Yes, using the work of experts. So whether that's a need to involve specialist or not. Okay ആണോ? Yes sir. Next എന്താണ്? Okay, eligibility, qualification, disqualification എന്താണ്? ഒന്ന് same as that of the company auditor section 141 നമ്മൾ പഠിക്കുന്നുണ്ട്. ക്വാളിഫിക്കേഷൻ, ഡിസ്ക്വാളിഫിക്കേഷൻ ഒക്കെ സെയിം തന്നെയാണ് ഇവിടെ ബാങ്കിന്റെ ഓഡിറ്ററിനും ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. അപ്പോയിന്റ്മെന്റ് ഓഫ് ഓഡിറ്റർ എന്താണ് സർ? അപ്പോയിന്റ്മെന്റ് ഓഫ് ഓഡിറ്റർ ബാങ്കിങ് കമ്പനി ആണെങ്കിൽ, ബാങ്കിങ് കമ്പനി ആണല്ലോ, സോ ഷെയർ ഹോൾഡേഴ്സ് അറ്റ് AGM. ഇനി നാഷണലൈസ് ബാങ്ക് ആണെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അങ്ങ് തീരുമാനിച്ചോട്ടെ ആരാണ് ഓഡിറ്റർ എന്ന്. പക്ഷെ അതിന് മുന്നേ RBIയുടെ പ്രയർ അപ്രൂവൽ വേണം. PA എന്ന് പറഞ്ഞ പ്രയർ അപ്രൂവൽ. ഓക്കെ, RRB ആണെങ്കിൽ കുഞ്ഞു ബാങ്ക് തന്നെ തീരുമാനിച്ചോട്ടെ. പക്ഷെ അതിന് മുന്നേ ആരുടെ അപ്രൂവൽ വേണം? സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവൽ വേണം. വൺസ് അഗൈൻ ബാങ്കിങ് കമ്പനി ആണെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് തന്നെയായിരിക്കും അറ്റ് ദ AGM. നാഷണലൈസ്ഡ് ബാങ്ക് ആണെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് തീരുമാനിക്കട്ടെ, പക്ഷെ ആരുടെ അപ്രൂവൽ വേണം? RBIയുടെ അപ്രൂവൽ വേണം. RRB റൂറൽ ഏരിയസിലെ കുഞ്ഞു ബാങ്കിൽ അവർ തന്നെ തീരുമാനിച്ചോട്ടെ, പക്ഷേ അവിടെ ആരുടെ പെർമിഷൻ വേണം? സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവൽ വേണം. ദാറ്റ്സ് ഇറ്റ്. നെക്സ്റ്റ് വരുന്ന മക്കളെ റെമ്യൂണറേഷൻ. സോ റെമ്യൂണറേഷനകത്ത് വരുന്നത് ഫസ്റ്റ് പോയിന്റ് ഇസ് ബാങ്കിങ് കമ്പനിയുടെ റെമ്യൂണറേഷൻ തീരുമാനിക്കുന്നത് സെക്ഷൻ 142 ആണ്. എന്താണ് സെക്ഷൻ 142? ഇറ്റ്സ് എ ബാങ്കിങ് കമ്പനി ആയതുകൊണ്ട് കമ്പനീസ് ആക്ടിലെ സെക്ഷൻ 142 തന്നെയാണ് ഇവിടെയും ആപ്ലിക്കബിൾ ആവുന്നത്. അതേസമയത്ത് നാഷണൽ ബാങ്കോ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണെങ്കിലോ RBI തീരുമാനിക്കും, ഒറ്റക്കല്ല, സെൻട്രൽ ഗവൺമെന്റ് കൂട്ടിയേർക്കും. ഓക്കെ, RBI ഇൻ കൺസൾട്ടേഷൻ വിത്ത് സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കും തീരുമാനിക്കുക ആ ഓഡിറ്റിന്റെ റെമ്യൂണറേഷൻ എത്രയായിരിക്കണം എന്നുള്ളത്. ഓക്കെ ആണല്ലോ. പവേഴ്സ് ഒക്കെ നമ്മുടെ കമ്പനീസ് ആക്ടിൽ പറഞ്ഞ അതേ പവേഴ്സ് തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. നെക്സ്റ്റ്, ഓഡിറ്റേഴ്സ് റിപ്പോർട്ട്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഈ ചോദ്യം ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞത്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആസ് എൻ ഓഡിറ്റർ ഞാൻ എന്താ റിപ്പോർട്ട് ചെയ്യുന്നത്? ഒരു നാഷണലൈസ് ബാങ്കിന്റെ കേസിൽ അല്ലെങ്കിൽ ഞാൻ ഒരു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഓഡിറ്റർ ആണെന്ന് വിചാരിക്കുക. ആസ് എൻ ഓഡിറ്റർ ഞാൻ എന്താണ് സെൻട്രൽ ഗവൺമെന്റ് റിപ്പോർട്ട് ചെയ്യേണ്ടത്? പോയിന്റ് നമ്പർ 1, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആൻഡ് ഫെയർ ആണോ ഞാൻ റിപ്പോർട്ട് ചെയ്യണം. എന്താണ്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആൻഡ് ഫെയർ ആണോ ഞാൻ റിപ്പോർട്ട് ചെയ്യണം. ഓക്കെ ആണോ? ഇനി ഞാൻ എന്തെങ്കിലും ഇൻഫോർമേഷൻസോ എക്സ്പ്ലനേഷനോ മാനേജ്മെന്റ് എടുത്തോ ആ ബാങ്കിന്റെ മാനേജർ എടുത്തോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് അവർ തന്നിട്ടുണ്ടോ? തന്നത് ഞാൻ സാറ്റിസ്ഫൈഡ് ആണോ? വെദർ
in case he had called for any explanation or information, whether it has been given and whether it is satisfactory. Okay, or whether it is satisfactory. So first point എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആൻഡ് ഫെയർ ആണോ, ഞാൻ വല്ല ഇൻഫോർമേഷൻ എക്സ്പ്ലനേഷൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് തന്നിട്ടുണ്ടോ, തന്നതിൽ ഞാൻ സന്തുഷ്ടനാണ്. ദാറ്റ്സ് ഇറ്റ് ഓൾ. ഓക്കെ ആണോ? നെക്സ്റ്റ് പോയിന്റ് എന്താണ്, ബാങ്ക് ഏർപ്പെട്ടിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷനും ഈസ് ഇറ്റ് വിതിൻ ദ പവർ ഓഫ് ദ ബാങ്ക്, വെദർ ഓർ നോട്ട് ദ ട്രാൻസാക്ഷൻസ് ഓഫ് ദ ബാങ്ക് ദാറ്റ് ഹാവ് കം ടു ദ നോട്ടീസ് ഹാസ് ബീൻ മെയ്ഡ് വിതിൻ ദ പവർ ഓഫ് ദ ബാങ്ക്. നെക്സ്റ്റ്, ബാങ്കിന്റെ ബ്രാഞ്ചസിൽ നിന്നും കിട്ടിയിട്ടുള്ള ഡോക്യുമെന്റ്സ് വെദർ ഇറ്റ് ഈസ് അഡിക്വേറ്റ് ഫോർ ദ പർപ്പസ് ഓഫ് ഓഡിറ്റ് ആൻഡ് എനി അതർ മാറ്റർ വിച്ച് ഐ ഫീൽ ഐ ഷുഡ് ഇൻഫോം ടു ദ സെൻട്രൽ ഗവൺമെന്റ്. സോ എന്തൊക്കെയാ പറഞ്ഞിട്ടുള്ള പോയിന്റ്സ്? ഫസ്റ്റ് പോയിന്റ്സ് എന്താ പറയുന്നത്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആൻഡ് ഫെയർ ആണോ, ഞാൻ ചോദിച്ച ഇൻഫോർമേഷൻ എക്സ്പ്രഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഇൻ കേസ് ഹി ഹാഡ് കോൾഡ് ഫോർ എനി ഇൻഫോർമേഷൻ എക്സ്പ്രഷൻ വെദർ ഇറ്റ് ഹാസ് ബീൻ ഗിവൻ ആൻഡ് വെദർ ഹി ഈസ് സാറ്റിസ്ഫൈഡ്. നെക്സ്റ്റ്, ബാങ്ക് ഏർപ്പെട്ടുള്ള എല്ലാ ട്രാൻസാക്ഷൻ വെദർ ഇറ്റ് ഈസ് വിതിൻ ദ പവർ ഓഫ് ദ ബാങ്ക്. ആൻഡ് നെക്സ്റ്റ്, ബാങ്കിന്റെ ഏതെങ്കിലും ബ്രാഞ്ചസിൽ നിന്ന് ഞാൻ റിട്ടേൺസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ വെദർ ഇറ്റ് ഈസ് അഡിക്വേറ്റ് ഫോർ ദ പർപ്പസ് ഓഫ് ഓഡിറ്റ്, വെദർ ഇറ്റ് ഈസ് അഡിക്വേറ്റ് ഫോർ ദ പർപ്പസ് ഓഫ് ഓഡിറ്റ്. ഓക്കെ ആണോടാ മക്കളെ? യെസ് സർ. നെക്സ്റ്റ്, LFAR. LFAR എന്തൊക്കെയാണ് സാർ നിങ്ങൾ ആലോചിച്ച് നോക്കുന്നത്? ഒന്ന്, LFAR ഫുൾ ഫോം എന്താണ്? ലോങ് ഫോം ഓഡിറ്റ് റിപ്പോർട്ട്. എന്താണ് ലോങ് ഫോം ഓഡിറ്റ് റിപ്പോർട്ട്? ഇത് ആരാണ് സാർ സബ്മിറ്റ് ചെയ്യേണ്ടത്? ഇറ്റ് ഹാസ് ടു ബി സബ്മിറ്റഡ് ബൈ ദ ഓഡിറ്റേഴ്സ്. ഇത് ആരാണ് സബ്മിറ്റ് ചെയ്യുന്നത്? LFAR ഓഡിറ്റേഴ്സ്. ഇറ്റ്സ് ഒരു ഓഡിറ്റ് റിപ്പോർട്ട് ആണ്. സോ ആരാ സബ്മിറ്റ് ചെയ്യുക? ഓഡിറ്റർ ആണ്, ബാങ്ക് അല്ല. LFAR ഫുൾ ഫോം എന്താണ്? ലോങ് ഫോം ഓഡിറ്റ് റിപ്പോർട്ട്. സോ ഇറ്റ്സ് എൻ ഓഡിറ്റ് റിപ്പോർട്ട്. സോ ഇറ്റ് ഹാസ് ടു ബി സബ്മിറ്റഡ് ബൈ ദ ഓഡിറ്റർ. സോ ഏത് ഓഡിറ്റർ ആണ് സാർ സബ്മിറ്റ് ചെയ്യുന്നത്? പബ്ലിക് സെക്ടർ, പ്രൈവറ്റ് സെക്ടർ, ഫോറിൻ ബാങ്ക്, എല്ലാ ബാങ്കിന്റെ ബ്രാഞ്ചസ് ഇന്ത്യയിലാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? സബ്മിറ്റ് ചെയ്യണം. നെക്സ്റ്റ് എന്താ പറയുക? ഇറ്റ് ഷുഡ് ബി സബ്മിറ്റഡ് ബിഫോർ 30th June every year. It should be submitted before 30th June every year. Next, ഈ LFAR ഓഡിറ്റ് റിപ്പോർട്ടിന്റെ വിഷയങ്ങളൊക്കെ ആരാണ് സർ സ്പെസിഫൈ ചെയ്ത്? RBI ആണ്. RBI ആണ്. The matters to be specified in the LFAR is decided by RBI. പിന്നെ 30th June മുന്നേ കൃത്യമായിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് വി നീഡ് പ്രോപ്പർ പ്ലാനിങ്. പിന്നെ ഈ നമ്മുടെ ഓഡിറ്റ് റിപ്പോർട്ടിനകത്ത് എക്സിക്യൂട്ടീവ് സമ്മറി എന്ന് പറയുന്ന സംഭവം കാണത്തില്ല. ഓക്കെ ആണോടാ? ഓക്കെ ആണോ? യെസ്. നോക്കിയിട്ട് അതേ പോയിന്റ് ഇവിടെ പറഞ്ഞു. നോക്കിയിട്ട് ഓഡിറ്റേഴ്സ് ഓഫ് പബ്ലിക് സെക്ടർ, പ്രൈവറ്റ് സെക്ടർ, ഫോറിൻ ബാങ്ക് ഹാസ് ടു ഗിവ് ദിസ് LFAR. പിന്നെ ഇതിന്റെ the matters which an auditor has to report has been specified by RBI അല്ലെ. പിന്നെ എപ്പോഴും നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത് 30th June every year. പിന്നെ കറക്റ്റ് സമയത്ത് സബ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് എന്ത് വേണം? പ്രോപ്പർ പ്ലാനിങ് ഈസ് റിക്വയർഡ്. ആൻഡ് ഇതിനകത്ത് എന്തുണ്ടാവില്ല? ഡസ് നോട്ട് റിക്വയർ എക്സിക്യൂട്ടീവ് സമ്മറി. ദാറ്റ് ഈസ് ഓൾ അബൌട്ട് LFAR. നെക്സ്റ്റ് ഈസ് ഓൾസോ another important question. RBI ക്കുള്ള റിപ്പോർട്ടിംഗ് എന്താണ്? റിപ്പോർട്ടിംഗ് ടു RBI എന്താണ് പറഞ്ഞത്? അവിടെ ഒരു കമ്മിറ്റി ഉണ്ട്. എന്ത് കമ്മിറ്റി? കൊളാബ് കമ്മിറ്റി. എന്താണ് മക്കളെ? കൊളാബ് കമ്മിറ്റി. എന്താണ് സർ കൊളാബ് എന്ന് പറഞ്ഞാൽ? കമ്മിറ്റി ഓൺ ലീഗൽ ആസ്പെക്ട് ഓഫ് ബാങ്ക് ഫ്രോഡ്. എന്താണ്? കമ്മിറ്റി ഓൺ ലീഗൽ ആസ്പെക്ട്സ് ഓഫ് ബാങ്ക് ഫ്രോഡ്. ഈ കമ്മിറ്റി കുറച്ച് റെക്കമെൻഡേഷൻ നൽകിയിട്ടുണ്ട്. ഈ റെക്കമെൻഡേഷൻ എല്ലാ ബാങ്കിനും ആപ്ലിക്കബിൾ ആണ് എക്സെപ്റ്റ് RRB. അപ്പൊ ഈ കൊളാബ് കമ്മിറ്റി എന്തുമായി ബന്ധപ്പെട്ട റെക്കമെൻഡേഷൻ നൽകിയിട്ടുള്ളത്? ഫ്രോഡുമായി ബന്ധപ്പെട്ട റെക്കമെൻഡേഷൻ ആണ് നൽകിയിട്ടുള്ളത്. അപ്പൊ ഈ ഫ്രോഡുമായി ബന്ധപ്പെട്ട റെക്കമെൻഡേഷൻ ആർക്കാണ് ആപ്ലിക്കബിൾ അല്ലാതെ? RRBക്ക് ആപ്ലിക്കബിൾ അല്ല മക്കളെ. RRBക്ക് ആപ്ലിക്കബിൾ അല്ല. മാർക്ക് ചെയ്ത് വെച്ചോ, MCQ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ കൊളാബ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ ആർക്കാണ് ആപ്ലിക്കബിൾ അല്ലാതെ? RRBക്കാണ് മക്കളെ ആപ്ലിക്കബിൾ അല്ലാത്തത്. എന്താണ് സർ ഈ ഒരു കമ്മിറ്റി സർക്കുലറിൽ പറഞ്ഞിട്ടുള്ളത്? ഇവിടെ പറയുന്നു, ഒരു അക്കൗണ്ടിംഗ് പ്രൊഫഷണൽ അയാൾ ചെയ്യുന്ന ഇന്റർണൽ ഓഡിറ്റിനകത്തോ എക്സ്റ്റേണൽ ഓഡിറ്റിനകത്തോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഓഡിറ്റിനകത്തോ ഇഫ് ഹി ഫൈൻഡ്സ് എനിത്തിങ് സസെപ്റ്റബിൾ ടു ഫ്രോഡ് ഓർ ഫ്രോഡുലന്റ് ആക്ടിവിറ്റി, ആക്ട് ഓഫ് എക്സസ് പവർ ഓർ സ്മെൽസ് എനി ഫൗൾ പ്ലേ അങ്ങനെയാണെങ്കിൽ ഹി ഷുഡ് റെഫർ ദിസ് മാറ്റർ ടു ദ റെഗുലേറ്റർ. എന്താ പറയുന്നത്? ഒരു അക്കൗണ്ടിംഗ് പ്രൊഫഷണൽ വെദർ ഹീസ് എ CA, CMA, CES എന്തെങ്കിലും ആയിക്കോട്ടെ, ഒരു പ്രൊഫഷണൽ അയാൾ ഇന്റർണൽ ഓഡിറ്റ് ചെയ്യുമ്പോഴോ എക്സ്റ്റേണൽ ഓഡിറ്റ് ചെയ്യുമ്പോഴോ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഓഡിറ്റ് ചെയ്യുന്ന സമയത്തോ എന്തെങ്കിലും ഒരു വിഷയം സസെപ്റ്റബിൾ ടു ഫ്രോഡ് ഓർ ഫ്രോഡുലന്റ് ആക്ടിവിറ്റി അല്ലെങ്കിൽ ആക്ട് ഓഫ് എക്സസ് പവർ അല്ലെങ്കിൽ സ്മെൽസ് എനി ഫൗൾ പ്ലേ കണ്ടിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും തരികിട മണത്തിട്ടുണ്ടെങ്കിൽ, ഹി ഷുഡ് റെഫർ ദിസ് മാറ്റർ ടു ദ റെഗുലേറ്റർ ആൻഡ് എനി ഡെലിബറേറ്റ് ഫെയിലിയർ ദ ഓഡിറ്റർ ഹിംസെൽഫ് വിൽ റെൻഡർ ലയബിൾ ഫോർ ദ ആക്ഷൻ. മനഃപൂർവ്വം പറയാതിരുന്നാൽ അതിന് ഓഡിറ്റർ തന്നെ ലയബിൾ ആകേണ്ടതായി. പിന്നെ രണ്ട് സ്റ്റാൻഡേർഡിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഒന്ന് SA 250, ഒന്ന് SA 240. ഒന്ന് SA 250, ഒന്ന് SA 240. രണ്ട് സ്റ്റാൻഡേർഡ് ഇപ്പോഴത്തെ നമ്മുടെ സിലബസിൽ കവർ ചെയ്യുന്നില്ല. പക്ഷേ ഇതിൽ വളരെ സിമ്പിൾ ആണ്. SA 250 എന്ന് പറഞ്ഞാൽ കൺസൾട്ടേഷൻ ഓഫ് ലോ ആൻഡ് റെഗുലേഷൻ. അതിനകത്ത് ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് പറയുന്നത് എന്താണ്? ദ ഡ്യൂട്ടി ഓഫ് കോൺഫിഡൻഷ്യാലിറ്റി ഈസ് ഓവർ റിഡൻ ബൈ ദ സ്റ്റാറ്റ്യൂട്ട്. നിങ്ങൾ കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യേണ്ട, കോൺഫിഡൻഷ്യാലിറ്റിനേക്കാളും ഒരുപടി മുന്നിലാണ് ആരുള്ളത്? നിയമമുള്ളത്. ദ ഡ്യൂട്ടി ഓഫ് കോൺഫിഡൻഷ്യാലിറ്റി ഈസ് ഓവർ റിഡൻ ബൈ സ്റ്റാറ്റ്യൂട്ട്, ലോ ഓർ കോഡ്. പിന്നെ ഫ്രോഡിനെ കുറിച്ചും പറയുന്നുണ്ട്. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ ആണോടാ? യെസ് സർ. പിന്നെ കണ്ടക്ടിങ് ആൻഡ് ഓഡിറ്റ്. സർ കണ്ടക്ടിങ് ഓഡിറ്റ് വലിയ ടോപ്പിക്കാണ് സർ, ഇത്രയും പഠിക്കേണ്ട ആവശ്യമുണ്ട് സർ? ഇല്ല സർ, പഠിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞ ടോപ്പിക്ക് മാത്രം നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. അതിൽ ഫസ്റ്റ് വരുന്ന ടോപ്പിക് ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ പോയിന്റ് നമ്പർ 5, അണ്ടർസ്റ്റാൻഡിങ് ദ റിസ്ക് മാനേജ്മെന്റ് പ്രോസസ്. ഒരു ബാങ്കിനെ സംബന്ധിച്ചുണ്ടാകുന്ന റിസ്ക് എന്തൊക്കെയാണ് സർ? ബാങ്കിൽ നിന്ന് ഒരുപാട് പേര് ലോൺ എടുക്കും. ആ ലോൺ തിരിച്ചടച്ചില്ലെങ്കിൽ ബാങ്കിന് റിസ്ക് ആണ് സർ. കൊടുത്ത പൈസ അത്രയും നഷ്ടമാവും സർ. യെസ് സർ. അപ്പൊ അണ്ടർസ്റ്റാൻഡിങ് ദ റിസ്ക് മാനേജ്മെന്റ് പ്രോസസ്. അപ്പൊ റിസ്ക് മാനേജ് ചെയ്യാൻ വേണ്ടി ബാങ്ക് ഇംപ്ലിമെന്റ് ചെയ്യുന്ന പ്രോസസ്സുകളുണ്ട്. ഈ പ്രോസസ്സുകൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ഓവർ സൈറ്റ് ആൻഡ് ഇൻവോൾവ്മെന്റ്.
ഇൻ ദ കൺട്രോൾ പ്രോസസ് ബൈ TCWG. TCWയുടെ പ്രസൻസ് ഉണ്ടാവണം. അപ്പൊ ഈ റിസ്ക് മാനേജ് ചെയ്യാനുള്ള കൺട്രോൾസ് അവർ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്. ഈ കൺട്രോൾസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് സൂപ്പർവൈസ് ചെയ്താൽ മാത്രം പോലും അതിനകത്ത് ഇൻവോൾവും കൂടി ചെയ്യണം. ആര്? TCWG. ഓവർസൈറ്റ് ആൻഡ് ഇൻവോൾവ്മെന്റ് ഇൻ ദ കൺട്രോൾ പ്രോസസ് ബൈ TCWG oversight and involvement in the control process by the TCWG. Okay, TCWG should approve return risk management policies. So risk management policy ആരാണ് അപ്രൂവ് ചെയ്യേണ്ടത്? TCWG ആണ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഷുഡ് അപ്രൂവ് ദ return risk management policy. These policies should be consistent with bank's business objectives. Next, okay, നമുക്ക് ഈ റിസ്ക് മാനേജർ നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത്? റിസ്കിനെ കണ്ടുപിടിക്കണം. സോ ഐഡന്റിഫിക്കേഷൻ, മെഷർമെന്റ് ആൻഡ് മോണിറ്ററിംഗ് ഓഫ് റിസ്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിനെ കൺട്രോൾ ചെയ്യണം. കൺട്രോൾ ആക്ടിവിറ്റീസ്, ഈ കൺട്രോൾ ആക്ടിവിറ്റീസ് മാത്രം ചോദിച്ചിട്ടുണ്ട് 2 മാർക്ക് എക്സാമിന്. എന്തൊക്കെയാണ് ബാങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്ന കൺട്രോൾസ്? ഒന്ന്, സെഗ്രിഗേഷൻ ഓഫ് ഡ്യൂട്ടീസ്. പിന്നെന്താണ്? വെരിഫിക്കേഷൻ ഓഫ് ആൻഡ് അപ്രൂവൽ ഓഫ് ട്രാൻസാക്ഷൻസ് എന്തെങ്കിലും നടക്കണമെങ്കിൽ അപ്രൂവൽ വേണം, വെരിഫിക്കേഷൻ വേണം. ഫിസിക്കൽ സെക്യൂരിറ്റീസ്, കണ്ടിൻജൻസി പ്ലാനിങ്, സെറ്റിംഗ് അപ്പ് ലിമിറ്റ്, റിപ്പോർട്ടിംഗ്, അപ്രൂവൽ ഓഫ് എക്സെപ്ഷൻ. അവിടെ എന്തെങ്കിലും എക്സെപ്ഷൻ അത് റിപ്പോർട്ട് ചെയ്യണം, അതിന് അപ്രൂവൽ വാങ്ങണം. പിന്നെ റിപ്പോർട്ടിംഗ് ഓഫ് പൊസിഷൻസ്. ഒരു 5-6 പോയിന്റുകൾ നിങ്ങൾ മിനിമം ഓർത്ത് വെക്കണം. ഒരു 5-6 പോയിന്റുകൾ മിനിമം ഓർത്ത് വെക്കണം. സാർ ഇതെങ്ങനെ സാർ ഓർത്ത് വെക്കുക? എടാ സിമ്പിൾ ആടാ. ഒന്നില്ല, നോക്കേ. അയ്യോ സോറിടാ, എന്തൊക്കെയാ പറഞ്ഞത്? ഒന്ന്, സെഗ്രിഗേഷൻ ഓഫ് ഡ്യൂട്ടി. ഓക്കെ, നമുക്കറിയാം സാർ. വെരിഫിക്കേഷൻ ആൻഡ് അപ്രൂവൽ ഓഫ് ട്രാൻസാക്ഷൻ മാത്രം മതിയോ? അല്ല, റിപ്പോർട്ടിംഗ് ആൻഡ് അപ്രൂവൽ ഓഫ് എക്സെപ്ഷൻ. ട്രാൻസാക്ഷൻസ് നമ്മൾ അപ്രൂവ് ചെയ്യണം, എക്സെപ്ഷൻ നമ്മൾ അപ്രൂവ് ചെയ്യണം. പിന്നെ ഫിസിക്കൽ സെക്യൂരിറ്റീസ് വേണം, കണ്ടിൻജൻസി പ്ലാനിംഗ് വേണം. പിന്നെ റിക്കൺസൈലേഷൻ ഓഫ് പൊസിഷൻ ആൻഡ് റിസൾട്ട്സ്, സെറ്റിംഗ് അപ്പ് ലിമിറ്റ്. ദാറ്റ്സ് ഡൺ. അപ്പൊ കൺട്രോൾസ് കുറെ ഇംപ്ലിമെന്റ് ചെയ്തല്ലോ. ഈ കൺട്രോൾസ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് മോണിറ്റർ ചെയ്യണം. നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത കൺട്രോൾ ഒക്കെ പ്രോപ്പർലി വർക്ക് ആവുന്നുണ്ടോ ഒന്ന് നമ്മൾ റെഗുലർലി എന്ത് ചെയ്യണം? ഒന്ന് അസസ് ചെയ്തിട്ട് അതൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം. ആൻഡ് ഫൈനലി, റിലയബിൾ ഇൻഫോർമേഷൻ സിസ്റ്റം. ബാങ്ക് യൂസ് ചെയ്യുന്ന എല്ലാ ഇൻഫോർമേഷൻ സിസ്റ്റം റിലയബിൾ ആയിരിക്കണം. കാരണം ഈ ഇൻഫോർമേഷൻ സിസ്റ്റത്തിൽ നിന്ന് കിട്ടുന്ന ഡാറ്റ വെച്ചിട്ടാണ് ബാങ്കിലെ മാനേജ്മെന്റ് എന്ത് ചെയ്യുന്നത്? ഡിസിഷൻസ് എടുക്കുന്നത്. സോ ഇത്രയും പോയിന്റ്സ് ഓർത്ത് വെക്കണം. 1, TCWGയുടെ ഇൻവോൾവ്മെന്റ്. 2, റിസ്കിനെ ഐഡന്റിഫൈ ചെയ്യുക. 3, കൺട്രോൾസ് ഇംപ്ലിമെന്റ് ചെയ്യുക. പിന്നെ മോണിറ്റർ ചെയ്യുക. ആൻഡ് ഫൈനലി എന്താണ്? റിലയബിൾ ഇൻഫോർമേഷൻ സിസ്റ്റം. ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദാറ്റ് ടോപ്പിക്. ഓക്കെ, പിന്നെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ടോപ്പിക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ട്രെസ് ടെസ്റ്റിംഗ്. ഒന്നുള്ള സ്ട്രെസ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബാങ്കിന്റെ സോഫ്റ്റ്വെയറിലൊക്കെ അവർ പരിധിയിൽ കൂടുതൽ ട്രാൻസാക്ഷൻസ് കൊടുക്കും. ഓക്കെ, ആ ട്രാൻസാക്ഷൻസ് ഒരുമിച്ച് ഒരുപാട് ട്രാൻസാക്ഷൻസ് കൊടുക്കും. ആ സോഫ്റ്റ്വെയറിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാൻ വേണ്ടി. അതാണ് സ്ട്രെസ് ടെസ്റ്റിംഗ്. അവിടെ സ്ട്രെസ് ടെസ്റ്റ് ചെയ്യണം. ഇപ്പൊ തന്നെ നിങ്ങൾ CA പരീക്ഷ ഒരുപാട് ടോപ്പിക്സ് ഒരുമിച്ച് 1.5 ദിവസം കൊണ്ട് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പഠിക്കണം. അത് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇഫ് യു ആർ ഏബിൾ ടു ഹാൻഡിൽ, നിങ്ങളുടെ സ്ട്രെസ് ടെസ്റ്റിംഗ് നിങ്ങൾ പാസ്സായിരിക്കുന്നു. ഇപ്പൊ തന്നെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പൊ നിങ്ങൾ പോകുന്ന പ്രൊസീജിയർ ഉണ്ടല്ലോ, ഇത് തന്നെയാണ് സ്ട്രെസ് ടെസ്റ്റിംഗ്. എന്താണ്? ഒരുപാട് കണ്ടന്റുകൾ നിങ്ങൾ ഒരുമിച്ച് പഠിക്കാൻ വേണ്ടി നിങ്ങളോട് പറയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് സ്ട്രെസ് ടെസ്റ്റിംഗ്. അതിന്റെ ബാങ്കിങ് വെർഷൻ ആണ് ഈ സ്ട്രെസ് ടെസ്റ്റിംഗ്. എന്താണ്? ഇറ്റ്സ് എ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ദാറ്റ് ഡിറ്റർമൈൻസ് ദ റോബസ്റ്റ്നെസ് ഓഫ് ദ സോഫ്റ്റ്വെയർ ബൈ ടെസ്റ്റിംഗ് ബിയോണ്ട് ദ ലിമിറ്റ് ഓഫ് നോർമൽ ഓപ്പറേഷൻ. സോ നോർമലി പോകുന്ന ട്രാൻസാക്ഷന്റെ 10 ഇരട്ടി ട്രാൻസാക്ഷൻ ഒരുമിച്ച് കൊടുത്തിട്ട് ആ സോഫ്റ്റ്വെയറിനെ കൃത്യമായി അത് കൺട്രോൾ ചെയ്യാൻ പറ്റും, ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് ചെക്ക് ചെയ്യുന്നതാണ് സ്ട്രെസ് ടെസ്റ്റിംഗ്. പിന്നെ എന്തൊക്കെ റിപ്പോർട്ട്സ് ആണ് നമ്മൾ വായിക്കണത് ബാങ്ക് ഓഡിറ്റിന് പോകുന്ന സമയം? ഇപ്പൊ നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ നിങ്ങൾ എന്തൊക്കെ വായിക്കുന്നുണ്ട്? നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുന്നുണ്ട്, RTP MTP ഒക്കെ വായിച്ചിട്ടല്ലേ പോകാറുള്ളത്. അതേപോലെ തന്നെ ബാങ്കിന്റെ ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന മുമ്പ് നിങ്ങൾ എന്തൊക്കെ റിപ്പോർട്ട് വായിക്കണം? നിങ്ങൾ പ്രീവിയസ് ഇയർ ഓഡിറ്റ് റിപ്പോർട്ട് വായിക്കണം. ജസ്റ്റ് ലൈക്ക് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വായിക്കുന്ന പോലെ തന്നെ. അത് മാത്രം നമ്മൾ MTP RTP വായിക്കല്ലേ. അതുപോലെ തന്നെ ബാങ്കിന്റെ ലേറ്റസ്റ്റ് ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് ഓഫ് ദ ബാങ്ക്സ് ഓഫീസ്, RBIയുടെ ലേറ്റസ്റ്റ് ഇൻസ്പെക്ഷൻ റിപ്പോർട്ട്, ബാങ്കിന്റെ ഒഫീഷ്യൽസിന്റെ ലേറ്റസ്റ്റ് ഇൻസ്പെക്ഷൻ റിപ്പോർട്ട്. സോ ഫസ്റ്റ് 3 പോയിന്റ് എന്തൊക്കെയാണ്? 1, പ്രീവിയസ് ഇയർ ഓഡിറ്റ് റിപ്പോർട്ട്. 2, ബാങ്കിന്റെ ഇൻസ്പെക്ഷൻ റിപ്പോർട്ട്. 3, RBIയുടെ ഇൻസ്പെക്ഷൻ റിപ്പോർട്ട്. പിന്നെ ഇന്റർണൽ ഓഡിറ്റ് റിപ്പോർട്ട്. പിന്നെ റിപ്പോർട്ട് ഓൺ വെരിഫിക്കേഷൻ ഓഫ് സെക്യൂരിറ്റി. പിന്നെ ഇനി അതർ ഇന്റർണൽ റിപ്പോർട്ട്. പിന്നെ മാനേജേഴ്സ് ചാർജ് ഹാൻഡ്ലിംഗ് റിപ്പോർട്ട്. ഇപ്പോൾ ഒരു മാനേജർ മാറിയിട്ട് പുതിയൊരു മാനേജർ വരുന്ന സമയത്ത് അവർ ചാർജ് ഹാൻഡ്ലിംഗ് ഓവർ റിപ്പോർട്ട് ഉണ്ടാവും. അതും നമ്മൾ എന്ത് ചെയ്യണം? വായിച്ചു നോക്കണം. ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദ ഫസ്റ്റ് ടോപ്പിക്. നമ്മുടെ ഇവിടം വരെ നിങ്ങൾക്ക് ഓക്കെ ആണോ മക്കളെ? ഇവിടം വരെ ഓക്കെ ആണോ നിങ്ങൾക്ക്? ഫൈൻ ആണോ? യെസ് സർ. നെക്സ്റ്റ് ടോപ്പിക് നമുക്ക് പഠിക്കാനുള്ളത് അഡ്വാൻസസ് ആണ്. അഡ്വാൻസസ് എന്ന് പറയുന്ന അഡ്വാൻസസ് എന്ന് പറഞ്ഞാൽ ബാങ്ക് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ലോൺ, അതിനാണ് എന്ത് വിളിക്കുന്നത്? അഡ്വാൻസസ് അല്ലെ. ദ എമൗണ്ട് ഓഫ് മണി ഗിവൺ ബൈ ബാങ്ക് ടു ദ ബോറോവർ ആസ് എ ലോൺ വിത്ത് എൻ എഗ്രിമെന്റ് ദാറ്റ് മണി വിൽ ബി റീപെയ്ഡ്. ഒന്നുമില്ല, സിമ്പിൾ. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് പഠിക്കുന്നത് ടൈപ്സ് ഓഫ് അഡ്വാൻസസ്. 2 ടൈപ്പ് ഓഫ് അഡ്വാൻസസ് ഉണ്ട്, 2 ടൈപ്പ് ഓഫ് ലോൺ ഉണ്ട്. ഒന്ന് ഫണ്ടഡ് ലോൺ, ഒന്ന് നോൺ ഫണ്ടഡ് ലോൺ. ഒന്ന് ഫണ്ടഡ് ലോൺ ഫണ്ടഡ് ലോൺ എന്ന് പറയുന്നത് ദാറ്റ്സ് ആൻ ആക്ച്വൽ ട്രാൻസ്ഫർ ഓഫ് ഫണ്ട് ഫ്രം ദ ബാങ്ക് ടു ദ ബോറോവർ. നോൺ ഫണ്ടഡ് ദാറ്റ് ഇസ് നോ സച്ച് കൈൻഡ് ഓഫ് ട്രാൻസ്ഫർ. സർ വൺസ് അഗൈൻ സർ, ഫണ്ടഡ് ലോൺ
എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് ആക്ച്വൽ ട്രാൻസ്ഫർ ഓഫ് ഫണ്ട് ഫ്രം ദ ബാങ്ക് ടു ദ ബോറർ. ബാങ്ക് ബോറോവറിന് പൈസ ശരിക്കും കൊടുക്കുന്നുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഗോൾഡ് ലോൺ, ഞാൻ ഗോൾഡ് വെച്ചിട്ട് ലോൺ എടുക്കുമ്പോൾ ബാങ്ക് എനിക്ക് പൈസ തരുന്നുണ്ട്. ദാറ്റ്സ് ആക്ച്വൽ ട്രാൻസ്ഫർ ഓഫ് ഫണ്ട് ഫ്രം ദ ബാങ്ക് ടു ദ ബോറോവർ. അതേസമയം നോൺ ഫണ്ടഡ് ഫെസിലിറ്റീസിന്റെ എക്സാമ്പിൾ എന്താണ്? ബാങ്ക് ഗ്യാരണ്ടി. എനിക്ക് തേർഡ് പാർട്ടിക്ക് ഞാൻ പൈസ കൊടുക്കാണ്ട്, എനിക്ക് വേണ്ടി ഗ്യാരണ്ടി തന്നത് ബാങ്ക് ആണെന്ന് വിചാരിക്കുക. ഞാൻ പൈസ കൊടുത്തിട്ട് ബാങ്ക് ആർക്ക് പൈസ കൊടുക്കും? തേർഡ് പാർട്ടിക്ക് പൈസ കൊടുക്കും. സോ ബാങ്ക് ബോറോവർക്കല്ല, ബാങ്ക് തേർഡ് പാർട്ടിക്കാണ് അവിടെ പൈസ കൊടുത്തത്. ദാറ്റ് ഈസ് നോ ആക്ച്വൽ ട്രാൻസ്ഫർ ഓഫ് ഫണ്ട് ഫ്രം ദ ബാങ്ക് ടു ദ ബോറോവർ. സോ ഫണ്ടഡ് ലോൺ, നോൺ ഫണ്ടഡ് ലോൺ. ആം ഐ ക്ലിയർ ടു യു? യെസ് സർ, ഗോട്ട് ഇറ്റ് സർ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് എന്താ? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലോൺ ഉണ്ട്. ഡിഫറെന്റ് ടൈപ്സ് ക്ലാസിഫിക്കേഷൻ ഓഫ് അഡ്വാൻസ്, സെക്ടർ വൈസ്, സെക്യൂരിറ്റി വൈസ്, പ്രൂഡൻഷ്യൽ നോം വൈസ്. ഓക്കെ, സെക്ടർ വൈസ് എന്തൊക്കെയാണ്? പ്രയോറിറ്റി സെക്ടർ ഉണ്ട്, നോൺ പ്രയോറിറ്റി സെക്ടർ ഉണ്ട്. സോ ഫസ്റ്റ് നമുക്ക് പ്രയോറിറ്റി സെക്ടർ എന്തൊക്കെയാണെന്ന് പഠിക്കാം. സോ പ്രയോറിറ്റി സെക്ടറിനകത്ത് 4 കാറ്റഗറി വരുന്നുണ്ട്. എന്തൊക്കെയാണ്? ഒന്ന് MSME, അഗ്രികൾച്ചർ, ഹൗസിംഗ്, എഡ്യൂക്കേഷൻ. അത് നമ്മൾ എന്തായാലും വിളിക്കുക മാഹിറേ. മാഹി എന്ന് പറയുന്നത് എന്താണ്? മാഹിയിലെ പെമ്പിള്ളേരെ കണ്ടുക, നല്ല മൊഞ്ചുള്ള പെമ്പിള്ളേരെ കണ്ടുക, കണ്ടിട്ടില്ല വാ, നല്ല മാഹിയിലേക്ക് വാ. അപ്പൊ മാഹി എന്ന് പറയുന്ന മക്കളെ MSME, അഗ്രികൾച്ചർ, ഹൗസിംഗ്, എഡ്യൂക്കേഷൻ. മാഹി എന്ന് പറയുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് എന്താ ഓർമ്മ വരുന്നത്? ഓർമ്മ വരുന്നത്? അതന്നെ, വെള്ളം അല്ലെ, വെള്ളടി. മാഹിയിലേക്ക് ആളുകൾ പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കുപ്പി വാങ്ങാൻ വേണ്ടിയിട്ടാണ് അല്ലെ. സോ ആ മാഹിനെ ഓർത്ത് വെച്ചാൽ മതി, പ്രയോറിറ്റി സെക്ടർ കിട്ടും. ഓക്കെ, സോ പ്രയോറിറ്റി സെക്ടർ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് അതായത് ഈ പറഞ്ഞ 4 കാറ്റഗറി MSME, അഗ്രികൾച്ചർ, ഹൗസിംഗ്, എഡ്യൂക്കേഷൻ, ഈ 4 കാറ്റഗറിയിലേക്ക് ഒരു ബാങ്ക് ലോൺ കൊടുക്കുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സർവീസ് ചാർജ്, ഇൻട്രസ്റ്റ്, സാങ്ഷൻ കൊടുക്കേണ്ട എന്തൊക്കെ രജിസ്റ്റർ ചെയ്യേണ്ടത്, ഇതൊക്കെ ആരാ തീരുമാനിക്കുക? RBI ഒരു ഗൈഡ് ലൈൻ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അതായത് ഈ പ്രയോറിറ്റി സെക്ടർക്ക് ലോൺ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് RBI ഒരു ഗൈഡ് ലൈൻസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അത് എത്ര ചാർജ് പിടിക്കണം, എത്ര ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യണം, എന്തൊക്കെ രജിസ്റ്റർ ചെയ്യണം, എന്തൊക്കെ, എപ്പോഴാണ് ലോൺ സാങ്ഷൻ ചെയ്യുന്നത്, എപ്പോഴാണ് ലോൺ കൊടുക്കേണ്ടത്, ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഗൈഡ് ലൈൻസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല RBI ഹാസ് ഓൾസോ ഇഷ്യൂ ടാർഗറ്റ്സ് ഫോർ ദ ബാങ്ക് ഫോർ ലെൻഡിംഗ് ടു പ്രയോറിറ്റി സെക്ടർ. RBI ഇവർക്ക് ടാർഗറ്റ്സും കൊടുത്തിട്ടുണ്ട്. ഓക്കെ ആണോ? ഇതാണ് പ്രയോറിറ്റി സെക്ടർ. ഓക്കെ, നെക്സ്റ്റ് ആഫ്റ്റർ സെക്ടർ വൈസ് കംസ് എന്താണ്? സെക്യൂരിറ്റി വൈസ്. ഓക്കെ, സെക്യൂരിറ്റി വൈസ്, അത് സെക്യൂരിറ്റി വാങ്ങിയിട്ട് കൊടുക്കുന്നവരാണ്. അപ്പോൾ ഈ സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഒന്ന് പ്രൈമറി സെക്യൂരിറ്റി, അടുത്തത് കൊളാട്രൽ സെക്യൂരിറ്റി. സർ, പ്രൈമറി സെക്യൂരിറ്റി, കൊളാട്രൽ സെക്യൂരിറ്റി എന്ന് വെച്ചാൽ എന്താണ്? പ്രൈമറി സെക്യൂരിറ്റി എന്ന് വെച്ചാൽ ഏത് സെക്യൂരിറ്റിക്ക് എഗെയിൻസ്റ്റ് ആണ് ബാങ്ക് നമുക്ക് ലോൺ തരുന്നത്, അതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? പ്രൈമറി സെക്യൂരിറ്റി. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഞാൻ എൻ്റെ കറണ്ട് അസറ്റ്സിന്റെ സെക്യൂരിറ്റി ആയിട്ട് വെച്ചിട്ട് ലോൺ എടുത്താൽ എൻ്റെ കറണ്ട് അസറ്റ്സ് ആണ് എന്ത്? പ്രൈമറി സെക്യൂരിറ്റി. ചില സമയത്ത് ബാങ്കിന് തോന്നും ഈ കറണ്ട് അസറ്റ്സ് മാത്രം പോരാ, സ്റ്റോക്ക് മാത്രം പോരാ, വേറെ എന്തെങ്കിലും എക്സ്ട്രാ വേണം. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് ഒരാൾ ജാമ്യം നിന്നു, ഗ്യാരണ്ടി നിന്നു വിചാരിക്കുക. ആ ഗ്യാരണ്ടി ആണ് എന്ത്? കൊളാട്രൽ സെക്യൂരിറ്റി. ഓക്കെ, സോ കൊളാട്രൽ സെക്യൂരിറ്റി ഇസ് അഡീഷണൽ സെക്യൂരിറ്റി. പ്രൈമറി സെക്യൂരിറ്റി ഇസ് സെക്യൂരിറ്റി ഓഫർഡ് ബൈ ദ ബോറോവർ ഫോർ ദ ബാങ്ക് against which the loan has been given by the bank. അപ്പോൾ ഞാൻ ഏത് സെക്യൂരിറ്റി വെച്ചിട്ടാണ് ലോൺ എടുത്തത്, അതാണ് എന്ത്? പ്രൈമറി സെക്യൂരിറ്റി. അഡീഷണൽ ആയിട്ട് ഞാൻ കൊടുക്കുന്ന സെക്യൂരിറ്റിയാണ് കൊളാട്രൽ സെക്യൂരിറ്റി. ഇവിടെ കുറേ സെക്യൂരിറ്റിയുടെ എക്സാമ്പിൾ പറയുന്നുണ്ട്, നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഓക്കെ ആണോടാ? ഓക്കെ, ഒന്ന് വായിച്ചു നോക്കാം. യെസ്. പിന്നെ മോഡ് ഓഫ് ക്രിയേഷൻ ഓഫ് സെക്യൂരിറ്റി, പല മോഡ് ഓഫ് ക്രിയേഷൻ ഉണ്ട്. ഫസ്റ്റ് വൺ ഇസ് മോർഗേജ്. മോർഗേജ് എന്ന് പറയുന്നത് ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസിന്റെ കേസാണ് വരിക. മോർഗേജ് എന്ന് പറഞ്ഞാൽ ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസിന്റെ കേസാണ് വരിക. മോർഗേജ് 2 ടൈപ്പ് ഉണ്ട് മക്കളെ. ഒന്ന് രജിസ്റ്റേർഡ് മോർഗേജ്, ഒന്ന് ഇക്വിറ്റബിൾ മോർഗേജ്. ഒന്ന് രജിസ്റ്റേർഡ് മോർഗേജ്, ഒന്ന് ഇക്വിറ്റബിൾ മോർഗേജ്. രജിസ്റ്റേർഡ് മോർഗേജ് എന്ന് പറയുന്നത് എന്താണ് സാർ? ഇക്വിറ്റബിൾ മോർഗേജ് എന്ന് പറയുന്നത് എന്താണ് സാർ? എടാ, ഇക്വിറ്റബിൾ മോർഗേജ് എന്ന് പറഞ്ഞാൽ നിന്റെ വീടിന്റെ ആധാരം, ഇപ്പൊ നീ ഇപ്പൊ വീട് ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആണല്ലോ, ആ വീടിന്റെ ആധാരം നിങ്ങൾ ബാങ്കിനെ ഏൽപ്പിച്ചിട്ടാണ് നിങ്ങൾ ലോൺ എടുക്കുന്നത്. ദാറ്റ് ഇസ് കോൾഡ് ഇക്വിറ്റബിൾ മോർഗേജ്, വേർ ദാറ്റ് ഇസ് എ ഡെലിവറി ഓഫ് ടൈറ്റിൽ ഡീഡ്. ദാറ്റ്സ് എ ഡെലിവറി ഓഫ് ടൈറ്റിൽ ഡീഡ് വിത്ത് എ ബാങ്ക്. നമ്മൾ ബാങ്കിന്റെ നമ്മൾ വീടിന്റെ ടൈറ്റിൽ ഡീഡ്, വീടിന്റെ ആധാരം ബാങ്കിനെ ഏൽപ്പിച്ചിട്ടാണ് ലോൺ എടുക്കുന്നത്. ദാറ്റ് ഇസ് കോൾഡ് ഇക്വിറ്റബിൾ മോർഗേജ്. രജിസ്റ്റേർഡ് മോർഗേജ് എന്ന് പറയുന്നത് സാർ, രജിസ്റ്റേർഡ് മോർഗേജ് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ വീടിന്റെ ആധാരം കൊടുക്കുന്നതിന് പകരം ഞാനും ബാങ്ക് കൂടി ഒരു മുദ്രപത്രത്തിൽ കാര്യങ്ങൾ എഴുതി വെക്കും. ഒരു മോർഗേജ് ഡീഡിനകത്ത് കാര്യങ്ങൾ എഴുതും. 1-ാം കക്ഷി സഞ്ജയ് 2-ാം കക്ഷി ബാങ്കിൽ നിന്നും ഇത്ര പൈസ ലോൺ വാങ്ങുകയും ഈ ലോൺ തിരിച്ചടക്കാത്ത പക്ഷം ബാങ്കിന് എൻ്റെ കൈവശമുള്ള ഇന്ന പ്രോപ്പർട്ടിയുടെ മോൾ അവകാശം വരികയും ചെയ്യും എന്ന് ഞാൻ എന്ത് ചെയ്യും? ഒരു മോർഗേജ് ഡീഡ് നമ്മൾ എഴുതിയിട്ട് സൈൻ ചെയ്യും. സോ രജിസ്റ്റേർഡ് മോർഗേജിനകത്ത് ഒരു മോർഗേജ് ഡീഡ് വരുന്നുണ്ട്. അത് ആര് സൈൻ ചെയ്യണം? മോർഗേജും സൈൻ ചെയ്യും. ഇറ്റ് രജിസ്റ്റേഴ്സ് ദ പ്രോപ്പർട്ടി to the mortgagee as a security. So it registers the property to the mortgagee as a security. Next വരുന്ന പ്ലെഡ്ജും ഹൈപ്പോത്തിക്കേഷനും. പ്ലെഡ്ജും ഹൈപ്പോത്തിക്കേഷൻ വരുന്നത് മൂവബിൾ പ്രോപ്പർട്ടീസിന്റെ കേസിലാണ്. സോ മോർഗേജ് വരുന്നത് ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസിന്റെ കേസിലാണെങ്കിൽ പ്ലെഡ്ജും ഹൈപ്പോത്തിക്കേഷൻ വരുന്നത് മൂവബിൾ പ്രോപ്പർട്ടീസിന്റെ കേസിലാണ്. സാർ, പ്ലെഡ്ജും ഹൈപ്പോത്തിക്കേഷൻ നമ്മൾ എന്താണ് സാർ വ്യത്യാസം? പ്ലെഡ്ജിന്റെ കേസിൽ നമ്മൾ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല, പക്ഷേ പൊസഷൻ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. പ്ലെഡ്ജിന്റെ എക്സാമ്പിൾ ആണ് വീട്ടിൽ സ്വർണ്ണം വെച്ചിട്ട് എന്തിന് നാട്ടിൽ തേടി നടപ്പു. നമ്മൾ ഗോൾഡ് ലോൺ എടുക്കാറില്ലേ? സെയിം തിങ്. എന്താണ് പ്ലെഡ്ജ്? ഗോൾഡ് ലോൺ എടുക്കുന്നത് നമ്മൾ ഗോൾഡിന്റെ പൊസഷൻ ബാങ്കിന് കൊടുക്കും, പക്ഷെ ഓണർഷിപ്പ് കൊടുക്കുന്നുണ്ടോ? ഇല്ല. അതേസമയം നമ്മൾ ആ ലോൺ തിരിച്ചടക്കാത്ത പക്ഷം ബാങ്കിന് എന്ത് കിട്ടുന്നുണ്ട്? ബാങ്കിന് ഒരു ഫിക്സഡ് ചാർജ് വരുന്നുണ്ട്. ദ പ്ലെഡ്ജ് ഓഫ് ദ ഗൂഡ്സ് കൺസ്യൂസ് ഫിക്സഡ് ചാർജ്. സാർ, എന്താ സാർ ഈ ഫിക്സഡ് ചാർജ് എന്ന് പറഞ്ഞാൽ? അതായത് ഈ ബാങ്കിന് ഈ ഗോൾഡ് വിറ്റിട്ട് അവർക്ക് അവരുടെ എന്ത് ചെയ്യാം? പൈസ റിക്കവർ ചെയ്യാം. ബാക്കി വല്ല പൈസ വന്നാൽ അത് അവരെന്ത് ചെയ്യണം? ഈ ബോറോവർക്ക് പൈസ തിരിച്ചു കൊടുക്കേണ്ടി വരും. ഓക്കെ, സോ പ്ലെഡ്ജ് എന്ന് പറയുന്നത് എന്താണ്? മൂവബിൾ പ്രോപ്പർട്ടിയുടെ കേസിലാണ്. അവിടെ പൊസഷൻ ട്രാൻസ്ഫർ ആവുന്നത്, ഓണർഷിപ്പ് ട്രാൻസ്ഫർ ആവുന്നില്ല. ലീഗൽ ഓണർഷിപ്പ് ഓഫ് ദ ഗൂഡ്സ് റിമെയിൻസ് വിത്ത് ദ പ്ലെഡ്ജർ. ആൻഡ്
ലോൺ തിരിച്ചടക്കാത്ത പക്ഷം ബാങ്കിന് എന്ത് ചെയ്യാം, ഈ ഗോൾഡ് വിറ്റിട്ട് അവർക്ക് പൈസ റിക്കവർ ചെയ്യാൻ പറ്റും. പിന്നെ ഹൈപ്പോത്തിക്കേഷനിൽ ഓണർഷിപ്പും ട്രാൻസ്ഫർ ആവുന്നില്ല, പൊസഷനും ട്രാൻസ്ഫർ ആവുന്നില്ല, ഓണർഷിപ്പും ട്രാൻസ്ഫർ ആവുന്നില്ല, പൊസഷൻ ട്രാൻസ്ഫർ ആവുന്നില്ല. സേ ഫോർ എക്സാമ്പിൾ നമ്മുടെ ക്യാഷ് ക്രെഡിറ്റ് ലോൺ, നമ്മൾ കറണ്ട് അസറ്റ്, നമ്മുടെ സ്റ്റോക്കിനെ സെക്യൂരിറ്റി ആയിട്ട് വെച്ചിട്ട് എടുക്കുന്ന ലോണില്ലേ, കറണ്ട് അസറ്റ്സ് ലോൺ, നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ ലോൺ, സെയിം തിങ്. ഓക്കെ, സോ ഈ അത്തരം ലോണുകളെ നമ്മൾ എന്താ വിളിക്കുക, ഹൈപ്പോത്തിക്കേഷൻ എന്ന് പറയുന്നത്. അവിടെ നമ്മൾ എന്താ കൊടുക്കാറുള്ളത്, നമ്മുടെ കറണ്ട് അസറ്റ്സ് ആയി സ്റ്റോക്ക്, ഡെറ്റേഴ്സ്, ഇതിനെ നമുക്ക് സെക്യൂരിറ്റി ആയിട്ട് വെച്ചിട്ട് ലോൺ എടുക്കാം. അവിടെ നമ്മൾ ക്വാർട്ടർലി അല്ലെങ്കിൽ മന്ത്ലി എന്ത് കൊടുക്കും, നമ്മൾ സ്റ്റോക്ക് സ്റ്റേറ്റ്മെന്റ് സബ്മിറ്റ് ചെയ്യും അല്ലെ. ദ ബോറോവർ പീരിയോഡിക്കലി സബ്മിറ്റ്സ് ദ സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ദ ക്വാണ്ടിറ്റി ആൻഡ് വാല്യൂ ഓഫ് ദ ഹൈപ്പോത്തിക്കേറ്റഡ് അസറ്റ്സ് ഓൺ ദ ബേസ് ഓഫ് വിച്ച് ഡ്രോയിങ് പവർ കമ്പ്യൂട്ട് ചെയ്യാൻ. നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ഡ്രോയിങ് പവർ ഒരു ടോപ്പിക് പഠിക്കാനുണ്ട്, അവിടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കും. ഓക്കെ, സോ ഹൈപ്പോത്തിക്കേഷൻ ഇസ് ക്രിയേഷൻ ഓഫ് ഇക്വിറ്റബിൾ ചാർജ്, അത് ഹൈലൈറ്റ് ചെയ്ത് വെക്കാം കേട്ടോ, വിച്ച് ഈസ് ക്രിയേറ്റഡ് ഇൻ ഫേവർ ഓഫ് ദ ലെൻഡിങ് ബാങ്ക്. അടുത്തത് വരുന്നത് അസൈൻമെന്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടാനുള്ള പൈസ അല്ലെങ്കിൽ ഞാൻ കൊടുക്കാനുള്ള ഡെറ്റ്, എനിക്ക് ഒരു ഫ്യൂച്ചർ ഡെറ്റോ അല്ലെങ്കിൽ ഫ്യൂച്ചർ റൈറ്റോ എനിക്ക് വേറെ ആളുടെ പേരിലേക്ക് അസൈൻ ചെയ്യാൻ പറ്റും. സേ ഫോർ എക്സാമ്പിൾ എനിക്ക് കിട്ടാനുള്ള പൈസ ഞാൻ വേറെ ആൾക്ക് അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ പൈസയുടെ കംപ്ലീറ്റ് ആബ്സല്യൂട്ട് റൈറ്റ് അസൈനർക്ക് പോകും. ഓക്കെ, അസൈൻമെന്റ് ഗിവ്സ് അസൈനി ദ ആബ്സല്യൂട്ട് റൈറ്റ് ഓവർ ദ മണി ഓർ ഡെറ്റ് അസൈൻ ടു ഹിം. എനിക്ക് റൈറ്റ് മാത്രമേ, എനിക്ക് കിട്ടാനുള്ള പൈസ മാത്രമല്ല, ഞാൻ കൊടുക്കാനുള്ള പൈസ, ഡെറ്റ്, കടവും എനിക്ക് എന്ത് ചെയ്യാം, മറ്റൊരു വ്യക്തിയിലേക്ക് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അസൈൻ ചെയ്യാൻ പറ്റും. അസൈൻമെന്റ് റെപ്രസെന്റ്സ് ട്രാൻസ്ഫർ ഓഫ് എക്സിസ്റ്റിംഗ് ഓർ ഫ്യൂച്ചർ ഡെറ്റ്സ് or rights belonging to a person in favor of another person. പിന്നെ അസൈൻമെന്റ് ഗിവ്സ് അസൈനി absolute right over the money assigned to him. നെക്സ്റ്റ് വരുന്ന സെറ്റ് ഓഫ് ആണ്. സെറ്റ് ഓഫ് എന്ന് പറയുന്നത്, സേ ഫോർ എക്സാമ്പിൾ ബാങ്കിന് ഒരാൾ പൈസ ലോൺ വാങ്ങി, പക്ഷെ ആ വ്യക്തിക്ക് ബാങ്കിൽ ഒരു FD ഉണ്ടെന്ന് വിചാരിക്കുക. ആ ലോൺ തിരിച്ചടക്കാത്ത പക്ഷം ഈ FD എമൗണ്ട് എന്ത് ചെയ്യാം, അവർക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. അതായത് ഇറ്റ്സ് എ സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ് ഓഫ് ദ ക്രെഡിറ്റർ ടു അഡ്ജസ്റ്റ് ദ ഡെബിറ്റ് ബാലൻസ് ഇൻ ദ ഡെറ്റേഴ്സ് അക്കൗണ്ട് അഗെയിൻസ്റ്റ് ദ ക്രെഡിറ്റ് ബാലൻസ് ലൈങ് ഇൻ അനദർ അക്കൗണ്ട് ഓഫ് ദ ഡെറ്റർ. ഓക്കെ ആണോ? പിന്നെ വെരി ഇമ്പോർട്ടന്റ് പോയിന്റ് ഇതാണ്, എന്ത്, ഫോർ ദ പർപ്പസ് ഓഫ് സെറ്റ് ഓഫ് ഓൾ ദ ബ്രാഞ്ച് ഓഫ് ദ ബാങ്ക് ഈസ് ട്രീറ്റഡ് ആസ് വൺ സിംഗിൾ എൻറ്റിറ്റി. നിങ്ങൾ കേരളത്തിൽ നിന്ന് ലോൺ എടുത്തിട്ട് ലോൺ തിരിച്ചടക്കാണ്ട് പഞ്ചാബിൽ ചെന്നിട്ട് ബാങ്കിൽ കുറച്ച് പൈസ ഇട്ടാൽ, ഇപ്പൊ സെയിം ബ്രാഞ്ച് ആവണേ, സെയിം ബാങ്കിന്റെ സെയിം ബ്രാഞ്ച് ആയിരിക്കണം. ഓക്കെ, സോറി, സെയിം ബാങ്കിന്റെ ബ്രാഞ്ച് ആയിരിക്കണം. ഓക്കെ, സോ എല്ലാ ബ്രാഞ്ചും സിംഗിൾ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഓൾ ദ ബ്രാഞ്ചസ് ആർ ട്രീറ്റഡ് ആസ് വൺ സിംഗിൾ എൻറ്റിറ്റി. ഒരു ഉദാഹരണം പറയാം, ഞാൻ കേരളത്തിൽ നിന്ന് ലോൺ എടുത്തു, തിരിച്ചടച്ചില്ല. കേരളത്തിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് ലോൺ എടുത്തു, കണ്ണൂരിലുള്ള ഒരു ബ്രാഞ്ചിൽ നിന്ന് ലോൺ എടുത്തു, തിരിച്ചടച്ചില്ല. ആ ലോൺ അങ്ങനെ തന്നെ പെൻഡിംഗ് ആണ്. ഞാൻ പഞ്ചാബിലുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ കുറച്ച് അക്കൗണ്ട്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ അക്കൗണ്ട് ഓപ്പൺ ആയിട്ട് അവിടെ പൈസ ഇട്ടാൽ സ്പോട്ടിൽ അവർ എന്ത് ചെയ്യും, സെറ്റ് ഓഫ് ചെയ്യും ആ പൈസ. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞത്. ഫോർ ദ പർപ്പസ് ഓഫ് സെറ്റ് ഓഫ് ഓൾ ദ ബ്രാഞ്ചസ് ഓഫ് ദ ബാങ്ക് ഈസ് ട്രീറ്റഡ് ആസ് വൺ സിംഗിൾ എൻറ്റിറ്റി. ദ റൈറ്റ് ഓഫ് സെറ്റ് ഓഫ് ക്യാൻ ബി എക്സൈസ് ഇൻ റെസ്പെക്ട് ഓഫ് ടൈം ബാർ ഡെറ്റ് ഓൾസോ. വെരി ഇമ്പോർട്ടന്റ്, ടൈം ബാർ ഡെറ്റ് വരെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഒരു 10 വർഷം മുന്നേ എടുത്ത ലോണ് നിങ്ങൾ തിരിച്ചടക്കാണ്ടിരുന്നിട്ട് ഇപ്പൊ നിങ്ങൾ കുറച്ച് പൈസ എടുത്ത് ബാങ്കിൽ ഇട്ടാൽ അപ്പോഴേക്ക് ആ പൈസ എന്താവും, സെറ്റ് ഓഫ് ആവും. ഓക്കെ, സോ റൈറ്റ് ഓഫ് സെറ്റ് ഓഫ് ക്യാൻ ബി എക്സൈസ് ഇൻ കേസ് ഓഫ് ടൈം ബാർ ഡെറ്റ്സ് ഓൾസോ. ലീൻ നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങൾ സ്വന്തമായിട്ട് പഠിച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ് ഇൻകം പ്രൂഡൻഷ്യൽ നോംസ് വൈസ്. ഓക്കെ, സോ നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് അഡ്വാൻസസ് സെക്ടർ വൈസ് ചെയ്തു, സെക്യൂരിറ്റി വൈസ് ചെയ്തു. അടുത്തത് പ്രൂഡൻഷ്യൽ നോം വൈസ് ആണ്. പ്രൂഡൻഷ്യൽ നോം വൈസ് എന്തൊക്കെയാണ്, സ്റ്റാൻഡേർഡ് ലോണും NPA ലോണും. എന്തൊക്കെയാണ്, സ്റ്റാൻഡേർഡ് ലോണും NPA ലോണും. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് ലോണും NPA ലോണും പഠിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഡ്രോയിങ് പവർ എന്നുള്ള കോൺസെപ്റ്റ് പഠിച്ചിരിക്കണം. ഓക്കെ, സോ നമുക്ക് ഡ്രോയിങ് പവർ എന്നുള്ള കോൺസെപ്റ്റ് വായിച്ച ശേഷം ഇങ്ങോട്ടേക്ക് വരാം. ഓക്കെ ആണോടാ, ഫൈൻ ആണോ മക്കളെ? യെസ്, ഡ്രോയിങ് പവർ. ഓക്കെ, സോ എന്താണ് സർ ഡ്രോയിങ് പവർ? ഡ്രോയിങ് പവർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ക്യാഷ് ക്രെഡിറ്റ് ലോണുമായി ബന്ധപ്പെട്ടതാണ്. സർ ക്യാഷ് ക്രെഡിറ്റ് ലോൺ എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ കറണ്ട് അസറ്റ്സിനെ സെക്യൂരിറ്റി ആയിട്ട് വെച്ചിട്ട് എടുക്കുന്ന ലോണിനാണ് ഞാൻ എന്താ വിളിക്കുന്നത്, ക്യാഷ് ക്രെഡിറ്റ് ലോൺ എന്ന് വിളിക്കുന്നത്. നമ്മുടെ കറണ്ട് അസറ്റ്സിനെ സെക്യൂരിറ്റി ആയിട്ട് വെച്ചിട്ട് എടുക്കുന്ന ലോണിനാണ് ഞാൻ എന്താ വിളിക്കുന്നത്, ക്യാഷ് ക്രെഡിറ്റ് ലോൺ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഡ്രോയിങ് പവർ, ഇപ്പൊ ഞാൻ സേ ഫോർ എക്സാമ്പിൾ എൻ്റെ കയ്യിൽ കുറച്ച് കറണ്ട് അസറ്റ്സ് ഉണ്ട്. അപ്പോൾ കറണ്ട് അസറ്റ്സ് ഉണ്ടെങ്കിൽ ബാങ്ക് എന്ത് ചെയ്യും, ഈ കറണ്ട് അസറ്റ്സിനെ സെക്യൂരിറ്റി ആയിട്ട് വെച്ചിട്ട് ഇതിന്റെ വാല്യൂ എടുത്ത് അതിനകത്തൊരു മാർജിനൊക്കെ മൈനസ് ചെയ്തിട്ട് അവർ ഡ്രോയിങ് പവർ കമ്പ്യൂട്ട് ചെയ്യും. അതായത് എനിക്ക് മാക്സിമം ആ എമൗണ്ട് വരെ, ഒരു സേ ഫോർ എക്സാമ്പിൾ എനിക്ക് സാങ്ഷൻ ചെയ്ത ഡ്രോയിങ് പവർ ലിമിറ്റ് 5 ലക്ഷം രൂപയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ 5 ലക്ഷം രൂപയിൽ നിന്നും എനിക്ക് എന്ത് ചെയ്യാം, പൈസ വിഡ്രോ ചെയ്യാം. എനിക്കിപ്പോൾ ഒരു 2 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ സാങ്ഷൻ ലിമിറ്റ് എത്രയാണ്, ഡ്രോയിങ് പവറിന്റെ 5 ലക്ഷം രൂപയാണെങ്കിൽ എനിക്ക് അതിൽ നിന്ന് ഒരു 2 ലക്ഷം രൂപയ്ക്ക് എന്ത് ചെയ്യാം, എനിക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. സോ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സാങ്ഷൻഡ് ലിമിറ്റ് ആൻഡ് ഡ്രോയിങ് പവർ. ഓക്കെ, സാങ്ഷൻഡ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബാങ്കിന് ഒരു വ്യക്തിക്ക് കൊടുക്കാൻ പറ്റുന്ന ടോട്ടൽ എക്സ്പോഷർ ഓഫ് ദ ലോൺ ആണ്. ഓക്കെ, അത് എല്ലാ ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ എൻ്റെ സഞ്ജയ് പ്രഭുവിന്റെ സാങ്ഷൻ ലിമിറ്റ് എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യാം, സഞ്ജയ് പ്രഭുയുടെ ആസ്തി കംപ്ലീറ്റ് അസറ്റ് ലയബിലിറ്റി എല്ലാം കൂടി കമ്പ്യൂട്ട് ചെയ്തിട്ടാണ് ഈ സാങ്ഷൻഡ് ലിമിറ്റ് കമ്പ്യൂട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ
ഒരിക്കലും എൻ്റെ ടോട്ടൽ എല്ലാ ലോണും കൂടി കൂടിയാലും ക്യാഷ് ക്രെഡിറ്റ് ലോൺ, ഗോൾഡ് ലോൺ, ഹൗസിംഗ് ലോൺ, എല്ലാ ലോണും കൂടി കൂടിയാലും ഈ ടോട്ടൽ ലോൺ എമൗണ്ട്, ടോട്ടൽ ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ട് എന്തിനേക്കാളും കൂടുതലാകാൻ പാടില്ല? ഈ സാങ്ഷൻ ലിമിറ്റിനേക്കാളും കൂടുതലാകാൻ പാടില്ല. ഓക്കെ ആണോ? ഇനി ഡ്രോയിങ് പവർ എന്ന് പറയുന്നതാണ് സാർ, ഡ്രോയിങ് പവർ എന്ന് പറഞ്ഞാൽ ക്യാഷ് ക്രെഡിറ്റുമായി ബന്ധപ്പെട്ട ഒരു ലോണാണ്. ഈ കറണ്ട് അസറ്റ്സിനെ സെക്യൂരിറ്റി ആയിട്ട് വെച്ചിട്ട് നമ്മൾ എടുക്കുന്ന ലോൺ ഉണ്ടല്ലോ, അത്തരം ലോണുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ക്യാഷ് ക്രെഡിറ്റ് ലോൺ എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ക്യാഷ് ക്രെഡിറ്റ് ലോൺ എന്ന് പറയുന്നതാണ് നമ്മുടെ കറണ്ട് അസറ്റ്സിന് സെക്യൂരിറ്റി ആയിട്ട് വെച്ചിട്ട്, അപ്പോൾ കറണ്ട് അസറ്റ്സിന്റെ വാല്യൂ എടുക്കും, സ്റ്റോക്കിന്റെ വാല്യൂ, ഡെറ്റേഴ്സിന്റെ വാല്യൂ, അതിൽ നിന്ന് മാർജിനൊക്കെ മൈനസ് ചെയ്തിട്ട് കിട്ടുന്ന ഒരു എമൗണ്ട് ആണ് എന്ത്? ഡ്രോയിങ് പവറിന്റെ എമൗണ്ട്. അപ്പോൾ ഡ്രോയിങ് പവറിന്റെ കമ്പ്യൂട്ടേഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മുടെ സെപ്റ്റംബർ 24 MTP ക്വസ്റ്റ്യൻ ഉണ്ട്. ഈവൻ നമ്മുടെ Jan 25 RTP ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. സോ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഡ്രോയിങ് പവറിന്റെ കമ്പ്യൂട്ടേഷൻ ചെയ്ത് നോക്കുക. ഓക്കെ, യെസ്. ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ എന്താ നോക്കേണ്ടത്? ഫസ്റ്റ് വൺ, കൺസിഡറേഷൻ. ഇവിടെ ആസ് എൻ ഓഡിറ്റർ ഞാൻ എന്താ ശ്രദ്ധിക്കേണ്ടത്? കൺസിഡറേഷൻ, ആസ് എൻ ഓഡിറ്റർ ഐ ഷുഡ് സി ഓൾ ദ അക്കൗണ്ട് ഷുഡ് ബി കെപ്റ്റ് വിതിൻ ദ ഡ്രോയിങ് പവർ ആൻഡ് സാങ്ഷൻ ലിമിറ്റ്. ഓക്കെ, എൻ്റെ എല്ലാ അക്കൗണ്ടും, ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസ് ഓഫ് ദ ഓൾ അക്കൗണ്ട് ഷുഡ് ബി വിത്തിൻ ദ ഡ്രോയിങ് പവർ ആൻഡ് സാങ്ഷൻ ലിമിറ്റ്. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു അക്കൗണ്ട് ഡ്രോയിങ് പവർ സാങ്ഷൻ ലിമിറ്റിനെക്കാളും എക്സീഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലോൺ കൊടുത്തിട്ടുണ്ട് എഗെയിൻസ്റ്റ് അൺഅപ്രൂവ്ഡ് സെക്യൂരിറ്റി, ഓർ ഇഫ് ദർ ഇസ് ഇനി ഇറഗുലർ ഓർ അതർവൈസ് ഇറഗുലർ, ഏതെങ്കിലും ലോൺ ഇറഗുലർ ആയിട്ട് തോന്നുവാണ്, അങ്ങനെയാണെങ്കിൽ ആസ് എൻ ഓഡിറ്റർ വി ഷുഡ് ബ്രോട്ട് ദ സച്ച് മാറ്റർ ടു ദ നോട്ടീസ് ഓഫ് ദ മാനേജ്മെന്റ്. ഒന്നുകൂടി പറയാം സർ വൺസ് അഗൈൻ സർ. ഒന്നുമില്ല, വളരെ സിമ്പിൾ, വളരെ സിമ്പിൾ. അവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? ഏതെങ്കിലും ഒരു അക്കൗണ്ട് അത് സാങ്ഷൻ ലിമിറ്റോ ഡ്രോയിങ് പവറിനെക്കാളും കൂടുതലായിട്ട് എക്സീഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ലോൺ കൊടുത്താൽ അൺഅപ്രൂവ്ഡ് സെക്യൂരിറ്റിക്ക് എഗെയിൻസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ലോൺ അക്കൗണ്ട് നമുക്ക് ഇറഗുലർ ആയിട്ട് തോന്നുവാണെങ്കിൽ ആസ് എൻ ഓഡിറ്റർ ഐ ഹാവ് ടു ബ്രോട്ട് ദിസ് ടു ദ നോട്ടീസ് ഓഫ് ദ മാനേജ്മെന്റ്. ഇനി ബാങ്കിന്റെ ഡ്യൂട്ടി എന്താണ്? ബാങ്ക് എന്തിന്റെ എഗെയിൻസ്റ്റ് ആണ് ലോൺ കൊടുക്കാറുള്ളത്? സർ ഡ്രോയിങ് പവർ കമ്പ്യൂട്ടർ ഉള്ളത് സർ കറണ്ട് അസറ്റ്സ്, കറണ്ട് അസറ്റ്സിനെ സ്റ്റോക്കിനും ഡെറ്റേഴ്സിനും സെക്യൂരിറ്റി ആയിട്ട് വെച്ചിട്ടാണല്ലോ ബാങ്ക് ക്യാഷ് ക്രെഡിറ്റ് ലോൺ കൊടുത്തിട്ടുള്ളത്. അതെ, അപ്പോൾ ഈ കറണ്ട് അസറ്റ്സ് അതിന്റെ വാല്യൂ മാറിക്കൊണ്ടിരിക്കില്ലേ? യെസ് സർ, മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് കറണ്ട് അസറ്റ്സിന് എന്ത് ചെയ്യണം? നമ്മൾ ഈ ബോറോവർ എടുത്ത് സ്റ്റോക്ക് സ്റ്റേറ്റ്മെന്റ് വാങ്ങണം. ഓക്കെ, സോ നമ്മൾ ഈ ഡ്രോയിങ് പവർ എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യുക? എത്ര പഴയ നമ്മൾ കറണ്ട്, അതായത് ഇപ്പോൾ നമ്മുടെ കയ്യിൽ എന്ത് സ്റ്റോക്ക് സ്റ്റേറ്റ്മെന്റ് ആണുള്ളത്, ആ കറണ്ട് സ്റ്റോക്ക് സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് വേണം നമ്മൾ ഡ്രോയിങ് പവർ കമ്പ്യൂട്ട് ചെയ്യാൻ പഠിച്ചത്. എടാ ഒന്നുകൂടി പറയാം, ഡ്രോയിങ് പവർ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ കറണ്ട് അസറ്റ്സ്, അതായത് സ്റ്റോക്ക്, ഡെറ്റേഴ്സ്, ഇതിന്റെ ഒക്കെ വാല്യൂ എടുക്കും, ഇതിന് അതൊരു മാർജിൻ ബാങ്ക് മൈനസ് ചെയ്യും, അപ്പൊ നമുക്കൊരു ഫിഗർ കിട്ടും. അതാണ് നമ്മുടെ ഡ്രോയിങ് പവർ. ഓക്കെ, അതാണ് നമ്മുടെ ഡ്രോയിങ് പവർ. അപ്പോൾ ഈ ഡ്രോയിങ് പവർ കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റോക്കില്ല, അത് എപ്പോഴത്തെ സ്റ്റോക്കില്ല? അത് കറണ്ട് സ്റ്റോക്ക്, ഇപ്പോഴത്തെ സ്റ്റോക്ക് ആയിരിക്കും. സർ കുറച്ച് പഴയതെടുക്കാൻ പറ്റും? യെസ്, ഒരു കുറച്ച് പഴയതെടുക്കാൻ പറ്റും, മാക്സിമം 3 മാസം വരെ. 3 മാസത്തിൽ കൂടുതൽ പഴയ സ്റ്റോക്ക് സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ടാണ് നിങ്ങൾ ഡ്രോയിങ് പവർ കമ്പ്യൂട്ടിംഗിൽ ഇറ്റ് ഈസ് കൺസിഡർഡ് ടു ബി ഇറഗുലർ. ഓക്കെ ആണോടാ? യെസ്. നെക്സ്റ്റ്, ഓഡിറ്റർ എന്താ ചെക്ക് ചെയ്യുന്നത്? ഓഡിറ്റർ 3 കാര്യം ചെക്ക് ചെയ്യണം. ഒന്ന് മന്ത്ലി സ്റ്റോക്ക് സ്റ്റേറ്റ്മെന്റ് ചെക്ക് ചെയ്യണം, ഒന്ന് ക്വാർട്ടർലി സ്റ്റോക്ക് സ്റ്റേറ്റ്മെന്റ് ചെക്ക് ചെയ്യണം, ഒന്ന് ആനുവൽ റിപ്പോർട്ട് ചെക്ക് ചെയ്യണം. ഒന്ന് മന്ത്ലി സ്റ്റോക്ക് സ്റ്റേറ്റ്മെന്റ് ഓഡിറ്റർ ചെക്ക് ചെയ്യണം. മന്ത്ലി സ്റ്റോക്ക് സ്റ്റേറ്റ്മെന്റ് ബോറോവർ ബാങ്കിന് കൊടുക്കുന്നുണ്ടോ? പിന്നെ ക്വാർട്ടർലി റിട്ടേൺസ് ബാങ്കിന് കൊടുക്കുന്നുണ്ടോ? അതേപോലെ തന്നെ ആനുവൽ റിപ്പോർട്ട്. അപ്പോൾ 3 കാര്യം ചെക്ക് ചെയ്യണം: മന്ത്ലി, ക്വാർട്ടർലി ആൻഡ് ആനുവലി. 3 കാര്യങ്ങൾ ഓഡിറ്റർ വെരിഫൈ ചെയ്യണം. എന്തൊക്കെയാണ് വെരിഫൈ ചെയ്യേണ്ടത്? മന്ത്ലി സ്റ്റോക്ക് സ്റ്റേറ്റ്മെന്റ് ബോറോവർ ബാങ്കിന് കൊടുക്കുന്നുണ്ടോ? ക്വാർട്ടർലി റിട്ടേൺസ് ബോറോവർ ബാങ്കിന് കൊടുക്കുന്നുണ്ടോ? ഓഡിറ്റഡ് ആനുവൽ റിപ്പോർട്ട് ബോറോവർ ബാങ്കിന് കൊടുക്കുന്നുണ്ടോ? ഇതൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആസ് എൻ ഓഡിറ്റർ ഞാൻ എന്ത് ചെയ്യണം? വെരിഫൈ ചെയ്യണം. ഓക്കെ ആണോ? യെസ്. പിന്നെ കമ്പ്യൂട്ടേഷൻ ഓഫ് ഡി പി, അതായത് ബാങ്ക് ഡ്രോയിങ് പവർ കമ്പ്യൂട്ട് ചെയ്തിട്ടുള്ളത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ ഗൈഡ് ലൈൻസ് പ്രകാരം തന്നെയാണെന്ന് ആസ് എൻ ഓഡിറ്റർ ഞാൻ വെരിഫൈ ചെയ്യണം. പിന്നെ സ്പെഷ്യൽ കൺസിഡറേഷൻ ഷുഡ് ബി ഗിവൺ ടു പ്രോപ്പർ റിപ്പോർട്ടിംഗ് ഓഫ് സൺട്രി ക്രെഡിറ്റേഴ്സ്. സോ സൺട്രി ക്രെഡിറ്റേഴ്സിന് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സ്പെഷ്യൽ കൺസിഡറേഷൻ ഷുഡ് ബി ഗിവൺ ടു പ്രോപ്പർ റിപ്പോർട്ടിംഗ് ഓഫ് സൺട്രി ക്രെഡിറ്റേഴ്സ്. ചിലപ്പോൾ MCQ ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അവിടെ എഴുതി വെക്കും മക്കളെ, MCQ. ഓക്കെ ആണോ? പിന്നെ സ്റ്റോക്ക് ഓഡിറ്റ് എന്താ പറഞ്ഞിട്ടുള്ളത്? ഇത് സാധാരണ സ്റ്റോക്ക് ഓഡിറ്റ് ആണ് നടത്താം, ബോറോവർ സ്റ്റോക്ക് ഓഡിറ്റ് നടത്തിയിട്ട് അതിന്റെ സ്റ്റോക്ക് സ്റ്റേറ്റ്മെന്റ് ബോറോവർ ബാങ്കിനാണ് ഏൽപ്പിക്കാറുള്ളത്. പക്ഷേ 5 കോടിക്ക് മുകളിലാണ് ഫണ്ടഡ് എക്സ്പോഷർ എങ്കിൽ, 5 കോടിക്ക് മുകളിലാണ് ഫണ്ടഡ് എക്സ്പോഷർ എങ്കിൽ ബാങ്ക് തന്നെ നേരിട്ട് പോയിട്ട് സ്റ്റോക്ക് ഓഡിറ്റ് നടത്തണം. സർ അത് നിർബന്ധമാണോ? യെസ്, നിർബന്ധമാണ്. സർ 5 കോടിക്ക് താഴെയാണെങ്കിൽ ബാങ്കിന് സ്റ്റോക്ക് ഓഡിറ്റ് ചെയ്യാൻ പറ്റും. ഓഡിറ്ററിന് തോന്നുവാണെങ്കിൽ ഓഡിറ്റർ ക്യാൻ ഈവൻ അഡ്വൈസ് ഫോർ സ്റ്റോക്ക് ഓഡിറ്റ് ഇൻ അതർ കേസസ് ഇഫ് ദ സിറ്റുവേഷൻ വാറന്റ്സ് ദ സെയിം. ഓക്കെ ആണോടാ? ഫൈൻ ആണോടാ? യെസ്. പിന്നെന്താ ഇവിടെ പറഞ്ഞിട്ടുള്ളത് നോക്കി, ദ റിപ്പോർട്ട് സബ്മിറ്റഡ് ബൈ ദ സ്റ്റോക്ക് ഓഡിറ്റർ, the report, very important, the report submitted by the stock auditor should be reviewed during the course of the audit, and special focus should be given to the comments of the stock auditors on the valuation of security and calculation of drawing power. ഇത് കഴിഞ്ഞ MTP ഒരു MCQ ഉണ്ടായിരുന്നു. ഓക്കെ, വാല്യൂഷൻ ഓഫ് സെക്യൂരിറ്റി, കാൽക്കുലേഷൻ ഓഫ് ഡ്രോയിങ് പവർ. അതായത് സ്റ്റോക്ക് ഓഡിറ്റ് നടത്തുന്ന സ്റ്റോക്ക് ഓഡിറ്റർ ഉണ്ടാവില്ലേ, അയാളുടെ സ്റ്റോക്ക് ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ടാവില്ലേ, അതിനകത്ത് ആ സ്റ്റോക്ക് ഓഡിറ്ററിന്റെ കമന്റ് ഓൺ വാല്യൂഷൻ ഓഫ് സെക്യൂരിറ്റി ആൻഡ് കാൽക്കുലേഷൻ ഓഫ് ഡ്രോയിങ് പവർ ആസ് എൻ ഓഡിറ്റർ ഞാൻ റിവ്യൂ ചെയ്യണം. അപ്പൊ ഇതാണ് ഡ്രോയിങ് പവർ. ഓക്കെ ആണോ? ഇനി നമുക്ക് എന്താണ്
NPA ഇതൊക്കെ നമുക്ക് വായിച്ചു നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ടോപ്പിക് ദാറ്റ് വി ആർ ഗോയിങ് ടു ലേൺ ഈസ് NPA. NPAക്ക് മുന്നേ നമുക്ക് ഔട്ട് ഓഫ് ഓർഡർ പഠിക്കാം. ഓക്കെ, ഔട്ട് ഓഫ് ഓർഡർ പഠിച്ച ശേഷം NPAയിലേക്ക് വരാം. എന്താണ് ഔട്ട് ഓഫ് ഓർഡർ? വെരി സിമ്പിൾ. എന്താണ് ഔട്ട് ഓഫ് ഓർഡർ? ഇത് ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസ് ഈസ് ഇൻ എക്സസ് ഓഫ് നമ്മുടെ സാങ്ഷൻ. ഇതെന്താണ് മക്കളെ? ഇത് പാമ്പല്ല, ഇത് സാങ്ഷൻ ലിമിറ്റ് ഡ്രോയിങ് പവർ. ഇതെന്താണ് മക്കളെ? വേറൊരു പാമ്പല്ല, ഇതാണ് നമ്മുടെ ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസ്. നമ്മുടെ ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസ് ഈസ് ഇൻ എക്സസ് ഓഫ് സാങ്ഷൻ ലിമിറ്റ് ഓർ ഡ്രോയിങ് പവർ. സാങ്ഷൻ ലിമിറ്റ് ഡ്രോയിങ് പവറിനേക്കാളും മുകളിലാണ് ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസ് ഉള്ളതെങ്കിൽ ദാറ്റ് ഈസ് കൺസിഡർഡ് ടു ബി ഔട്ട് ഓഫ് ഓർഡർ. ഓക്കെ ആണോ? സോ എന്താണ് ഔട്ട് ഓഫ് ഓർഡർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാങ്ഷൻ ലിമിറ്റ് ഡ്രോയിങ് പവറിനേക്കാളും കൂടുതലാണ് നമ്മുടെ ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസ് ഉള്ളതെങ്കിൽ, സേ ഫോർ എക്സാമ്പിൾ എന്റെ സാങ്ഷൻ ലിമിറ്റ് 75 ലക്ഷം രൂപ, എന്റെ ഡ്രോയിങ് പവർ 50 ലക്ഷം രൂപ, എന്റെ ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസ് 1 കോടി രൂപ. അങ്ങനെയാണെങ്കിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസ് ഇൻ എക്സസ് ഓഫ് സാങ്ഷൻ ലിമിറ്റ് ഓർ ഡ്രോയിങ് പവർ ആണെങ്കിൽ ഇറ്റ് ഈസ് കൺസിഡർഡ് ടു ബി ഔട്ട് ഓഫ് ഓർഡർ. അല്ല സർ, സാങ്ഷൻ ലിമിറ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസ് ഇസ് ലെസ് ദാൻ ഡ്രോയിങ് പവർ ഓർ സാങ്ഷൻ ലിമിറ്റ്, ഇതാണ് എന്റെ സാങ്ഷൻ ലിമിറ്റ് ഡ്രോയിങ് പവർ, അതിനേക്കാളും താഴെയാണുള്ളത്. പക്ഷേ കഴിഞ്ഞ 90 ദിവസം കൊണ്ട് 1 രൂപ പോലും അടച്ചിട്ടില്ലെങ്കിൽ, if there are no credits continuously for 90 days, if there are no credits continuously for 90 days, then still it is considered to be out of order. ഇല്ല സാർ, പൈസ അടച്ചിട്ടുണ്ട് സാർ, പൈസ അടച്ചാലും ഔട്ട് ഓഫ് ഓർഡർ. എപ്പോഴാണ്? അടച്ച പൈസ പലിശ പോലും കവർ ചെയ്യുന്നില്ല. ഇത് ക്രെഡിറ്റ്സ് അടച്ചിട്ടുണ്ട്, but the credits are not enough to cover the interest debited during the period. ഓക്കെ, അപ്പൊ എന്തൊക്കെയാ പറഞ്ഞിട്ടുള്ളത്? ഫസ്റ്റ് 3 പോയിന്റ്സ് എന്തൊക്കെയാ പറഞ്ഞിട്ടുള്ളത്? ഒന്ന്, ഔട്ട് ഓഫ് ഓർഡർ എന്താ പറഞ്ഞിട്ടുള്ളത്? എൻ്റെ ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസ് ഈസ് ഇൻ എക്സസ് ഓഫ് സാങ്ഷൻ ലിമിറ്റ് ഓർ ഡ്രോയിങ് പവർ. കേസ് 1. ഓക്കെ, കേസ് 2 എന്താണ്? ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസ് ഇസ് നോട്ട് ഇൻ എക്സസ് ഓഫ് സാങ്ഷൻ ലിമിറ്റ് ഓർ ഡ്രോയിങ് പവർ, ബട്ട് ദർ ഇസ് നോ ക്രെഡിറ്റ് കണ്ടിന്യൂസ്ലി ഫോർ 90 ഡേയ്സ് അല്ലെ? യെസ്. തേർഡ് കേസ് എന്താണ്? ക്രെഡിറ്റ് ഉണ്ട് ബട്ട് ക്രെഡിറ്റ് ഈസ് നോട്ട് ഇനഫ് ടു കവർ വാട്ട്? the interest debited during the period, not enough to cover the interest debited during the year. ഓക്കെ ആണോ? ഇതിനാണ് ഞാൻ എന്ത് വിളിക്കുന്നത്? ഔട്ട് ഓഫ് ഓർഡർ എന്ന് വിളിക്കുന്നത്. എന്താണ്? ഔട്ട് ഓഫ് ഓർഡർ എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണോടാ? യെസ്. ഇനി ഇപ്പൊ നമുക്ക് NPA എന്താണെന്ന് പഠിക്കാം. എന്താണ് NPA നോക്കട്ടെ. NPA എന്താണെന്ന് വായിച്ചു നോക്കിയാട്ടെ. ഇവിടെ എന്താ NPA എന്ന് പറഞ്ഞാൽ, സി ഇൻ കേസ് ഓഫ് ടേം ലോൺ എന്താണ് NPA? ഇൻട്രസ്റ്റോ പ്രിൻസിപ്പളോ കഴിഞ്ഞ 90 ദിവസമായിട്ട്, അത് ഇഫ് ഇറ്റ് റിമെയിൻസ് ഓവർ ഡ്യൂ ഫോർ എ പീരീഡ് ഓഫ് മോർ ദാൻ 90 ഡേയ്സ്, എടാ 90 ഡേയ്സ് അല്ല, മോർ ദാൻ 90 ഡേയ്സ് ആണെങ്കിൽ ടേം ലോണിനെ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യും? NPA ആയിട്ട് കൺസിഡർ. സേ ഫോർ എക്സാമ്പിൾ ഞാനൊരു ടേം ലോൺ എടുത്തു, അതിന്റെ ഡ്യൂ ഡേറ്റ് ഇന്നാണ്, ഇവിടുന്ന് അടുത്ത 91 ദിവസമായിട്ട് ഞാൻ തിരിച്ചടച്ചിരിക്കും. ഇവിടുന്ന് അടുത്ത 91 ദിവസം, 90 അല്ലാതെ മോർ ദാൻ 90 ഡേയ്സ് ആണ്. അപ്പൊ അടുത്ത 91 ദിവസമായിട്ട് ഞാൻ ഒരു പൈസ അടച്ചിട്ടില്ലെങ്കിൽ, ഏത് പൈസ? ഇൻട്രസ്റ്റോ പ്രിൻസിപ്പളോ അടച്ചിട്ടില്ലെങ്കിൽ നമ്മൾ അതിന് എന്തായിട്ട് കൺസിഡർ ചെയ്യണം? NPA ആയിട്ട് കൺസിഡർ ചെയ്യണം. ഇനി ഓവർ ഡ്രാഫ്റ്റിന്റെയോ ക്യാഷ് ക്രെഡിറ്റിന്റെയോ കേസിൽ, ക്യാഷ് ക്രെഡിറ്റ് നമ്മളിപ്പോൾ താഴെ പറഞ്ഞല്ലോ, ഔട്ട് ഓഫ് ഓർഡർ ആയാൽ നമ്മൾ അതിന് എന്തായിട്ട് കൺസിഡർ ചെയ്യും? NPA ആയിട്ട് കൺസിഡർ ചെയ്യും. നമ്മളിപ്പോൾ പഠിച്ചല്ലോ ഔട്ട് ഓഫ് ഓർഡർ എന്താണ്? ഓർക്കുന്നുണ്ടോ? ടിങ്. യെസ് സർ. പിന്നെ ബിൽസ് പർച്ചേസ് ആൻഡ് ഡിസ്കൗണ്ട് കേസിൽ, ഇഫ് ദ ബിൽ റിമെയിൻസ് ഓവർ ഡ്യൂ ഫോർ എ പീരീഡ് ഓഫ് മോർ ദാൻ 90 ഡേയ്സ്, if a bill remains overdue for a period of more than 90 days, അവിടെയും എന്തായാലും നമ്മൾ കൺസിഡർ ചെയ്യണം? അതിന് നമ്മൾ NPA ആയിട്ട് കൺസിഡർ ചെയ്യണം. ആം ഐ ക്ലിയർ ടു യു? യെസ് സർ. പിന്നെ എന്താണ് സബ്സ്റ്റാൻഡേർഡ് അസറ്റ്? ഇത് ഒന്ന് ഓർത്ത് വെക്കുന്നത് വളരെ നല്ലതാണ്. ഈ ഒരു ഡയഗ്രാം ഓർത്ത് വെച്ചാൽ മതി. ഈ ഒരു ഡയഗ്രാം ഓക്കെ. ഇഫ് ഒരു ലോൺ എടുത്തു, ഇതാണ് ഡ്യൂ ഡേറ്റ് എന്ന് വിചാരിക്കുക, ഇതാണ് ഡ്യൂ ഡേറ്റ്. ഓക്കെ, ഓൺ ഓർ ബിഫോർ ദ ഡ്യൂ ഡേറ്റ് അടച്ചാൽ നമ്മൾ അതിന്റെ സ്റ്റാൻഡേർഡ് ലോൺ ആയിട്ട് കൺസിഡർ ചെയ്യും. ഇഫ് യു ആർ മേക്കിംഗ് ദ പേയ്മെന്റ് ഓൺ ഓർ ബിഫോർ ദ ഡ്യൂ ഡേറ്റ്, ഇതാണ് ഡ്യൂ ഡേറ്റ്. ഈ ഡ്യൂ ഡേറ്റ് മുന്നേ തന്നെ നിങ്ങൾ പേയ്മെന്റ് കൃത്യമായിട്ട് അടക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് കൺസിഡർഡ് ടു ബി സ്റ്റാൻഡേർഡ് ലോൺ. ഡ്യൂ ഡേറ്റിന് ശേഷമാണ് ഓവർ ഡ്യൂ ആയി, പക്ഷേ 30 ഡേയ്സിനുള്ളിൽ നിങ്ങൾ തിരിച്ചടച്ചാൽ ഇറ്റ് ഈസ് കൺസിഡർഡ് ടു ബി SMA 0, 31 to 60 SMA 1, 61 to 90 SMA 2. സോ അപ് ടു 90 ഡേയ്സ് ഒന്നുമല്ല, 90 ഡേയ്സ് കഴിഞ്ഞാൽ അതിന് എന്തായാലും കൺസിഡർ ചെയ്യണം? നമ്മൾ NPA ആയിട്ട് കൺസിഡർ. ഐ റിപ്പീറ്റ് അഗൈൻ, അറ്റ് 90 ഡേയ്സ് NPA അല്ല, 90 ഡേയ്സ് കഴിഞ്ഞാൽ മാത്രമാണ് NPA. ഓക്കെ ആണോടാ? യെസ്. പിന്നെ NPA ആയിട്ട് അടുത്ത ഒരു വർഷത്തേക്ക് നമ്മൾ അതിന് എന്തായാലും കൺസിഡർ ചെയ്യും? സബ്സ്റ്റാൻഡേർഡ് അസറ്റ്. സോ സബ്സ്റ്റാൻഡേർഡ് അസറ്റ് ഒരു വർഷത്തിന് ശേഷം അടുത്ത ഒരു വർഷം ഡൗട്ട്ഫുൾ 1, അടുത്ത 2 വർഷത്തേക്ക്, അടുത്ത ഒരു വർഷത്തിൽ അടുത്ത 2 വർഷത്തേക്ക് ഡൗട്ട്ഫുൾ 2 കഴിഞ്ഞാൽ പിന്നെ ഡൗട്ട്ഫുൾ 3. ഓക്കെ ആണോടാ? യെസ്. സാർ ഇതൊക്കെ എന്തിനാണ് സാർ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? കാരണം ഈ ഡൗട്ട്ഫുൾ 1, ഡൗട്ട്ഫുൾ 2, ഡൗട്ട്ഫുൾ 3 അതിനനുസരിച്ചാണ് നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യുക? നമ്മൾ പ്രൊവിഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആം ഐ ക്ലിയർ ടു യു? യെസ്. സി സബ്സ്റ്റാൻഡേർഡ് അസറ്റ് എന്താ? സബ്സ്റ്റാൻഡേർഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ NPA ആയിട്ട് അടുത്ത 12 months. ഓക്കെ, സോ വിച്ച് ഹാസ് റിമെയിൻ NPA ഫോർ എ പീരീഡ് ഓഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12 months. അവിടെ 15% നമ്മൾ പ്രൊവിഷൻസ് വെക്കണം. ഡൗട്ട്ഫുൾ 1 ആണെങ്കിൽ നോക്കിയിട്ട് സെക്യൂർഡിന് 25, അൺസെക്യൂർഡിന് 100, 40, 100. ഇതുമായി ബന്ധപ്പെട്ട് ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ Jan 25 RTPയിലുണ്ട്. Jan 25 RTP നമ്മുടെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. പ്ലീസ് ചെയ്ത് നോക്കാം. ഓക്കെ ആണോടാ? ഫൈൻ ആണോ? യെസ് സർ. പിന്നെ എന്താണ് ലോസ് അസറ്റ്? ലോസ് അസറ്റ് എന്ന് പറയുന്നത് RBI ഇൻസ്പെക്ഷൻ പ്രകാരമോ ബാങ്കിന്റെ ഇന്റർണൽ ഇൻസ്പെക്ഷൻ പ്രകാരം, ബാങ്കിന്റെ ഓഡിറ്ററോ അല്ലെങ്കിൽ ഇന്റർണൽ ഓഡിറ്ററോ എക്സ്റ്റേണൽ ഓഡിറ്ററോ RBI ഇൻസ്പെക്ഷനോ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ലോണിനകത്ത് ലോസ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, വേർ ദ ലോസ് ഹാസ് ബീൻ ഐഡന്റിഫൈഡ്, ആ എമൗണ്ട് ഫുള്ളി റൈറ്റ് ഓഫ് ചെയ്യണം. എന്ത് ചെയ്യേണ്ടത്? ആ എമൗണ്ട് ഫുള്ളി റൈറ്റ് ഓഫ് ചെയ്യണം. പക്ഷേ ഇതുവരെ റൈറ്റ് ഓഫ് ചെയ്തിട്ടില്ല. അത്തരം അസറ്റ്സിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലോസ്. സാർ ഒന്നുകൂടി പറയൂ സാർ. ഒന്നുമില്ലടാ, ഞാനൊരു ലോൺ കൊടുത്തു, ആ ലോൺ തിരിച്ച് കിട്ടുന്നേ ഇല്ല, ആ ലോൺ
കിട്ടില്ല എന്ന് ഉറപ്പായി, ദ ലോസ് ഹാസ് ബീൻ ഐഡന്റിഫൈഡ് ബൈ ദ ബാങ്ക് ഓർ ഇന്റർണൽ ഓഡിറ്റർ ഓർ എക്സ്റ്റേണൽ ഓഡിറ്റർ ഓർ RBI ഇൻസ്പെക്ഷൻ ആൻഡ് ദറ്റ് ലോൺ ഈസ് സ്റ്റിൽ നോട്ട് റിട്ടേൺ ഓഫ്, ആ ലോൺ ഇതുവരെ നമ്മൾ റൈറ്റ് ഓഫ് ചെയ്തില്ല. അപ്പൊ ഈ ലോസസ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒന്നെങ്കിൽ 100% പ്രൊവിഷൻ വെക്കണം, അല്ലെങ്കിൽ റൈറ്റ് ഓഫ് ചെയ്യണം. ആം ഐ ക്ലിയർ ടു യു? യെസ്. ഇനിയാണ് നമ്മൾ ശരിയായ കളി സ്റ്റാർട്ട് ആവാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ കുറേ ജനറൽ റൂൾസ് പഠിക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ, ശ്രദ്ധിച്ച് കേൾക്കണം. ഓക്കെ, ക്ലാസിഫിക്കേഷൻ ഓഫ് NPA ഷുഡ് ബി ബേസ്ഡ് ഓൺ ദ റെക്കോർഡ് ഓഫ് റിക്കവറി. ക്ലാസിഫിക്കേഷൻ ഓഫ് NPA ഷുഡ് ബി ബേസ്ഡ് ഓൺ ദ റെക്കോർഡ് ഓഫ് റിക്കവറി. എത്ര സെക്യൂരിറ്റി വെച്ചിട്ടുണ്ട്, ആരാണ്, അയാളുടെ നെറ്റ്വർത്ത് എത്രയാണ്, ആരാണ് ഇയാൾക്ക് വേണ്ടി ജാമ്യം, ഇതൊന്നും നമ്മൾ നോക്കണ്ട. ഒരാൾക്ക് ലോൺ കൊടുത്തു, അയാൾ ലോൺ തിരിച്ചടച്ചിട്ടില്ലെങ്കിൽ അത് NPA ആക്കണം നമ്മൾ. 90 ദിവസം കഴിഞ്ഞാൽ NPA ആക്കണം നമ്മൾ. സേ ഫോർ എക്സാമ്പിൾ, ഞാനൊരു ലോൺ കൊടുത്തു, എനിക്ക് വേണ്ടി ജാമ്യം നിന്ന് പിണറായി വിജയനാണെന്ന് വിചാരിക്കുക. ഞാൻ ലോൺ തിരിച്ചടച്ചില്ല, 90 ദിവസം കഴിഞ്ഞു, സാർ NPA ആക്കണം. യെസ്, NPA ആക്കണം. ആരാണ് ജാമ്യം നിന്നത്, എത്ര സെക്യൂരിറ്റി ഉണ്ട്, ഇതൊന്നും നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. ആം ഐ ക്ലിയർ ടു യു? യെസ് സർ. നെക്സ്റ്റ്, അസറ്റ് ക്ലാസിഫിക്കേഷൻ ഇസ് ബോറോവർ വൈസ് ആൻഡ് നോട്ട് ഫെസിലിറ്റി വൈസ്. എന്താ പറയുന്നത്? സേ ഫോർ എക്സാമ്പിൾ, ഞാനൊരു 3 ലോൺ എടുത്തു, ഒരു ഹൗസ് ലോൺ, ഒരു കാർ ലോൺ, ഒരു ഗോൾഡ് ലോൺ. അതിൽ ഹൗസ് ലോൺ ഞാൻ കൃത്യമായിട്ട് അടക്കുന്നുണ്ട്, കാർ ലോൺ ഞാൻ കൃത്യമായിട്ട് അടക്കുന്നുണ്ട്, ഗോൾഡ് ലോൺ മാത്രം ഞാൻ അടക്കുന്നില്ല. 90 ഡേയ്സ് കഴിഞ്ഞു. അപ്പോൾ NPA ആക്കണോ വേണ്ടിയോ? ഗോൾഡ് ലോൺ മാത്രം NPA ആക്കണോ, ഫുള്ളി ഞാൻ NPA ആക്കണോ? ആൻസർ, ഫുള്ളി നമ്മൾ NPA ആക്കണം. കാരണം NPA ക്ലാസിഫിക്കേഷൻ ഇസ് ബോറോവർ വൈസ് ആണ്, ഫെസിലിറ്റി വൈസ് അല്ല. ആ ബോറോവറിനെയാണ് നമ്മൾ അവിടെ NPA ആക്കുന്നത്. സഞ്ജയ് പ്രഭു എന്നുള്ള ബോറോവറിനെയാണ് നമ്മൾ അവിടെ NPA ആക്കുന്നത്. സോ ഹൗസിംഗ് ലോൺ കൃത്യമായിട്ട് അടിച്ചു, കാർ ലോൺ കൃത്യമായിട്ട് അടിച്ചു, ഗോൾഡ് ലോൺ കൃത്യമായിട്ട് അടിച്ചില്ലെങ്കിൽ എൻറ്റയർ ആ ബോറോവറിനെയാണ് നമ്മൾ അവിടെ NPA ആക്കുന്നത്. അസറ്റ് ക്ലാസിഫിക്കേഷൻ ഇസ് ബോറോവർ വൈസ് ആൻഡ് നോട്ട് ഫെസിലിറ്റി വൈസ്. ഈ ഒരു എക്സാമ്പിൾ ഒന്ന് റെഫർ ചെയ്യാം. പിന്നെ അക്കൗണ്ട്സ് റെഗുലറൈസ് നിയർ ബാലൻസ് ഷീറ്റ് ഡേറ്റ്. വെരി ഇമ്പോർട്ടൻറ്റ്. അക്കൗണ്ട്സ് റെഗുലറൈസ് നിയർ ദ ബാലൻസ് ഷീറ്റ് ഡേറ്റ്. അവിടെ എന്താ പറയുന്നത്? ചില സമയത്ത് ഈ ബാങ്കിന്റെ മാനേജർ ഒരു പെർട്ടിക്കുലർ ലോൺ അക്കൗണ്ട് NPA ആകാതിരിക്കാൻ വേണ്ടിയിട്ട് ചില കള്ളക്കളികൾ കളിക്കും. എന്തൊക്കെ കള്ളക്കളികൾ കളിക്കുക? അയാൾ എന്ത് ചെയ്യും? ഈ ഇയർ എൻഡ് ആവുന്ന സമയത്ത് ബാലൻസ് ഷീറ്റ് ഡേറ്റിനെ അടുപ്പിച്ചിട്ട് അയാൾ കുറച്ച് ക്രെഡിറ്റ് എൻട്രീസ് പാസ് ചെയ്യും. എന്നിട്ട് 31 മാർച്ച് ശേഷം അതൊക്കെ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കുക? ആ ബോറോവർ പൈസ അടച്ചു എന്നല്ല വിചാരിക്കുക. പക്ഷെ തൊട്ടപ്പുറത്ത് തന്നെ അയാൾ എന്തെങ്കിലും ആ എൻട്രീസ് ഒക്കെ റിവേഴ്സ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, സോ ഇത്തരം കള്ളക്കളികൾ ബാങ്കിലെ മാനേജർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ ബാലൻസ് ഷീറ്റ് ഡേറ്റിനെ അടുപ്പിച്ച് NPA ആവാൻ സാധ്യതയുള്ള അക്കൗണ്ട്സ് ഉണ്ടെങ്കിൽ അത്തരം അക്കൗണ്ട്സിനെ ആസ് എൻ ഓഡിറ്റർ വി ഷുഡ് ഹാൻഡിൽ വിത്ത് കെയർ. ഷുഡ് ഹാൻഡിൽ വിത്ത് കെയർ വിതൗട്ട് എനി സ്കോപ്പ് ഫോർ സബ്ജക്ടിവിറ്റി. അപ്പോൾ ഓഡിറ്റർ എന്താ ചെക്ക് ചെയ്യുന്നത്? ഓഡിറ്റർ ഷുഡ് ചെക്ക് സാമ്പിൾ ട്രാൻസാക്ഷൻസ് ഇമ്മീഡിയറ്റ്ലി ബിഫോർ ദ ക്ലോസിംഗ് ഫിനാൻഷ്യൽ ഇയർ and immediately after the closing of financial year. Okay, order. So objective behind this transaction, if they have any relation to each other in the borrower's account, if some transactions are being reversed during the first few days after the closing, might show an arrangement to prevent the borrower slipping into NPA. ഞാൻ ഒറ്റ തവണ കൂടി ഞാൻ പറയാം. സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. ഒന്നും നിങ്ങളൊന്ന് ഇവിടെ നോക്കി ഒരു ദീർഘശ്വാസം വലിച്ച് പിടിച്ചേക്ക. ഓക്കെ, ഞാൻ എന്താ പറഞ്ഞത്? എടാ, ഈ ബാങ്കിലെ മാനേജറിനെ സംബന്ധിച്ചിടത്തോളം ഈ NPA ആയി കഴിഞ്ഞാൽ അയാളുടെ പ്രൊമോഷനെ, സാലറിനൊക്കെ ബാധിക്കും. അതുകൊണ്ട് അയാൾ എന്ത് ചെയ്യും? ഈ ബാലൻസ് ഷീറ്റ് ഡേറ്റിനെ അടുപ്പിച്ച് ആരെങ്കിലും NPA ആവാൻ ചാൻസ് ഉണ്ടെങ്കിൽ അയാൾ NPA ആകാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യും? കുറച്ച് ഫേക്ക് എൻട്രീസ് അങ്ങ് പാസ് ചെയ്യും, കുറച്ച് ക്രെഡിറ്റ് എൻട്രീസ് അങ്ങ് പാസ് ചെയ്യും. എന്നിട്ട് 31 മാർച്ച് ശേഷം അതൊക്കെ എന്ത് ചെയ്യും? റിവേഴ്സ് ചെയ്യും. അപ്പോൾ 31 മാർച്ച് വരെ നമ്മൾ നോക്കുമ്പോൾ എന്താ സംഭവിക്കുക? അവിടെ കുറെ അയാൾ പേയ്മെന്റ് ചെയ്ത പോലെ നമുക്ക് തോന്നും. ഓക്കെ, അപ്പോൾ അത്തരം അക്കൗണ്ടുകൾ ആസ് എൻ ഓഡിറ്റർ ഞാൻ എന്താ ചെയ്യുന്നത്? വ്യൂ ഷുഡ് ഹാൻഡിൽ വിത്ത് കെയർ വിതൗട്ട് എനി സ്കോപ്പ് ഫോർ സബ്ജക്ടിവിറ്റി. with care without any scope for subjectivity. അപ്പോൾ ആസ് എൻ ഓഡിറ്റർ ഞാൻ എന്താ ചെക്ക് ചെയ്യേണ്ടത്? 31 മാർച്ചിന് മുന്നേയും 31 മാർച്ചിന് ശേഷം എന്തൊക്കെ ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടെന്ന് ആസ് എൻ ഓഡിറ്റർ ഞാൻ ചെക്ക് ചെയ്യണം. 31 മാർച്ചിന് മുന്നേ കിട്ടിയ പൈസയൊക്കെ 31 മാർച്ചിന് ശേഷം റിവേഴ്സ് ചെയ്തിട്ടുണ്ടോ ആസ് എൻ ഓഡിറ്റർ ഞാൻ ചെക്ക് ചെയ്യണം. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ബാങ്ക് മാനേജറിന്റെ ഒരു പൊറാട്ട നാടകം മാത്രമാണ്. എന്തിനു വേണ്ടിയിട്ട്? ഈ പർട്ടിക്കുലർ അക്കൗണ്ട് ലോൺ NPA ആകാതിരിക്കാൻ വേണ്ടിയിട്ട്, ഈ പർട്ടിക്കുലർ അക്കൗണ്ട് NPA ആകാതിരിക്കാൻ വേണ്ടി ഈ പുള്ളിക്കാരൻ ചെയ്ത ഒരു ചെറിയ നാടകം മാത്രമാണെന്ന് നമ്മളത് കൺസിഡർ ചെയ്യണം. ആൻഡ് സച്ച് അക്കൗണ്ട് ഷുഡ് ബി ഹാൻഡിൽ വിത്ത് കെയർ വിതൗട്ട് എനി സ്കോപ്പ് ഫോർ സബ്ജക്ടിവിറ്റി. നെക്സ്റ്റ് വരുന്ന ഗവൺമെന്റ് ഗ്യാരണ്ടീഡ് അഡ്വാൻസസ്. അവിടെ സെൻട്രൽ ഗവൺമെന്റ് ഗ്യാരണ്ടി ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റ് ഗ്യാരണ്ടി ഉണ്ട്, സെൻട്രൽ ഗവൺമെന്റ് ഗ്യാരണ്ടി ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റ് ഗ്യാരണ്ടി ഉണ്ട്. വെരി സിമ്പിൾ. ഒരു ദീർഘശ്വാസം വീണ്ടും വിളിച്ച് പഠിച്ചേക്കാം. ഓക്കെ, സോ സെൻട്രൽ ഗവൺമെന്റ് ആണ് ഗ്യാരണ്ടി നിൽക്കുന്നത്. നമ്മുടെ മെയിൻ റൂൾ എന്തായിരുന്നു? ജനറൽ റൂൾ, ആര് ഗ്യാരണ്ടി നിന്നാലും പൈസ തിരിച്ചടച്ചിട്ടില്ലെങ്കിൽ 90 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവർ ഡ്യൂ ബൈ മോർ ദാൻ 90 ഡേയ്സ് ആണെങ്കിൽ എന്തായാലും നമ്മളതിന് എന്ത് ചെയ്യണം? നമ്മളതിനെ NPA ആക്കണം. ഇതാണ് നമ്മുടെ ജനറൽ റൂൾ. അതിൻ്റെ ഒരു എക്സെപ്ഷൻ കേസാണ് നമ്മളിപ്പോൾ ഇവിടെ പഠിക്കാൻ വേണ്ടി പോകുന്നത്. എക്സെപ്ഷൻ ടു ജനറൽ റൂൾ എന്താണ് ഇവിടെ പറയുന്നത്? സെൻട്രൽ ഗവൺമെന്റ് ആണ് ഗ്യാരണ്ടി നിൽക്കുന്നതെങ്കിൽ നമ്മുടെ ബോറോവർ പൈസ തിരിച്ചടച്ചില്ല, 90 ഡേയ്സ് കഴിഞ്ഞു, ഓവർ ഡ്യൂ ബൈ മോർ ദാൻ 90 ഡേയ്സ് ആയി, അതിനെ NPA ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ട. അതിനെ സ്റ്റാൻഡേർഡ് അസസ് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്താൽ മതി. അതിന് പ്രൊവിഷൻ ഒന്നും വെക്കണ്ട. പക്ഷേ ഇൻകം റെക്കഗ്നിഷൻ പർപ്പസിന് വേണ്ടി അതിനെ NPA ആയിട്ട് ക്ലാസിഫൈ ചെയ്താൽ മതി, കൺസിഡർ ചെയ്യണം. അതായത് ഇനി അങ്ങോട്ടേക്ക് നമ്മൾ അതിനെ ക്യാഷ് ബേസിസിലേക്കും റെക്കോർഡ് ചെയ്യുന്നുണ്ടാവാം. ഓക്കെ ആണോ? ഒരു തവണ കൂടി ഞാൻ പറയാം. ഒന്നുമില്ല, നമുക്ക് നമ്മുടെ ഇൻകം റെക്കഗ്നിഷൻ പർപ്പസ് അറിയാലോ. എന്താ നമ്മുടെ ഇൻകം റെക്കഗ്നിഷൻ പർപ്പസ്? ഒരു ബാങ്ക് എങ്ങനെ അവിടെ ഇൻകം റെക്കഗ്നൈസ് ചെയ്യുക? നോർമലി ഒരു ബാങ്ക് ഇൻകം റെക്കഗ്നൈസ് ചെയ്യുന്നത് അക്രൂവൽ ബേസിസിലാണ്. NPA ആയാൽ മാത്രം അത്തരം അക്കൗണ്ട്സ് നമ്മൾ എന്തായാലും ക്ലാസിഫൈ ചെയ്യണം? ക്യാഷ് ബേസിൽ നമ്മൾ റെക്കോർഡ് ചെയ്യണം. ഇതാണ് നമ്മുടെ ഇൻകം റെക്കഗ്നിഷൻ പർപ്പസ്. ഓക്കെ ആണോ? ഇവിടെ ഇപ്പോൾ എന്താ പറയുന്നത്? സെൻട്രൽ ഗവൺമെന്റ് ആണ് ഗ്യാരണ്ടി നിൽക്കുന്നത്. സെൻട്രൽ ഗവൺമെന്റ് ഗ്യാരണ്ടി നിന്നിട്ട് ആ ബോറോവർ ലോൺ തിരിച്ചടച്ചിട്ടില്ല, ഇഫ് ഇറ്റ് ഈസ് ഓവർ ഡ്യൂ ബൈ മോർ ദാൻ 90 ഡേയ്സ് ആയിട്ടുണ്ടെങ്കിൽ
ഓക്കെ, അതിനെ എൻ പി ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ട. സാധാരണ കേസ് നമ്മൾ എൻ പി ആയിട്ട് ട്രീറ്റ് ചെയ്യണം, അതാണ് നമ്മൾ മുകളിൽ പഠിച്ച ജനറൽ റൂൾ. ഇവിടെ എൻ പി ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ട, അതിന് പ്രൊവിഷൻ വെക്കേണ്ട, ഒന്നും വെക്കേണ്ട. പക്ഷേ ഇനി അങ്ങോട്ടേക്ക് നമ്മൾ ക്യാഷ് ബേസിസിൽ മാത്രം റെക്കോർഡ് ചെയ്യും. അതായത് ഇൻകം റെക്കഗ്നിഷൻ പർപ്പസിന് വേണ്ടി നമ്മൾ അതിനെ എൻ പി ആയിട്ട് ട്രീറ്റ് ചെയ്യും. ദാറ്റ്സ് ഇറ്റ്, ഡൺ. അടുത്തത് സ്റ്റേറ്റ് ഗവൺമെന്റ് കേസ്. സ്റ്റേറ്റ് ഗവൺമെന്റ് കേസ് സാധാരണ മനുഷ്യന്മാരുടെ കേസിന് ലോൺ തിരിച്ചടച്ചില്ലെങ്കിൽ അതിനെ എൻ പി ആയിട്ട് ട്രീറ്റ് ചെയ്യണം, ക്യാഷ് ബേസിൽ റെക്കോർഡ് ചെയ്യണം, പ്രൊവിഷനും വെക്കണം. ഓക്കെ ആണോടാ? ഒന്നുകൂടി പറയാം. സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ഗ്യാരണ്ടി നിൽക്കുന്നത്, ഞാനാണ് ബോറോവർ, എനിക്ക് വേണ്ടി സ്റ്റേറ്റ് ഗവൺമെന്റ് ഗ്യാരണ്ടി തന്നു, ഞാൻ ലോൺ തിരിച്ചടച്ചില്ല, ഓവർ ഡ്യൂ ബൈ മോർ ദാൻ 90 days ആയിട്ടുണ്ടെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ഗ്യാരണ്ടി നിൽക്കുന്നതിൽ അതിനെ എൻ പി ആയിട്ട് ട്രീറ്റ് ചെയ്യണം, പ്രൊവിഷൻ വെക്കണം, ക്യാഷ് ബേസിൽ റെക്കോർഡ് ചെയ്യണം. സെൻട്രൽ ഗവൺമെന്റ് ആണെങ്കിൽ എൻ പി ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ട, പ്രൊവിഷൻ വെക്കണ്ട, പക്ഷേ ക്യാഷ് ബേസിൽ റെക്കോർഡ് ചെയ്യണം. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ ആണോടാ? യെസ് യെസ്, 3 ബാഗ് ഫുൾ. ഓക്കെ, നെക്സ്റ്റ് അഡ്വാൻസസ് അണ്ടർ കൺസോർഷ്യം. എന്താണ് കൺസോർഷ്യം? എടാ ഒന്നുമില്ല, രണ്ടോ രണ്ടിൽ കൂടുതൽ ബാങ്കോ ചേർന്ന് ഒരു വലിയൊരു ബോറോവർക്ക് വലിയൊരു എമൗണ്ട് ലോൺ കൊടുക്കുന്നതിനാണ് നമ്മൾ എന്താ വിളിക്കുന്നത്? കൺസോർഷ്യം എന്ന് വിളിക്കുന്നത്. നോക്കി, അഡ്വാൻസിംഗ് ലോൺ ടു എ ബോറോവർ ബൈ 2 or more banks jointly by forming a consortium. അപ്പൊ കൺസോർഷ്യത്തിന്റെ കേസിൽ നമ്മൾ എന്താ ശ്രദ്ധിക്കണം നോക്കട്ടെ. ഇപ്പൊ ഈ ഒരു കേസിൽ നമുക്ക് നോക്കാം. ഇപ്പൊ വി എം എന്ന് പറയുന്നത് വിം അല്ല മക്കളെ, വിജയ് മല്യാണ്. ഓക്കെ, ഈ വിജയ് മല്യക്ക് 5000 കോടി രൂപയുടെ ആവശ്യമുണ്ടായിരുന്നു. സോ വിജയ് മല്യ സ്റ്റേറ്റ് ബാങ്കിനോട് പറഞ്ഞു, സ്റ്റേറ്റ് ബാങ്ക് എനിക്ക് 5000 കോടി വേണം. അപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് 3000 കോടി കൊടുത്തു, സെൻട്രൽ ബാങ്ക് സിറ്റി ബാങ്ക് 1500 കൊടുത്തു, ഫെഡറൽ ബാങ്ക് 500 കോടി കൊടുത്തു. സോ അങ്ങനെ മൊത്തം 5000 കോടി രൂപ എടുത്തിട്ട് സ്റ്റേറ്റ് ബാങ്ക് നമ്മുടെ വിജയ് മല്യ കൊടുത്തു. ഓക്കെ, ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ വിജയ് മല്യ ആ പൈസയുടെ റീപേയ്മെന്റ് സ്റ്റേറ്റ് ബാങ്കിനാണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കാം. സ്റ്റേറ്റ് ബാങ്ക് മറ്റുള്ള ബാങ്ക്സിന്റെ ഷെയർസ് അവരിലേക്ക് പാർട്ട് ചെയ്യുന്നില്ല. അതായത് സ്റ്റേറ്റ് ബാങ്കിന് ഇപ്പോൾ ഒരു പൈസ കിട്ടിയാൽ അതിനകത്ത് മറ്റ് 2 ബാങ്ക്സിന്റെ ഷെയർ ഉണ്ടാവില്ലേ, മറ്റ് 2 ബാങ്ക്സിന്റെ ഷെയർ അവർക്ക് കൊടുക്കുന്നില്ല എന്നാണെങ്കിൽ മറ്റ് 2 ബാങ്ക്സ് ആ പറഞ്ഞ പെർട്ടിക്കുലർ അക്കൗണ്ടിൽ എൻ പി ആയിട്ട് ട്രീറ്റ് ചെയ്യണോ വേണ്ടോ? ഇതാണ് ചോദ്യം. ഓക്കെ ആണോ? സിറ്റുവേഷൻ മനസ്സിലായോ നിങ്ങൾക്ക്? വിജയ് മല്യ ഈ 3 ബാങ്കിൽ നിന്നും ലോൺ എടുത്തിട്ടുണ്ട്. ഓക്കെ, എന്ത് ലോൺ എടുത്തിട്ട്? കൺസോർഷ്യം ലോൺ എടുത്തു. ഈ 3 ബാങ്ക് കൂടി ഒരുമിച്ചാണ് വിജയ് മല്യക്ക് ലോൺ കൊടുത്തത്. എത്ര ലോണ്? 5000 കോടി രൂപ. അപ്പൊ ഈ ലോണ് വിജയ് മല്യ തിരിച്ചടക്കുന്നത് സ്റ്റേറ്റ് ബാങ്കിലാണ്. സ്റ്റേറ്റ് ബാങ്കിലാണ് ഏറ്റവും കൂടുതൽ ലോൺ കൊടുക്കുന്ന എമൗണ്ട്. നമ്മൾ ലീഡ് ബാങ്ക് എന്ന് വിളിക്കും. എന്താ വിളിക്കുക? ലീഡ് ബാങ്ക്. അതായത് ഒന്നുകൂടി പറയാം. അയ്യോ, ഒന്നുമില്ല, സിമ്പിൾ ടോപ്പിക്കാ. ഓക്കെ, ആദ്യം മനസ്സിലാക്കുക കൺസോർഷ്യം എന്ന് പറയുന്നത്. കൺസോർഷ്യം എന്ന് പറയുന്നത് മക്കളെ സിമ്പിൾ ഒന്നുമില്ല, രണ്ടിൽ കൂടുതൽ ബാങ്കോ ഒരു ബോറോവർ ഒരുമിച്ച് ലോൺ കൊടുക്കുന്നു. ഇപ്പൊ നമ്മുടെ കേസിൽ വിജയ് മല്യ 5000 കോടി രൂപയുടെ ലോൺ വാങ്ങിയിട്ടുണ്ട് അല്ലെ. സോ 5000 കോടി ലോൺ എങ്ങനെ വാങ്ങിയിട്ട്? സ്റ്റേറ്റ് ബാങ്ക് 3000, സിറ്റി ബാങ്ക് 1500, ഫെഡറൽ ബാങ്ക് 500. ഓക്കെ, സോ ഇവിടെ വിജയ് മല്യ ആർക്കാണ് ലോൺ തിരിച്ചടക്കുന്നത്? സ്റ്റേറ്റ് ബാങ്കിനാണ്. സ്റ്റേറ്റ് ബാങ്ക് ഒരു ലോൺ തിരിച്ചടവ് കിട്ടുമ്പോൾ എന്ത് ചെയ്യണം? മറ്റുള്ള ബാങ്ക്സിന്റെ ഷെയർസ് അവർക്ക് കൊടുക്കണം. പക്ഷെ നമ്മുടെ കേസിൽ സ്റ്റേറ്റ് ബാങ്ക് മറ്റുള്ള ബാങ്ക്സിന് ഷെയർസ് കൊടുക്കുന്നില്ലെങ്കിൽ മറ്റുള്ള ബാങ്ക്സ് ഇതിനെ എൻ പി ആയിട്ട് ട്രീറ്റ് ചെയ്യണോ വേണ്ടിയോ? ആൻസർ യെസ്, എൻ പി ആയിട്ട് ട്രീറ്റ് ചെയ്യണം. ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത് നോക്കിയേ. ദ കൺസോർഷ്യം, ആ ബ്ലൂ കളർ നോക്കിയിട്ട്, കൺസോർഷ്യം അഡ്വാൻസസ് ഷുഡ് ബി ബേസ്ഡ് ഓൺ ദ റെക്കോർഡ് ഓഫ് റിക്കവറി ഓഫ് ദ റെസ്പെക്റ്റീവ് ഇൻഡിവിജ്വൽ മെമ്പർ ബാങ്ക്. ആസ് എൻ ഇൻഡിവിജ്വൽ മെമ്പർ ബാങ്ക് ഞാൻ കൊടുത്ത പൈസ എനിക്ക് തിരിച്ച് കിട്ടിയോ ഇല്ലയോ, ഇത് മാത്രം ഞാൻ നോക്കിയാൽ മതി. ഞാൻ കൊടുത്ത പൈസ എനിക്ക് തിരിച്ച് കിട്ടിയില്ലെങ്കിൽ ഞാൻ ആ പർട്ടിക്കുലർ അക്കൗണ്ടിനെ എൻ പി ആയിട്ട് ട്രീറ്റ് ചെയ്യണം. ദാറ്റ്സ് ഇറ്റ്, ഡൺ. ഓക്കെ ആണോടാ? ഫൈൻ ആണോടാ? ഫൈൻ ആണോ? സോ ഇപ്പൊ സേഫ് പറഞ്ഞു, വിജയ് മല്യ കൃത്യമായിട്ട് സ്റ്റേറ്റ് ബാങ്കിന് പൈസ കൊടുക്കുന്നുണ്ട്. സ്റ്റേറ്റ് ബാങ്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തില്ലെങ്കിൽ പോലും അവരെന്ത് നോക്കേണ്ട ആവശ്യമുള്ളൂ? അവർക്ക് കൊടുത്ത പൈസ അവർക്ക് കിട്ടിയോ? ഇവിടെ സ്റ്റേറ്റ് ബാങ്ക് എൻ പി ആയിട്ട് ട്രീറ്റ് ചെയ്യില്ല. കാരണം സ്റ്റേറ്റ് ബാങ്ക് കൊടുത്ത പൈസ സ്റ്റേറ്റ് ബാങ്കിന് കിട്ടുന്നുണ്ട്. പക്ഷേ മറ്റേ സിറ്റി ബാങ്കും ഫെഡറൽ ബാങ്കും അവർക്ക് അവരുടെ ഷെയർ കിട്ടുന്നില്ലെങ്കിൽ അവർ അതിനെ എന്തായിട്ട് ട്രീറ്റ് ചെയ്യണം? എൻ പി ആയിട്ട് ട്രീറ്റ് ചെയ്യണം. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ബാങ്ക്സ് പാർട്ടിസിപ്പേറ്റ്, ഈ കൺസോർഷ്യത്തിൽ 2 ടൈപ്പ് ഓഫ് ബാങ്ക് ഉണ്ട്. ഒന്ന് ലീഡ് ബാങ്ക്, ഒന്ന് പാർട്ടിസിപ്പേറ്റിംഗ് ബാങ്ക് അഥവാ മെമ്പർ ബാങ്ക് എന്ന് പറയും. ഓക്കെ, ലീഡ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ആരാണോ ഹയസ്റ്റ് ഷെയർ കൊടുക്കുന്നത് അയാളാണ് ലീഡ് ബാങ്ക്. ഇപ്പൊ എന്റെ എക്സാമ്പിൾ സ്റ്റേറ്റ് ബാങ്ക് ആയിരുന്നു 3000 കോടി കൊടുത്തു. സോ സ്റ്റേറ്റ് ബാങ്ക് എന്തായി മാറി? ലീഡ് ബാങ്കായി മാറി. Am I clear to you? Yes sir, Kitty sir. So ഇവിടെ എന്താ പറയുന്നത്? The banks participating in the consortium needs to arrange to get their share of recovery transfer from the lead bank. So നമ്മുടെ കൺസോർഷ്യത്തിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് we have to make some arrangement to make sure that the lead bank is transferring our share to us. Okay ആണോ? So or we should get an express consent from the lead bank for the transfer of their share of recovery to ensure proper asset classification the respective bank. അത് നമ്മളൊരു കൺസോർഷ്യത്തിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ആസ് എ പാർട്ടിസിപ്പേറ്റിംഗ് ബാങ്ക് നമ്മൾ 2 കാര്യം ചെയ്യണം. ഒന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു get an express consent from the lead bank for the transfer of their share of recovery, or we have to make some arrangement to get our share of recovery from the lead bank. ഒന്നെങ്കിൽ നമ്മൾ ലീഡ് ബാങ്കിന് കയ്യിൽ നിന്ന് പൈസ വാങ്ങണം, അല്ലെങ്കിൽ അവിടെ നമ്മൾ എഴുതി വാങ്ങണം. എന്ത്? എക്സ്പ്രസ് കൺസെന്റ് വാങ്ങണം. Am I clear to you? Yes sir, 3 bag full. യെസ്, അടുത്തത് എന്താണ്? ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് നോട്ട് ചെയ്ത് നോക്കാം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അക്കൗണ്ട്സ് വേർ ദാറ്റ് ഈസ് ഇറോഷൻ ദ വാല്യൂ ഓഫ് സെക്യൂരിറ്റി. സേ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു സേ ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാൻ ഒരു എൻ്റെ വീടിന്റെ ആധാർ ബാങ്കിൽ വെച്ചിട്ട് ഞാൻ ലോൺ എടുത്തു. 50 ലക്ഷം രൂപയാണ് എൻ്റെ വീടിന്റെ ബാങ്ക് അസസ് ചെയ്ത വാല്യൂ. അസസ്ഡ് വാല്യൂ എത്രയാണ്? 50 ലക്ഷം രൂപ. ഞാൻ അടുത്ത ലോൺ എമൗണ്ട് എത്രയാണ്? 35 ലക്ഷം രൂപയാണ്. ഓക്കെ ആണോടാ? പക്ഷേ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ വയനാട്ടിൽ മറ്റേ ലാൻഡ് സ്ലൈഡ് വന്നില്ലേ ചൂരൽമലയിൽ, ആ ലാൻഡ് സ്ലൈഡിൽ എൻ്റെ വീട് മൊത്തം
പോയി എന്ന് വിചാരിക്കുക. ഇപ്പോൾ അവിടെ വീടും ഇല്ല, ഒരു കോപ്പും ഇല്ല. ഓക്കെ ആണോടാ? സോ എടാ, ലാൻഡ് സ്ലൈഡ് വന്നു കഴിഞ്ഞാൽ ആ സെക്യൂരിറ്റിയുടെ വാല്യൂ ഇടിയില്ലേ? ഇനിയിപ്പോൾ ആ സ്ഥലത്തിന് അത്രയും പൈസ ഉണ്ടാവോ? ഇല്ല. ലാൻഡ് സ്ലൈഡ് നടന്ന സ്ഥലമാണെങ്കിൽ ആ സ്ഥലത്തിന്റെ വാല്യൂ ഇടിയും അല്ലേ? സോ അന്ന് ഞാൻ ലോൺ വെച്ച സമയത്ത് ഇതിന്റെ അസസ്ഡ് വാല്യൂ എത്രയാണ്? 50 ലക്ഷം രൂപയാണ്. എത്രയാണ്? 50 ലക്ഷം രൂപ. പക്ഷേ ഇന്ന് 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 ആ അസസ്ഡ് വാല്യൂ 10 ലക്ഷം രൂപയാണെന്ന് വിചാരിക്കുക. എന്താ 10 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ? ഇഫ് ദ അസസ്ഡ് വാല്യൂ നോക്കിയിട്ട് ഇവിടെ നോക്കി, ഇറോഷൻ ദ വാല്യൂ ഓഫ് സെക്യൂരിറ്റി ഈസ് കൺസിഡർഡ് ടു ബി significant when the realizable value of the security is less than 50% of the value assessed by the bank. നമ്മൾ എത്ര വാല്യൂ അസസ് ചെയ്ത? 50 ലക്ഷം. ഇന്നിപ്പോൾ ആ സ്ഥലത്തിന് എത്ര വാല്യൂ ഉള്ളൂ? 10 ലക്ഷമേ ഉള്ളൂ. ദാറ്റ് മീൻസ് നമ്മുടെ സെക്യൂരിറ്റി വാല്യൂ ഹാസ് ബീൻ ഇറോഡഡ്, താഴ്ന്നു പോയി. എത്ര താഴ്ന്നു? 50%, ലെസ് ദാൻ. അത് ഇപ്പോഴത്തെ നമ്മുടെ സെക്യൂരിറ്റിയുടെ വാല്യൂ ലെസ് ദാൻ 50% ഓഫ് ദ വാല്യൂ അസസ് അല്ലേ? നമ്മുടെ വാല്യൂ അസസ് എത്രയെന്ന് എക്സാമ്പിൾ 50 ലക്ഷം. ഇപ്പോഴത്തെ അതിന്റെ വാല്യൂ എത്രയുള്ളൂ? വെറും 10 ലക്ഷം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിന് എന്തായിട്ട് ക്ലാസിഫൈ ചെയ്യണം? ഡൗട്ട്ഫുൾ അസറ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യണം. ഓക്കെ ആണോടാ? ഓക്കെ ആണോ? ഇനിയിപ്പോൾ നമ്മുടെ സെക്യൂരിറ്റിയുടെ വാല്യൂ ഇടിഞ്ഞ് ഇപ്പോൾ വെറും 1 ലക്ഷം രൂപയായെന്ന് വിചാരിക്കാം. 1 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? സേ ഫോർ എക്സാമ്പിൾ നമ്മുടെ സെക്യൂരിറ്റി വാല്യൂ ഇടിഞ്ഞ് നമ്മുടെ ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസ് ഇല്ല. ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസ് 35 ലക്ഷം രൂപയുടെ ലോണല്ലേ ഞാൻ എടുത്തത്. ആ തൽക്കാലം ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസ് 35 ലക്ഷം രൂപ തന്നെയാണെന്ന് വിചാരിക്കുക. ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസിന്റെ 10%, അതായത് 3.5 ലക്ഷം രൂപ അല്ലെ? ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസിന് 10% താഴെയാണ് വന്നെങ്കിൽ, 10% ഓഫ് ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസിനെക്കാളും താഴെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് എന്തായിട്ട് ക്ലാസ് വേണം? ലോസ് അസറ്റ് ആയിട്ട് ക്ലാസ് വേണം. എന്തായിട്ട് ക്ലാസ് വേണം? ലോസ് അസറ്റ് ആയിട്ട് ക്ലാസ് വേണം. ഒരു തവണ കൂടി ഞാൻ പറയാം, ഒന്നുമില്ല സമ്മകളെ പിടിച്ചേക്കാം. ഇവിടെ പറയാം, ഇവിടെ ശ്രദ്ധിക്കാം. ഞാൻ സെക്യൂരിറ്റി വെച്ചിട്ട് ലോൺ എടുത്തു. ഓക്കെ, പക്ഷേ എന്റെ സെക്യൂരിറ്റിയുടെ വാല്യൂ ഇടിഞ്ഞു. വാല്യൂ ഇടിഞ്ഞ് ഞാൻ വെച്ച സമയത്ത് എന്റെ സെക്യൂരിറ്റിയുടെ വാല്യൂ അവർ അസസ് ചെയ്യില്ലേ? അതിന് 50% താഴെയാണ് ഇപ്പോഴത്തെ വിലയെങ്കിൽ അതിനെ ഡൗട്ട്ഫുൾ അസറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ ആണോ? അത് ഇടിഞ്ഞ് എന്റെ ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസിന്റെ 10%-ക്കാളും താഴെയാണെങ്കിൽ അതിനെ ലോസ് അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക. ലോസ് അസറ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യണം? ലോസ് അസറ്റ് ആണ് ഒന്നേ നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ ഫുള്ളി 100% പ്രൊവിഷൻ വെക്കണം. ദാറ്റ് ഈസ് ഇറ്റ്. ഓക്കെ ആണോ? യെസ്. നെക്സ്റ്റ് എന്താ പറയുന്നത്? അഡ്വാൻസ് അഗെയിൻസ്റ്റ് ടേം ഡെപ്പോസിറ്റ്, NSC, KVP, IVP. ഇതും നമ്മുടെ ജനറൽ റൂളിന് എഗെയിൻസ്റ്റ് ആണ്. നമ്മൾ ജനറൽ റൂൾ എന്തായിരുന്നു? എന്ത് സെക്യൂരിറ്റി വെച്ചു, ആരാണ് ഗ്യാരണ്ടി നിൽക്കുന്നത്, എത്രയാണ് ജാമ്യം, ഇത് എത്രയാണ് നമ്മുടെ ജനറൽ റൂൾ പഠിച്ചു കൊടുക്കുന്നുണ്ടോ? അസറ്റ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദ റെക്കോർഡ് ഓഫ് റിക്കവറി, ആരാണ് സെക്യൂരിറ്റി നിൽക്കുന്നത്, ആരാണ് അയാളുടെ നെറ്റ്വർത്ത് എത്രയാണ്, ആരാണ് ഗ്യാരണ്ടർ നിൽക്കുന്നത്, ഇതൊന്നും നോക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അതിന്റെ ഒരു എക്സെപ്ഷൻ ആണ് ഈ ഒരു സംഭവം. ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? അഡ്വാൻസ് അഗെയിൻസ്റ്റ് ടേം ഡെപ്പോസിറ്റ്, NSC, KVP, IVP, ലൈഫ് ഇൻഷുറൻസ് പോളിസി നീഡ് നോട്ട് ബി ട്രീറ്റഡ് ആസ് NPA ഇഫ് ദാറ്റ് ഈസ് അഡ്വക്കേറ്റ് മാർജിൻ. അവിടെ ഇപ്പം ഞാൻ സേ ഫോർ എക്സാമ്പിൾ എനിക്കൊരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ട്. ഫിക്സഡ് ഡെപ്പോസിറ്റ് ഒരു 10 കോടി രൂപയുടെയാണ്. അതിനെഗെയിൻസ്റ്റ് ഞാൻ ഒരു 10 ലക്ഷം രൂപ ലോൺ എടുത്തു. ഓക്കെ, അപ്പോൾ അവിടെ അഡ്വക്കേറ്റ് മാർജിൻ ഉണ്ടെങ്കിൽ ഈ ലോൺ ഞാൻ തിരിച്ചടച്ചില്ല, 90 ഡേയ്സ് കഴിഞ്ഞു ഓവർ ഡ്യൂ ആയിട്ട്, അതിന് NPA ആക്കണോ? വേണ്ട. നമ്മൾ ജനറൽ റൂൾ പ്രകാരം NPA ആക്കണം എന്നാണ് പഠിച്ചത്. ശരിയല്ലടാ? നമ്മൾ നേരത്തെ കുറച്ച് മുന്നേ പഠിച്ചിട്ടുള്ള മക്കൾ, നിങ്ങൾ എന്താണെന്ന് ഓർമ്മയില്ലാത്തത്? ഓർമ്മയുണ്ടോ? അതായത് സാധനം കണ്ട ക്ലാസിഫിക്കേഷൻ ഓഫ് NPA ബേസ്ഡ് ഓൺ റെക്കോർഡ് ഓഫ് റിക്കവറി, അവൈലബിലിറ്റി ഓഫ് സെക്യൂരിറ്റി, ഗ്യാരണ്ടർ, ബോറോവർ, ഇതൊന്നും നോക്കണ്ട എന്നാണ് പറഞ്ഞത്. ശരിയല്ലേ? പക്ഷെ ഇവിടെ ഇപ്പം എന്താ പറഞ്ഞത്? സെക്യൂരിറ്റി ഉണ്ട്, അവിടെ അഡ്വക്കേറ്റ് മാർജിൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെ NPA ആയിട്ട് ട്രീറ്റ് ചെയ്യണ്ട എന്നല്ലേ അവിടെ പറഞ്ഞത് മക്കളെ? സോ ഇറ്റ് ഈസ് എൻ എക്സെപ്ഷൻ ടു ജനറൽ റൂൾ. ഇറ്റ് ഈസ് എൻ എക്സെപ്ഷൻ ടു ജനറൽ റൂൾ. ആം ഐ ക്ലിയർ ടു യു മക്കളെ? ആം ഐ ക്ലിയർ ടു യു? യെസ് സർ, യെസ് സർ. 3 bags full. ഓക്കെ, സോ നെക്സ്റ്റ് അഗ്രികൾച്ചറൽ അഡ്വാൻസസ്. അഗ്രികൾച്ചർ അഡ്വാൻസിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ഓക്കെ, അഡ്വാൻസസ് ടു സ്റ്റാഫ് നമുക്ക് നോക്കാം ആദ്യം. അഡ്വാൻസസ് ടു സ്റ്റാഫിൽ എന്താ പറയുന്നത്? നോർമലി നമ്മൾ ജനറൽ റൂൾ എന്താ പഠിച്ചത്? NPA ഇൻട്രസ്റ്റോ പ്രിൻസിപ്പളോ തിരിച്ചടച്ചിട്ടില്ലെങ്കിൽ അതിനെ NPA ആയിട്ട് ട്രീറ്റ് ചെയ്യണം എന്നാണ് പഠിച്ചത്. ശരിയല്ലടാ? യെസ്. പക്ഷേ ഇവിടെ അഡ്വാൻസ് ടു സ്റ്റാഫിൽ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, സ്റ്റാഫിന്, നമ്മുടെ സ്വന്തം സ്റ്റാഫിന് കൊടുക്കുന്ന ലോൺ അവരടക്കുന്ന തിരിച്ചടവ് എല്ലാ പൈസ ഇങ്ങോട്ടേക്ക് പോകാം, പ്രിൻസിപ്പളിലേക്ക് പോകാം. പ്രിൻസിപ്പൾ 0 ആയ ശേഷം മാത്രം ഇൻട്രസ്റ്റിലേക്ക് അടച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. ഓക്കെ ആണോടാ? സോ അവരടക്കുന്ന EMIs മൊത്തം എങ്ങോട്ടേക്ക് പോകും? പ്രിൻസിപ്പളിൽ പോകും. പ്രിൻസിപ്പൾ 0 ആയ ശേഷം അടുത്ത EMI മാത്രമേ എങ്ങോട്ടേക്ക് പോകും? ഇൻട്രസ്റ്റിലേക്ക് പോകും. സോ ആദ്യത്തെ ക്വാർട്ടർ, അതായത് ആദ്യത്തെ ക്വാർട്ടർ എന്ന് പറയുമ്പോൾ 90 ദിവസം അല്ലേ? യെസ്. സോ ആദ്യത്തെ ക്വാർട്ടറിലേക്ക് എന്തെങ്കിലും പേയ്മെന്റ് ഇൻട്രസ്റ്റിലേക്ക് പോകുന്നുണ്ടോ? സേ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു കോടി രൂപയുടെ ലോൺ എടുത്തു ബാങ്കിൽ നിന്ന്. ഞാനൊരു ബാങ്കിന്റെ സ്റ്റാഫാണ്, ഞാൻ 1 കോടി രൂപയുടെ ലോൺ എടുത്തു. എല്ലാ മാസം ഞാൻ 1 ലക്ഷം രൂപ വെച്ച് തിരിച്ചടക്കുന്നുണ്ട് വിചാരിക്കാം. സോ ആദ്യത്തെ മാസം ഞാൻ അടക്കുന്ന 1 ലക്ഷം രൂപ എങ്ങോട്ടേക്ക് പോകും? പ്രിൻസിപ്പളിലേക്ക് പോകും. രണ്ടാമത്തെ മാസം അടക്കുന്നത് പ്രിൻസിപ്പളിലേക്ക് പോകും. മൂന്നാമത്തെ മാസം അടക്കുന്നത് പ്രിൻസിപ്പളിലേക്ക് പോകും. ഇങ്ങനെ എല്ലാ അടവും എങ്ങോട്ടേക്ക് പോകും? പ്രിൻസിപ്പളും. പ്രിൻസിപ്പൾ 0 ആയ ശേഷം മാത്രമേ ഇൻട്രസ്റ്റ് കവർ ചെയ്യുന്നുള്ളൂ. സോ ആദ്യത്തെ 3-4 മാസം ഇൻട്രസ്റ്റിലേക്ക് പോകുന്നില്ലല്ലോ. സോ ആദ്യത്തെ 90 ദിവസം ഇൻട്രസ്റ്റിലേക്ക് പേയ്മെന്റ് ഒന്നും പോകുന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ ജനറൽ റൂൾ വെച്ചിട്ട് ഇൻട്രസ്റ്റോ പ്രിൻസിപ്പളോ 90 ദിവസത്തിൽ കൂടുതലായിട്ട് അടച്ചില്ലെങ്കിൽ നമ്മൾ NPA ആക്കണ്ടേ? ആക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ NPA ആക്കേണ്ട ജനറൽ റൂൾ വെച്ചിട്ട് ആക്കണം. പക്ഷേ ഇവിടെ ആക്കണോ? വേണ്ട. ഇത് എക്സെപ്ഷൻ ആണ്. ഓക്കെ ആണോടാ? ഇവിടെ എന്താ പറഞ്ഞു നോക്കട്ടെ? സച്ച് ലോൺസ് ഓർ അഡ്വാൻസസ് ഷുഡ് ബി ക്ലാസിഫൈഡ് ആസ് NPA only when there is a default in the repayment of installment of principal or പേയ്മെന്റ് ഓഫ് ഇൻട്രസ്റ്റ് അടക്കേണ്ട സമയത്ത് ഇൻട്രസ്റ്റ് അടക്കാതിരുന്നാലോ, പ്രിൻസിപ്പൾ അടക്കേണ്ട സമയത്ത് പ്രിൻസിപ്പൾ അടക്കാതിരുന്നാൽ മാത്രം നമ്മൾ അതിന് എന്തായിട്ട് ട്രീറ്റ് ചെയ്താൽ മതി? NPA ആയിട്ട് ട്രീറ്റ് ചെയ്താൽ മതിയാകും. ആം ഐ ക്ലിയർ ടു യു? യെസ് സർ.
പിന്നെ അഗ്രികൾച്ചർ അഡ്വാൻസസ് എന്താണ്? നമ്മൾ അഗ്രികൾച്ചർ അഡ്വാൻസസ് രണ്ട് രീതിയിലാണ് ക്ലാസിഫൈ ചെയ്യുക. ഒന്ന് ലോങ് ഡ്യൂറേഷൻ ക്രോപ്പ്, ഒന്ന് ഷോർട്ട് ഡ്യൂറേഷൻ ക്രോപ്പ്. ഓക്കെ, ലോങ് ഡ്യൂറേഷൻ ക്രോപ്പ്, ഷോർട്ട് ഡ്യൂറേഷൻ ക്രോപ്പ്. ലോങ് ഡ്യൂറേഷൻ ക്രോപ്പ് എന്ന് പറഞ്ഞാൽ മോർ ദാൻ 1 ഇയർ ക്രോപ്പ് സീസൺ ഉണ്ട് അല്ലേ. ലോങ് ഡ്യൂറേഷൻ ക്രോപ്സ് ആർ ദോസ് ക്രോപ്സ് വിത്ത് ക്രോപ്പ് സീസൺ മോർ ദാൻ 1 ഇയർ. അപ്പം ലെസ് ദാൻ 1 ഇയർ ആണ് എന്ത് ഷോർട്ട് ഡ്യൂറേഷൻ ക്രോപ്പ്. ഓക്കെ, സോ ലോങ് ഡ്യൂറേഷൻ ക്രോപ്പിനകത്ത് ഷോർട്ട് ഡ്യൂറേഷൻ ക്രോപ്പിനകത്ത് ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഞാനൊരു ഷോർട്ട് ഡ്യൂറേഷൻ ക്രോപ്പ് ചെയ്യുന്ന ഒരു കർഷകനാണെന്ന് വിചാരിക്കുക. ഞാൻ ബാങ്കിൽ നിന്നും ഒരു കാർഷിക ലോൺ എടുത്തു. ആ ലോൺ തിരിച്ചടച്ചില്ല. അതിന് അവിടെ NPA 90 ഡേയ്സ് ആണ് നമ്മൾ നോക്കുക. ഡ്യൂ ഡേറ്റ് കഴിഞ്ഞ് 91 ഡേയ്സ് ആയിട്ട് നമ്മൾ NPA ട്രീറ്റ് ചെയ്യോ? വേണ്ട. ഇവിടെ 91 ഡേയ്സിന് കണക്കല്ല വരുന്നത്. സർ പിന്നെ എങ്ങനെയാണ് സർ ഇവിടെ NPA ട്രീറ്റ് ചെയ്യുക? ഇവിടെ ഇഫ് ദ എമൗണ്ട് ഓഫ് പ്രിൻസിപ്പൽ ഓർ ഇൻട്രസ്റ്റ് റിമെയിൻസ് ഓവർ ഡ്യൂ ഫോർ 2 ക്രോപ്പ് സീസൺ ഇൻ കേസ് ഓഫ് ഷോർട്ട് ഡ്യൂറേഷൻ ക്രോപ്പ് ആൻഡ് 1 ക്രോപ്പ് സീസൺ ഇൻ കേസ് ഓഫ് ലോങ് ഡ്യൂറേഷൻ ക്രോപ്പ്. സർ ഒരു എക്സാമ്പിൾ പറയാലോ. അതിനിപ്പോൾ എന്താ? സേ ഫോർ എക്സാമ്പിൾ ഇവിടെ ശ്രദ്ധിക്കാം. സേ ഫോർ എക്സാമ്പിൾ ഓക്കെ, ഞാൻ വാഴയാണ് ഞാൻ ചെയ്ത ബിസിനസ്. എന്താണ് ഞാൻ ചെയ്ത ബിസിനസ്? വാഴ. ഓക്കെ, വാഴയുടെ ക്രോപ്പ് സീസൺ ഇസ് 1 ഇയർ. സോ ഇറ്റ്സ് എ ഷോർട്ട് ഡ്യൂറേഷൻ ക്രോപ്പ്. ഇതെന്താണ്? ഒരു ഷോർട്ട് ഡ്യൂറേഷൻ ക്രോപ്പാണ്. ഓക്കെ, ഞാൻ ലോൺ എടുത്തത് 31/5/2024 വിചാരിക്കാം. ഓക്കെ, ലോണിന്റെ ഡ്യൂ ഡേറ്റ് വരുന്നത് 31/5/2025. ഓക്കെ, ഈ ഡ്യൂ ഡേറ്റ് ഞാൻ തിരിച്ചടച്ചില്ല. NPA ആക്കണോ? വേണ്ട. ഇഫ് ഇറ്റ് റിമെയിൻസ് ഓവർ ഡ്യൂ ഫോർ 2 ക്രോപ്പ് സീസൺ എന്ന് പറയുന്നത്. ഒരു ക്രോപ്പ് സീസൺ എന്ന് പറയുന്നത് 1 വർഷം. അപ്പോൾ ഇവിടുന്ന് 2 വർഷത്തേക്ക് 1 വർഷം 2 വർഷം. ഓക്കെ, ഒരു ക്രോപ്പ് സീസൺ എന്ന് പറഞ്ഞാൽ എത്ര പറഞ്ഞാൽ നമ്മൾ 1 വർഷം എന്നല്ല പറയുക. ഒരു ക്രോപ്പ് സീസൺ ഈസ് ഈക്വൽ ടു 1 ഇയർ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ എന്താ പറയുന്നത്? ഷോർട്ട് ഡ്യൂറേഷൻ ക്രോപ്പിന്റെ കേസിൽ ഇഫ് എൻ എമൗണ്ട് റിമെയിൻസ് ഓവർ ഡ്യൂ ഫോർ മോർ ദാൻ 2 ക്രോപ്പ് സീസൺ എന്ന് പറയാം. അപ്പോൾ 2 ക്രോപ്പ് സീസൺ ആയിട്ട് ഞാൻ തിരിച്ചടച്ചില്ലെങ്കിൽ, അതായത് 31/5/2027 വരെ ഞാൻ തിരിച്ചടച്ചില്ലെങ്കിൽ മാത്രം ഇതിന് എന്തായിട്ട് ട്രീറ്റ് ചെയ്താൽ മതി? NPA ആയിട്ട് ട്രീറ്റ് ചെയ്താൽ മതി. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഇനി അടുത്ത് നോക്കിയിട്ട് ലോങ് ഡ്യൂറേഷൻ ക്രോപ്പിൽ എന്താ പറയുന്നത്? ഇഫ് ഇറ്റ് റിമെയിൻസ് ഓവർ ഡ്യൂ ഫോർ 1 ക്രോപ്പ് സീസൺ എന്നാണ് പറയുന്നത്. സേ ഫോർ എക്സാമ്പിൾ ഞാനൊരു കശുവണ്ടിയുടെ ബിസിനസ് ചെയ്യാമെന്ന് വിചാരിക്കാം. ഓക്കെ, കശുവണ്ടിയുടെ ബിസിനസ്സിന് തൽക്കാലം ക്രോപ്പ് സീസൺ 2 വർഷമാണെന്ന് വിചാരിക്കുക. 2 വർഷമാണ് ക്രോപ്പ് സീസൺ എന്ന് വിചാരിക്കുക. ഓക്കെ ആണോടാ? ഫൈൻ ആണോ? അപ്പോൾ 2 വർഷം ക്രോപ്പ് സീസൺ എന്ന് പറയുമ്പോൾ എന്തായി? ലോങ് ഡ്യൂറേഷൻ ക്രോപ്പ് ആയില്ലേ? യെസ്. ഞാൻ 31/5/2024 ലോൺ എടുത്തു. ഓക്കെ, ഞാൻ ലോൺ തിരിച്ചടക്കുന്നത് 31/5/2025 വിചാരിക്കാം. പക്ഷേ ലോൺ തിരിച്ചടച്ചില്ല. അപ്പോൾ അതെന്തായി മാറി? ഓവർ ഡ്യൂ ആയി. ഓവർ ഡ്യൂ ആയിട്ട് 90 ദിവസം കഴിഞ്ഞ് നമ്മൾ NPA ആക്കണോ? വേണ്ട. കാരണം ഇവിടെ 90 ദിവസം അല്ല. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു ക്രോപ്പ് സീസൺ കഴിയണം എന്ന് പറയാം. ഒരു ക്രോപ്പ് സീസൺ എന്ന് പറയുന്നത് ഇവിടെ 2 വർഷം. അപ്പോൾ 2 വർഷം കഴിഞ്ഞാൽ നമ്മൾ അതിന് എന്തായിട്ട് ട്രീറ്റ് ചെയ്യും? NPA ആയിട്ട് ട്രീറ്റ് ചെയ്യും. അപ്പോൾ 2025 ആണെങ്കിൽ 31/5/2027 നമ്മൾ അതിന് എന്തായിട്ട് ട്രീറ്റ് ചെയ്യുക? NPA ആയിട്ട് ട്രീറ്റ് ചെയ്യുക. ഓക്കെ ആണോ? ഇപ്പം ഞാൻ പറഞ്ഞ എക്സാമ്പിൾ ഒന്നുകൂടി ബാക്ക് അടിച്ച് റിമൈൻഡ് ചെയ്ത് ഒന്നുകൂടി കേട്ട് നിങ്ങൾ നന്നായിട്ട് കേട്ടാൽ ഒന്നുകൂടി മനസ്സിലാവും. ഓക്കെ ആണോ? എന്നിട്ട് മനസ്സിലായി എനിക്ക് വാട്സ്ആപ്പ് ചെയ്യാം. ഐ വിൽ ഹെൽപ്പ് യു. ഓക്കെ ആണോടാ? ഫൈൻ ആണോടാ? ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഷോർട്ട് ഡ്യൂറേഷൻ. ഓക്കെ, ക്രോപ്പ് സീസൺ 6 months ആണെന്ന് വിചാരിക്കാം. ക്രോപ്പ് സീസൺ 6 months ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഞാൻ 31/5/2023 ലോൺ എടുത്തു. എൻ്റെ ലോണിന്റെ കാലാവധി 1 വർഷമാണ്. 31/5/2024 ലോണിന്റെ കാലാവധി കഴിഞ്ഞു. ഓവർ ഡ്യൂ ആയില്ലേ? യെസ്, ഓവർ ഡ്യൂ ആയി. നമ്മൾ അപ്പം തന്നെ ക്രോപ്പ് സീസൺ നമ്മൾ ഷോർട്ട് ഡ്യൂറേഷൻ ക്രോപ്പ് നമ്മൾ NPA ആക്കോ? ഇല്ല. 2 ക്രോപ്പ് സീസൺ കഴിഞ്ഞാൽ മാത്രം നമ്മൾ NPA ആക്കും അല്ലേ? ഒരു ക്രോപ്പ് സീസൺ എന്ന് പറയുന്നത് 6 മാസം. അപ്പോൾ 2 ക്രോപ്പ് സീസൺ കഴിയണം. 6 മാസം അപ്പോൾ 1 വർഷം കഴിഞ്ഞല്ലോ. യെസ്, അപ്പോൾ 31/5/2025 നമ്മൾ അതിന് എന്തായിട്ട് ട്രീറ്റ് ചെയ്യും? NPA ആയിട്ട് ട്രീറ്റ് ചെയ്യും. ആം ഐ ക്ലിയർ ടു യു? ഇത് വേറൊരു എക്സാമ്പിൾ ഞാൻ വീണ്ടും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ 5 വർഷമാണ് ക്രോപ്പ് സീസൺ എന്ന് വിചാരിക്കുക. ഓക്കെ ആണോ? 31/5/2024 ലോൺ എടുത്തു. 31/5/2020 1 വർഷത്തെ ലോൺ ആയിരുന്നു. ലോൺ തിരിച്ചടച്ചില്ല. അപ്പോൾ ഒരു ക്രോപ്പ് സീസൺ കഴിയണം. എത്ര? ഒരു ക്രോപ്പ് സീസൺ. ഇത് ലോങ് ഡ്യൂറേഷൻ ക്രോപ്പ് അല്ലേ? 5 വർഷം ക്രോപ്പ് സീസൺ എന്ന് പറഞ്ഞാൽ ലോങ് ഡ്യൂറേഷൻ ക്രോപ്പാണ്. അപ്പോൾ ഒരു ക്രോപ്പ് സീസൺ കഴിയണം. അപ്പോൾ 31/5/2025 മുതൽ 31/5/2030 കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. NPA ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ആം ഐ ക്ലിയർ ടു യു? യെസ് സർ 3 ബാക്ക് ഫുൾ. ഓക്കെ, നെക്സ്റ്റ് വെരി സിമ്പിൾ ടോപ്പിക്സ്. എന്താണ്? നമുക്കൊരു 3 ടോപ്പിക് കൂടി പഠിക്കാണ്ട് ഇവിടെ അഡ്വാൻസിന്റെ ടോപ്പിക്കിനകത്ത്. ഓക്കെ, ഒന്ന്, ഒരു ബാങ്കിന്റെ ബാലൻസ് ഷീറ്റിൽ അഡ്വാൻസ് എന്ന് പറഞ്ഞ ഫിഗർ ഞാൻ കാണുന്ന സമയത്ത് എന്തൊക്കെയാണ് ഞാൻ ചെക്ക് ചെയ്യേണ്ടത്? ഓക്കെ ആണോടാ? ഒരു ബാങ്കിന്റെ ബാലൻസ് ഷീറ്റാണ് അഡ്വാൻസ് എന്ന് പറഞ്ഞ ഒരു ഫിഗർ കാണുമ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ് ഞാൻ ചെക്ക് ചെയ്യേണ്ടത്? എന്തൊക്കെ എവിഡൻസസ് ആണ് ഞാൻ കളക്ട് ചെയ്യേണ്ടത്? ഓക്കെ ആണോടാ? ഓക്കെ, എന്തൊക്കെ എവിഡൻസസ് ആണ് ഞാൻ കളക്ട് ചെയ്യേണ്ടത്? എങ്ങനെയാണ് ഞാൻ എവിഡൻസസ് കളക്ട് ചെയ്യേണ്ടത്? ഓക്കെ, ഇവിടെ എന്താണ്? വാട്ട് എവിഡൻസസ് ഐ ഹാവ് ടു കളക്ട്? ഓക്കെ, ഹൗ വിൽ ഐ കളക്ട് ദ എവിഡൻസ്? ഓക്കെ ആണോടാ? യെസ്. അപ്പോൾ ഫസ്റ്റ് വൺ, എന്തൊക്കെ എവിഡൻസ് കളക്ട് ചെയ്യുന്നത്? സേ ഫോർ എക്സാമ്പിൾ ബാങ്കിന്റെ ബാലൻസ് ഷീറ്റ് എടുക്കണം. അവിടെ അഡ്വാൻസ് ഒരു 10,000 കോടി രൂപ ഞാൻ കാണാണ്. 10,000 കോടി രൂപ എന്ന് അഡ്വാൻസ് കാണാം. അപ്പോൾ അവിടെ ഞാൻ എന്തൊക്കെയാണ് ഞാൻ വെരിഫൈ ചെയ്യേണ്ടത്? ഫസ്റ്റ് വൺ, amount included in the balance sheet in respect of which the advances are actually outstanding. അത് ശരിക്കും ബാങ്കിന് കിട്ടാനുള്ള പൈസ തന്നെയാണ്. അത് ആസ് ഓൺ 31st March ആ 10,000 കോടി ബാങ്കിന് ഔട്ട്സ്റ്റാൻഡിംഗ് തന്നെയാണ് എന്ന് ഞാൻ ഉറപ്പുവരുത്തും. ഓൾറെഡി കിട്ടിയ പൈസ നമുക്ക് അഡ്വാൻസ് എന്ന് കാണിക്കാൻ പറ്റുമോ? ഇല്ല. സോ വാട്ട് എവർ എമൗണ്ട് ദേ ഹാവ് ഷോൺ ആസ് അഡ്വാൻസ്, ഇത് ആക്ച്വലി ഔട്ട്സ്റ്റാൻഡിംഗ് ആണ് എന്ന് ഞാൻ ഉറപ്പുവരുത്തണം. നെക്സ്റ്റ്, അത് ബാങ്കിന് കിട്ടാനുള്ള പൈസ തന്നെയാണെന്ന് ഞാൻ ഉറപ്പുവരുത്തണം. സച്ച് അഡ്വാൻസസ് റെപ്രസെന്റ് എമൗണ്ട് ഡ്യൂ ടു ദ ബാങ്ക്. നാട്ടുകാർക്ക് കിട്ടുള്ള പൈസ നമുക്ക് നമ്മുടെ ബാലൻസ് ഷീറ്റിൽ കാണിക്കാൻ പറ്റിയ അഡ്വാൻസ് ആയിട്ട് അല്ല. ഓക്കെ ആണോ? പിന്നെ ബാങ്ക് കൊടുത്തുള്ള ഓരോ അഡ്വാൻസിന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് അവിടെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. ബാങ്ക് ഒരൊറ്റ അഡ്വാൻസ് പോലും കാണിക്കാൻ വിട്ടുപോയിട്ടില്ല. ദർ ഇസ് നോ അൺറെക്കോർഡഡ് അഡ്വാൻസസ്. അവിടെ ചെക്ക് ചെയ്ത അസർഷൻ ആണ് നമ്മൾ കംപ്ലീറ്റ്നെസ് പറഞ്ഞ അസർഷൻ ആണ് നമ്മൾ അവിടെ ചെക്ക് ചെയ്തത് അല്ലേ. ദർ ഇസ് നോ
അൺറെക്കോർഡഡ് അഡ്വാൻസസ്. പിന്നെ ഈ ലോണിന്റെ വാല്യുവേഷൻ കറക്റ്റ് ആണ്, അവിടെ പ്രോപ്പർ റിക്കവറബിലിറ്റി ഓഫ് അഡ്വാൻസ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്തിട്ട് പൈസ കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് പ്രൊവിഷൻ വെച്ചിട്ടുണ്ട്, അത് നമ്മൾ ചെക്ക് ചെയ്യണം. പിന്നെ ദ അഡ്വാൻസസ് ആർ ഡിസ്ക്ലോസ്ഡ്, ക്ലാസിഫൈഡ്, ഡിസ്ക്രൈബ് ആസ് പെർ ദ സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് റെഗുലേറ്ററി റിക്വയർമെന്റ്. സോ അക്കൗണ്ടിങ് പോളിസീസിനകത്ത് എങ്ങനെയാണോ അഡ്വാൻസസ് ഡിസ്ക്ലോസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത് അത് പ്രകാരം തന്നെയാണ് ഞാൻ ഡിസ്ക്ലോസ് ചെയ്തിട്ടുള്ളത് ഉറപ്പുവരുത്തണം. പിന്നെ RBI പറഞ്ഞ എല്ലാ പ്രൊവിഷൻസും നമ്മൾ നേരത്തെ കുറച്ച് പ്രൊവിഷൻസ് പഠിച്ചു. സ്റ്റാൻഡേർഡ് സെറ്റ് ആണെങ്കിൽ, സബ് സ്റ്റാൻഡേർഡ് ആണെങ്കിൽ 15, D1 ആണെങ്കിൽ 25, 100, D2 ആണെങ്കിൽ 40, 100, D3 ആണെങ്കിൽ 100, 100 പഠിച്ചു നോക്കുന്നുണ്ടോ? യെസ്, ആ പ്രൊവിഷൻസ് ഒക്കെ കൃത്യമായിട്ട് വെച്ചിട്ടുണ്ടോ എന്ന് ഞാൻ ഉറപ്പുവരുത്തണം. ആം ഐ ക്ലിയർ ടു യു? യെസ്. ഇതൊക്കെയാണ് എനിക്ക് ചെക്ക് ചെയ്യേണ്ടത്, ഇതാണ് എൻ്റെ ഉദ്ദേശം, ഇതൊക്കെയാണ് എനിക്ക് വെരിഫൈ ചെയ്യുന്നത്. ഇതെങ്ങനെ ഞാൻ വെരിഫൈ ചെയ്യാം? എന്തൊക്കെ എനിക്ക് വെരിഫൈ ചെയ്യേണ്ടത്? ബാങ്കിന്റെ അഡ്വാൻസ് എന്ന് കാണിക്കുന്ന ഫിഗർ ശരിക്കും ഔട്ട്സ്റ്റാൻഡിംഗ് ആണോ എന്ന് ഞാൻ വെരിഫൈ ചെയ്യണം. അത് ബാങ്കിന് കിട്ടാനുള്ള പൈസ ആണോ ഞാൻ വെരിഫൈ ചെയ്യണം. പിന്നെന്താണ്, അതിന് പ്രോപ്പർ ഡോക്യുമെന്റ്സ് ഉണ്ടോ ഞാൻ വെരിഫൈ ചെയ്യണം. അവിടെ ഒന്നും വിട്ടുപോയിട്ടില്ല, അൺറെക്കോർഡ് അഡ്വാൻസ് ഒന്നും ഇല്ലെന്ന് വെരിഫൈ ചെയ്യണം. അതിന്റെ വാല്യുവേഷൻ കറക്റ്റ് ആണോ വെരിഫൈ ചെയ്യണം. അത് ക്ലാസിഫിക്കേഷൻ കറക്റ്റ് ആണോ ഞാൻ വെരിഫൈ ചെയ്യണം. ആൻഡ് പ്രൊവിഷൻ വെച്ചിട്ടുണ്ടോ ഞാൻ വെരിഫൈ ചെയ്യണം. ഇതെങ്ങനെ ഞാൻ വെരിഫൈ ചെയ്യും? ഫസ്റ്റ് പോയിന്റ്, ബൈ എക്സാമിനിങ് ദ വാലിഡിറ്റി ഓഫ് ദ റെക്കോർഡ് എമൗണ്ട്. ആ കാണിച്ച റെക്കോർഡിന്റെ എമൗണ്ട് വാലിഡിറ്റി, അത് വാലിഡ് എമൗണ്ട് ആണോ ഞാൻ ചെക്ക് ചെയ്യണം. അതിന്റെ ലോണിന്റെ ഡോക്യുമെന്റേഷൻ ചെക്ക് ചെയ്യണം. ഓരോ ലോൺ അക്കൗണ്ടിന്റെ ഓപ്പറേഷൻസ് ഞാൻ റിവ്യൂ ചെയ്യണം, ശരിക്കും പൈസ വരുന്നുണ്ടോ ഇല്ലയോ ഞാൻ റിവ്യൂ ചെയ്യണം. എക്സാമിന്റെ എക്സിസ്റ്റൻസ്, എൻഫോഴ്സിബിലിറ്റി, വാല്യുവേഷൻ ഓഫ് സെക്യൂരിറ്റി, ഓരോ ലോണിനും പ്രോപ്പർ സെക്യൂരിറ്റി ഉണ്ടെന്ന് ഞാൻ ഉറപ്പുവരുത്തിക്കണം. പിന്നെ RBIയുടെ നോംസ് പ്രകാരം തന്നെയാണ് പ്രൊവിഷൻ ഒക്കെ വെച്ചിട്ടുണ്ടെന്ന് ഞാൻ ഉറപ്പുവരുത്തിക്കണം. ആൻഡ് പെർഫോം അനാലിറ്റിക്കൽ പ്രൊസീജിയർ SA- നിങ്ങൾ പറ, കമന്റ് ഇൻ ദ ചാറ്റ് ബോക്സ്. ഓക്കെ ആണോ? സോ ഇഫ് യു ആർ ലൈക്കിംഗ് മൈ വീഡിയോ, പ്ലീസ് ഡു ഷെയർ, ലൈക്ക്, സബ്സ്ക്രൈബ്, വേറെ എന്തെങ്കിലും ചെയ്തു വെച്ചോ നിങ്ങൾ. ഓക്കെ, സോ എടാ ഇഷ്ടപ്പെടുന്നില്ലേ വീഡിയോ? അപ്പോൾ ലൈക്ക് ഇടറാ പ്ലീസ്. എടാ നല്ല കുട്ടികളല്ലേ, കുത്തല്ലേ? യെസ്, യാ. അപ്പം ഓക്കെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, യെസ്. നെക്സ്റ്റ് എന്തൊക്കെയാണ് ഒരു ബാങ്കിന്റെ ഇന്റേണൽ കൺട്രോൾസ്? എന്താണ്? ബാങ്ക് ചുമ്മാ ഒരാൾക്ക് ലോൺ കൊടുക്കോ? ഇല്ല. ബാങ്ക് ലോൺ കൊടുക്കുന്ന മുമ്പ് ഫസ്റ്റ് ഇന്റേണൽ കൺട്രോൾ, ദേ ഹാവ് ടു സാറ്റിസ്ഫൈ ദ ക്രെഡിറ്റ് വർത്തിനെസ് ഓഫ് ദ ബോറോവർ. വെരിഫൈ ചെയ്യണം. ഒരാൾക്ക് ഒരു ലോൺ കൊടുത്താൽ ആ ലോൺ തിരിച്ചടക്കാനുള്ള കെൽപ്പുണ്ട് എന്ന് ഉറപ്പുവരുത്തിച്ചാൽ മാത്രമേ അയാൾക്ക് ലോൺ കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ ലോൺ കൊടുക്കുന്ന മുമ്പ് എല്ലാ ഡോക്യുമെന്റ്സും നമ്മൾ എന്ത് ചെയ്യണം? കൈവശം വെക്കണം, ബാങ്കിന്റെ കൈവശം വെക്കണം. പിന്നെ ബാങ്ക് എന്തിനാണോ ലോൺ കൊടുക്കുന്നത് ആ പർപ്പസിന് തന്നെയാണ് ലോൺ അയാൾ യൂട്ടിലൈസ് ചെയ്തെന്ന് ഉറപ്പുവരുത്തുന്നത്. ടേംസ് ഓഫ് സാങ്ഷൻ ആൻഡ് എൻഡ് യൂസ് ഓഫ് ഫണ്ട് ഷുഡ് ബി എൻഷോർഡ്. പിന്നെ ബാങ്ക് ലോൺ കൊടുക്കുന്ന സമയത്ത് സഫീഷ്യന്റ് മാർജിൻ ഡിഡക്ട് ചെയ്ത ശേഷം തന്നെയാണ് ലോൺ കൊടുക്കുന്നത് നമ്മൾ ഉറപ്പുവരുത്തിക്കണം. പിന്നെ ഇപ്പം ഷെയർസോ ഡിബെഞ്ചറോ ആണ് സെക്യൂരിറ്റി ആയിട്ട് വാങ്ങുന്നതെങ്കിൽ ഇതൊക്കെ ബാങ്കിന്റെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. കാരണം ഷെയർസോ ഡിബെഞ്ചറോ സെക്യൂരിറ്റി ആയിട്ട് എടുത്തിട്ട് ലോൺ കൊടുത്ത ശേഷം ഇവർ ഷെയർസ് വിറ്റ് നമ്മൾ 3G ആയി പോയില്ലേ. അതുകൊണ്ട് ഷെയർസോ ഡിബെഞ്ചറോ ആണ് സെക്യൂരിറ്റി ആയിട്ട് എടുക്കുന്നെങ്കിൽ ഈ ഷെയർസിന് ഇതിന്റെയൊക്കെ ഓണർഷിപ്പ് ബാങ്കിന്റെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. പിന്നെ രജിസ്ട്രേഷൻ വേണ്ട. ഇപ്പൊ നമ്മുടെ രജിസ്റ്റേർഡ് മോർഗേജ് നമ്മൾ പഠിച്ചില്ല, അതുപോലെ ഓൾ ദ സെക്യൂരിറ്റീസ് വിച്ച് റിക്വയർസ് രജിസ്ട്രേഷൻ ഷുഡ് ബി പ്രോപ്പർലി ഷുഡ് ബി രജിസ്റ്റേർഡ് ഇൻ ദ നെയിം ഓഫ് ദ ബാങ്ക്. പിന്നെ ഡ്രോയിങ് പവർ രജിസ്റ്റർ, അത് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യണം. DP രജിസ്റ്റർ നിങ്ങൾ ആലോചിച്ചാൽ മതി. ക്യാഷ് ക്രെഡിറ്റ് ലോൺ എന്ന് പറയുന്നതാണ് കറണ്ട് അസറ്റ്സിന് അഗെയിൻസ്റ്റ് ആണ് ലോൺ കൊടുക്കുന്നത് അല്ലെ. സ്റ്റോക്ക്, ഡെറ്റേഴ്സ് അല്ലെ. ഈ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എല്ലാ മാസവും എന്താവും? മാറിക്കൊണ്ടിരിക്കും അല്ലെ. സോ ഈ ഡ്രോയിങ് പവർ രജിസ്റ്റർ എല്ലാ മാസവും നമ്മൾ എന്ത് ചെയ്യണം? അപ്ഡേറ്റ് ചെയ്യണം. പിന്നെ എല്ലാ ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസും ഡ്രോയിങ് പവർ സാങ്ഷന് വേണ്ടി താഴെയാണെന്ന് ഉറപ്പുവരുത്തണം. ഏതെങ്കിലും ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസ് ഇതിന് മുകളിലാണ്, അല്ലെങ്കിൽ ഇറഗുലർ ഉണ്ട്, അല്ലെങ്കിൽ അൺഅപ്രൂവ്ഡ് സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ വി ഷുഡ് ബ്രോട്ട് ടു ദ നോട്ടീസ് ഓഫ് ദ മാനേജ്മെന്റ്. പിന്നെ വൺസ് ഇൻ ഇയർ എല്ലാ ലോൺ അക്കൗണ്ടും നമ്മൾ എന്ത് ചെയ്യണം? റിവ്യൂ ചെയ്യണം. ഓക്കെ ആണോടാ? ഫൈൻ ആണോ? യെസ് സർ. ഓക്കെ ആണോ? ഇത്ര പേര് ഓക്കെ ആണോ? നിങ്ങൾക്ക് ക്ലിയർ ആണോ? യെസ് സർ, ഫൈൻ ആണ് സർ. അപ്പോൾ ഒരു ലൈക്ക് ഇട്ടെ, ഒരു ഹാർട്ട് ഇട്ടെ, ഒരു കമന്റ് ചെയ്തേ, കമോൺ.